ഗുഡ് മോർണിംഗ് ഗൈസ്, ദിസ് ഇസ് നവ്നീത്. എന്താണ് ഞാനോട് ജോഹാനസ്ബർഗിൽ നിന്ന് സംസാരിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ആണ്. അപ്പൊ മൈക്രോ സർവീസസിൽ വരുന്നതിന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ നമുക്കൊരു ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. പൊതുവെ ട്രഡീഷണലി ആൾക്കാർ ഡെവലപ്പ് ചെയ്തു. ഞാൻ മ്യൂട്ടായി പോയാ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് മ്യൂട്ടായി പോയി. ട്രഡീഷണലി ആൾക്കാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ആയിരുന്നു മോണോലിത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോണോലിത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ പഴയ രീതിയിലുള്ള, അതായത് ഒരു ജാവ ആപ്പ് ആയിരിക്കും. അത് കംപ്ലീറ്റ്ലി ഡേറ്റാബേസും, അതായത് നമ്മളിപ്പോ പണ്ട് എഴുതിക്കൊണ്ടിരുന്ന ആപ്ലിക്കേഷൻസ് അല്ലേ, അതായത് ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഡേറ്റാബേസ് ഇന്ററാക്ഷൻസ്, മോഡൽസ്, വ്യൂസ് എല്ലാം ഒരു വൺ ആപ്ലിക്കേഷനിലായിരിക്കും. ഒരു വലിയ ആപ്ലിക്കേഷന്റെ കുറെ ക്ലാസ്സസ് ആയിരിക്കും അത്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ സെറ്റ് ബോക്സ് പറയുകയാണെങ്കിൽ അതൊരു മോണോലിത്തിക് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ ഇതുപോലെ മൈക്രോ സർവീസസ് ആയിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം അതൊരു എംബഡഡ് ഡിവൈസിൽ, അതായത് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഓൾ സെറ്റ് ഓഫ് ബോക്സസ്, ഓക്കെ നോട്ട് ഓൾ, കോംകാസ്റ്റ് ഒന്നും മോണോലിത്തിക് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരുവിധപ്പെട്ട പഴയ ബോക്സസ് എല്ലാം തന്നെ മോണോലിത്തിക് ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, അങ്ങനെ ഒരു സെപ്പറേറ്റ് ഡൊമൈൻസിൽ പോയി ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ വേറൊരു മെഷീനിൽ റൺ ചെയ്ത് അങ്ങനത്തെ പരിപാടിയല്ല. അപ്പൊ അങ്ങനത്തെ പരിപാടി മോണോലിത്തിക് ആകുമ്പോൾ അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മെയിൻ ഇഷ്യൂ എന്താണ്? നമ്മളെ ഡിപ്ലോയ്മെന്റ്സ് തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അതായത് എനിക്ക് പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. മെയിൻ റീസൺ എന്താണ്? ഞാനിപ്പോ ഒരു ചെറിയൊരു ക്ലാസ്സിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ യൂസറിന്റെ ഒരു ഇന്റർഫേസ്, അതായത് ഇപ്പം സെറ്റ് ബോക്സിൽ ചാനൽ അപ്പ് ഞെക്കുമ്പോൾ ഒരു ഐ പ്ലേറ്റ് എന്നോ ഒരു സ്ക്രീൻ വന്നിട്ട് പറയില്ല ഇതാണ് ഈ ചാനൽ. അതിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ പോലും ഈ ഫുൾ ആപ്ലിക്കേഷൻ ഞാൻ റീകമ്പൈൽ ചെയ്ത് റീഡിപ്ലോയ് ചെയ്യണം. അപ്പം അതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബിസിനസിന് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിലായിരിക്കും ഞാൻ ഒരു അപ്ഡേറ്റ് നടത്തിയതെങ്കിലും, ബിക്കോസ് ഓൾ ദീസ് ക്ലാസ് ആർ കപ്പിൾഡ് ടുഗെദർ. അതായത് ഇപ്പൊ ഈ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറൊരു ക്ലാസ് ഉണ്ടാവും. നമുക്ക് ഡിസൈൻ ചെയ്ത് കുറെയൊക്കെ അത് മാറ്റായിരിക്കും, ബട്ട് സ്റ്റിൽ ഈ ക്ലാസ്സസ് എല്ലാം എങ്ങനെയെങ്കിലും ഒക്കെ ലിങ്ക്ഡ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാലും ഐ സ്റ്റിൽ നീഡ് ടു ഗോ ത്രൂ ദ കംപ്ലീറ്റ് ടെസ്റ്റ് സൈക്കിൾ. അതായത് ഈ ഒരു 3-4 വീക്സിന്റെ ടെസ്റ്റിംഗ്, ചിലപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഒരു 2 to 3 വീക്സ് ടെസ്റ്റിംഗ് നമുക്ക് സ്റ്റിൽ വേണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ചെറിയ ചേഞ്ചിന് ഞാൻ സ്റ്റിൽ 3 വീക്സ് ഒക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഫുൾ റിഗ്രഷൻ ടെസ്റ്റിംഗിലൂടെ പോയി. അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് ചേഞ്ചസ് എങ്ങനെയും ബാച്ച് ചെയ്യും. അതായത് ഒരു 1-2 ആഴ്ചത്തെ ചേഞ്ചസ് എല്ലാം കൂടെ പോയി വീണ്ടും ഒരു 3 ആഴ്ച ടെസ്റ്റ് ചെയ്ത്, കാരണം അത്ര എക്സ്പെൻസീവ് ആ ടെസ്റ്റിംഗ്. അപ്പൊ ചുമ്മാ ഒരു ചേഞ്ചിനൊന്നും വേണ്ടി പോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു മോണോലിത്തിക് ആപ്ലിക്കേഷന്റെ ഡിപ്ലോയ്മെന്റ് നടക്കുന്നത്. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇങ്ങനെ ചിന്തിച്ച ആൾക്കാർ എനിക്കൊന്ന് ഇരിക്കുമ്പോഴായിരിക്കും ഈ മൈക്രോ സർവീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നതും. ഞാനിത് കേട്ടു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് ആവുന്നുള്ളൂ ഈ മൈക്രോ സർവീസ് കോൺസെപ്റ്റും. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ മൈക്രോ സർവീസസ് തുടങ്ങി പറയാം. ഒരു മൈക്രോ സർവീസസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേട്ടത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. നെറ്റ്ഫ്ലിക്സിന്റെ കംപ്ലീറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ മൈക്രോ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് കോൺസെപ്റ്റ് വൈസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണോലിത്തിക്കിനെ എങ്ങോട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യും. കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടും ഡൊമൈൻ ബേസ്ഡ് ആയിട്ടും ബ്രേക്ക് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു യൂസേഴ്സിനെ കുറിച്ചുള്ള ഡേറ്റ ഉള്ളത് ഒരു സർവീസ് ആണ്. അത് ഈ മോണോലിത്തിക് ലാർണിംഗ് എന്ത് പറ്റിയാണ്, എല്ലാം കൂടെ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും അതിന്റെ യൂസർ മാനേജ്മെന്റും ഒക്കെ ഒരു ആ സെയിം ഒരു ജാറിനകത്ത് വന്നേനെ. അപ്പൊ മൈക്രോ സർവീസസിൽ അങ്ങനെയല്ല, യൂസേഴ്സിന്റെ ഒരു സർവീസ് ഉണ്ട്. അതൊരു വേറൊരു കോഡ് ബേസ് ആയിരിക്കും, വേറൊരു ഡേറ്റാബേസ് ആയിരിക്കും. ആ ഡേറ്റാബേസിന് ഇവിടെ ഈ നെറ്റ്ഫ്ലിക്സിന്റെ വേറെ കാര്യങ്ങളായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അപ്പൊ യൂസേഴ്സിന്റെ ഒരു ഡേറ്റാബേസ് ഒരു സ്ഥലത്ത് കിടപ്പുണ്ട്, അതൊരു സർവീസിൽ എവിടെയോ ഓടിക്കൊണ്ടിരിക്കുക. വേറെ ഒരു ടീമായിരിക്കും ഈ യൂസേഴ്സ് മാനേജ്മെന്റ് മൊത്തം ചെയ്യുന്നത്. അവർക്കൊരു സ്പെക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ സ്പെക്കിനനുസരിച്ച് അവർ യൂസേഴ്സ് ഒക്കെ അതിന്റെ റിലേഷണൽ ഡേറ്റാബേസ് ഒക്കെ ഡിസൈൻ ചെയ്ത് അതിന്റെ വർക്കിംഗ് അവർ റെഡിയാക്കി. അടുത്ത ഒരു സർവീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അവരുടെ കാറ്റലോഗ്. അതായത് ഇപ്പൊ നമ്മള് ട്രെൻഡിങ് അല്ലെങ്കിൽ അവരുടെ കാറ്റലോഗ് എന്ന് പറയുമ്പോൾ അവരുടെ കണ്ടന്റ് അത് മാനേജ് ചെയ്യാനുള്ള ഒരു സർവീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് വേറൊരു ടീമായിരിക്കും ചെയ്യുക. അവരതിന്റെ കണ്ടന്റിന്റെ സാധനങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ട്രെൻഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സാധനങ്ങൾ കൊടുക്കണം, അപ്പൊ ആ ഇന്റർഫേസുകളൊക്കെ ഒരു സർവീസിനകത്ത് ഹാൻഡിൽ ചെയ്യും. ഇനി വേറൊരു സർവീസ് കാണും, അവരായിരിക്കും എന്താ ചെയ്യുക, ഈ നെറ്റ്വർക്കിന്റെ സ്പീഡും അതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ? അപ്പം സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ സർവീസുകളാക്കി. മൈക്രോ സർവീസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ കൊച്ചു സർവീസ് ആക്കി ഇവർക്കെല്ലാം ഇൻഡിപെൻഡന്റ് ഡേറ്റാബേസും ആയിരിക്കും. അതായത് ഇവരുടെ ഡേറ്റാബേസ് ഷെയർഡ് ആയിരിക്കില്ല പൊതുവെ.
മൈക്രോ സർവീസസ് പുഷ് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഡേറ്റാബേസുകൾ കഴിയുന്നതും സെപ്പറേറ്റ് ആക്കുക, ഓരോ സർവീസും ബ്ലാക്ക് ബോക്സ് ആയി മാറുക. അതായത് എനിക്ക് അറിയേണ്ട യൂസർ ഇന്റർഫേസിൽ അല്ലെ യൂസർ മാനേജ്മെന്റിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓർഡർ മാനേജ്മെന്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയണ്ട. പക്ഷെ അവരെന്ത് ചെയ്യും, എന്നോട് സംസാരിക്കാൻ വേണ്ടി ഒരു ഇന്റർഫേസ് ഓപ്പൺ ചെയ്തു തരും. ഒരു API ആയിരിക്കും. അത് മിക്കവാറും റെസ്റ്റ് ആയിരിക്കാം, സോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ക്യൂ ആയിരിക്കാം, നമുക്ക് അറിയില്ല എന്താണെന്ന്. അപ്പം അവരോട് സംസാരിക്കാൻ ഈ 3 വഴിയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഒരു റെസ്റ്റ്, ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, അവരതിന് ആൻസർ തരും. ആ ആൻസറും വാങ്ങിച്ച് നമുക്ക് ചെയ്യാനുള്ള ചെയ്യുക. അല്ലാതെ വേറെ ഒരു കാര്യവും അതിൽ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ബേസിക്കലി മോണോലിത്തിക് ടു മൈക്രോലിത്തിക് ഒരു ഡിസൈൻ പാറ്റേൺ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഇൻട്രോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആദ്യം തന്നെ നവനീത് കൺഗ്രാജുലേഷൻസ്. കാര്യം എന്താണെന്നറിയാമോ, നവനീതിന് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ, അത് തെറ്റാണ്. നല്ല വൃത്തിയായിട്ട് സംസാരിക്കാൻ അറിയാം. എനിക്കൊരു ഇറ്റ് വാസ് അമേസിംഗ് എന്ന് ഞാൻ പറയുന്നു. ബാക്കി നിയാസം ബ്രോ പറയും. ഞാനൊന്ന് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറയാം മൈക്രോസർവീസിന്റെ. നവീൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു 2 ടൈപ്പ് ആർക്കിടെക്ചർ ആണ്. ഒന്ന് ഈ പറയുന്ന പോലെ മോണോലിത്തിക് ആർക്കിടെക്ചറും പിന്നെ ഒന്ന് മൈക്രോ സർവീസ് ആർക്കിടെക്ചറും. ഓക്കെ, നമ്മളൊരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മളത് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യും ഏത് ആർക്കിടെക്ചറിലാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, സോ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ ആണ് ഈ മോണോലിത്തിക് ആർക്കിടെക്ചർ. അത് ഈ നവനീത് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് നമ്മൾ ഒരു ലാർജ് കോഡ് ബേസ് ആയിരിക്കും. അതിനകത്ത് കംപ്ലീറ്റ് ലോജിക്കും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു കോഡ് ബേസിനകത്തായിരിക്കും. ഓക്കെ, അതിന്റെ ഡിഫിക്കൽട്ടീസ് നവീൻ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോയ്മെന്റ് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡൻസീസും ഒരുപോലെ തന്നെയാണ്. പിന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമുക്ക് ലെഗസി ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ ലെഗസി ആപ്ലിക്കേഷൻസും ഡിപ്പെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഡിപ്ലോയ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നങ്ങൾ. പിന്നെ ഇതിന്റെ കോൺസെപ്റ്റ് എങ്ങനെ വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അതിനകത്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും അതും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആ പെർട്ടിക്കുലർ ലാംഗ്വേജിനെക്കാട്ടും പറ്റിയ വേറെ ലാംഗ്വേജസ് ഉണ്ടാവും. ഓക്കെ, ആ കേസിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന്റെ പറ്റില്ല എന്നല്ല, നമുക്ക് ഇന്റഗ്രേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ ജാവയിലാണ് ഒരു പ്രൊജക്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ് ജാവ ആയിരിക്കും, ഒരു ഡാറ്റാബേസ് ആയിരിക്കും. അല്ലെങ്കിൽ .NET ആണെങ്കിൽ .NET പ്രൊജക്ട്സ് ആയിരിക്കും കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു വെണ്ടർ ലോക്ക് എന്ന് പറഞ്ഞ സാധനം കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോ സർവീസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈച്ച് ആൻഡ് എവറി പാർട്ടിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെന്റ് മൊഡ്യൂൾസ് ആക്കി മാറ്റി അത് ഓരോന്നും ഓരോ സർവീസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മളൊരു ഷോപ്പിംഗ് കാർട്ട് സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഷോപ്പിംഗ് കാർട്ടിനകത്ത് നമുക്ക് ഡിഫറെന്റ് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിന്റെ കാറ്റലോഗ് ഉണ്ട്, പ്രൈസിംഗ് ഉണ്ട്, ഓർഡർ ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്, അങ്ങനെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സെഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സെപ്പറേറ്റ് സർവീസസ് ആക്കി മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് തന്നെ അറിയാം, എന്താണ് സജസ്റ്റഡ് ഫോർ യു. ഓക്കെ, അങ്ങനത്തെ കേസിലൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു AI ML ഒക്കെയാണ് അതിന്റെ ഇത് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പം എന്തായിരിക്കും വെച്ചാൽ പൈത്തൺ പോലത്തെ ലാംഗ്വേജിൽ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് വേണ്ട മൊഡ്യൂൾസ് നമുക്ക് ഡിഫറെന്റ് ലാംഗ്വേജസിലും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജസും കൂടി ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു ആർക്കിടെക്ചർ പോലെ അത്ര എളുപ്പമല്ല. ഇതിന്റെ ഇന്റർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ നമുക്കിപ്പോ നവീൻ പറഞ്ഞ പോലെ തന്നെ ഓരോ മൈക്രോ സർവീസിനും ഓരോ ഡാറ്റാബേസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു ഡാറ്റാബേസിലുള്ള ഡാറ്റ ഒരു മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാബേസ് നമ്മൾ ഡയറക്റ്റ്ലി ഒരിക്കലും നമ്മൾ കോൾ ചെയ്യില്ല. ഓക്കെ, നമ്മൾ എന്ത് വെച്ചാൽ അതാത് മൈക്രോ സർവീസ് അതാത് DBയുടെ സർവീസ് എക്സ്പോസ് ചെയ്യും. ഈ സർവീസ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റർ സെക്യൂരിറ്റി, ഔട്ടർ സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിലോട്ട് വരുന്ന റൗട്ടിങ്, URL റൗട്ടിങ്, API ഗേറ്റ്വേസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു വലിയൊരു ആപ്ലിക്കേഷൻ അല്ല, ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈക്രോ സർവീസ് ആർക്കിടെക്ചറിലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് മറ്റുള്ളത് പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് ഇന്റർ മൈക്രോ സർവീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഔട്ടർ മൈക്രോ സർവീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ ബുദ്ധിമുട്ടല്ല. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സെക്യൂരിറ്റി വൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
അപ്പൊ ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. നമ്മൾ ഓരോ മൊഡ്യൂൾസും കഴിയാവുന്നത്ര സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കി വെക്കുക. ഡിപ്ലോയ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ഇത് മാത്രമായിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ സർവീസും നമുക്ക് ഓരോ ലാംഗ്വേജിലോ ഓരോ എന്താ പറയാ ഓരോ ടൈപ്പ് ഡാറ്റാബേസിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ കോൺസെപ്റ്റ് നമ്മൾ മറ്റേ പറ്റില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾക്ക് സീക്വൽ പറ്റില്ല, അപ്പൊ നമുക്ക് നോ സീക്വൽ ആയിരിക്കും വരുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് ഇതിനകത്ത് വളരെ എന്താ പറയാ ഓർഗനൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇനി ബാക്കിയുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ കുറച്ച്. രണ്ട് ആർക്കിടെക്ചറിലും ജോലി ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള സ്ഥിതിക്ക് ഐ ക്യാൻ ആഡ് സം പോയിന്റ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ മോണോലിത്ത് ഈസ് എ വൺ ബിഗ് സിസ്റ്റം. അപ്പോൾ ജനറലി ഇറ്റ് യൂസസ് സിംഗിൾ ലാംഗ്വേജ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഇറ്റ് കുഡ് ബി ലൈക്ക് you can have multiple language, but you combine all of them into one big exe or whatever and install it. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഈസി. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഇൻസ്റ്റോൾ ബിക്കോസ് യു ജസ്റ്റ് നീഡ് ടു ഇൻസ്റ്റോൾ വൺ exe. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അഡീഷണൽ പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇത് തീരെ കോസ്റ്റ് എഫക്റ്റീവ് അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുക, ഒരു ആമസോൺ എടുത്തു എന്ന് വെച്ചു. ആമസോൺ എടുത്തു കഴിഞ്ഞ് ആമസോണിലെ 3 functions. Let's concentrate only on 3 functions. One is subscribing to Amazon, second is browse and buy something, and third is view your orders. ഇങ്ങനെ ഈ 3 ഫംഗ്ഷൻ ഉള്ളതിൽ ആമസോണിൻ്റെ മോസ്റ്റ് വാല്യുബിൾ ഫംഗ്ഷൻ ഈസ് ഏബിൾ ടു ബ്രൗസ് ആൻഡ് ഡൗൺലോഡ് തിങ്സ്, റൈറ്റ്? സോ ദാറ്റ് സർവീസ്, ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് വർക്ക് ഓൾ ദ ടൈം. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. മറ്റേതെല്ലാം പിന്നെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വെക്കുകയാണെങ്കിൽ, ഒരു മോണോലിത്ത് സിസ്റ്റത്തിലാണ് ആമസോൺ എങ്കിൽ ഈ ബൈ എന്നുള്ള ഫംഗ്ഷനെ സ്കെയിലബിൾ ആക്കാൻ വേണ്ടി വി ഹാവ് ടു കീപ് സ്കെയിലിംഗ് എവറിത്തിങ് എൽസ് ടുഗദർ. അതായത് ഒരു സാധനത്തിന് മാത്രം സ്കെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. വി ഇൻസ്റ്റോൾ ന്യൂ സെർവേഴ്സ്, വാട്ട് ആർ വി ഇൻസ്റ്റോളിങ്? വി ആർ ഇൻസ്റ്റോളിങ് ദ ഹോൾ amazon.exe ഓൺ ദ ന്യൂ സർവീസ്. അപ്പോൾ ഇത് കോസ്റ്റ് വൈസ് ഇറ്റ് ഈസ് വെരി ബാഡ് ഫോർ സ്കെയിലിംഗ്. പിന്നെ അതിൻ്റെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, നവനീത് ഓൾറെഡി പറഞ്ഞ പോലെ ടെസ്റ്റിംഗ് എഫേർട്ടിൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഫോൾട്ട് ടോളറൻസ് ഇസ് വെരി ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിൽ ഒരു ഓർഡർ ഹിസ്റ്ററി എന്നുള്ള സിസ്റ്റത്തിൽ ഒരു ഡെവലപ്പർ പുട്ട് എ ബാഡ് കോഡ് വിച്ച് ത്രൂ മെമ്മറി ഔട്ട് ഓഫ് എക്സെപ്ഷൻ അങ്ങനെ വല്ല ഇതും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് ഈ ഒരൊറ്റ സിംഗിൾ exe ആയതുകൊണ്ട് ഒരു മെമ്മറി ഔട്ട് ഓഫ് ബൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ ഹോൾ സർവീസ്. എല്ലാം ഡൗൺ ആവും. അത് വലിയ വേറൊരു ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ സോഫ്റ്റ്വെയർ ഹിസ്റ്റോറിക്കലി ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്കെയിലബിൾ ആയിരുന്നു എന്ന് വെച്ചാൽ സ്കെയിലബിൾ ആണ്. ഹൗ ഡു യു മേക്ക് ഇറ്റ് സ്കെയിലബിൾ? യു ആഡ് മോർ സെർവേഴ്സ് ആൻഡ് ദോസ് സെർവേഴ്സ് ഹാസ് ടു ബി ഹൈ എൻഡ്. അതിനനുസരിച്ച് കോസ്റ്റ് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്ലൗഡ് ഈ ക്ലൗഡ് വന്നതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ക്ലൗഡ് മോസ്റ്റ്ലി ബിക്കെയിം ദിസ് കണ്ടെയ്നർ ബേസ്ഡ് സർവീസസ് ആൻഡ് ദ ഹാർഡ്വെയർ ബിക്കെയിം സോ ചീപ്പ്. അപ്പോഴാണ് പീപ്പിൾ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഹൗ ഡു വി മേക്ക് യൂസ് ഓഫ് ക്ലൗഡ്, ഹൗ ഡു വി ഗെറ്റ് റിഡ് ഓഫ് ദിസ് മോണോലിത്ത് പ്രോബ്ലം ആൻഡ് ഗെറ്റ് ഇൻ ടു ക്ലൗഡ്. അതിൻ്റെ ഒരു ഡയറക്ഷൻ നവനീത് പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ ഒരു പയനിയർ. ബട്ട് ഐ ഫോളോ ഊബറാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ കേസ് സ്റ്റഡി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ എഞ്ചിനീയറിംഗ് ബ്ലോഗ്സ് ഇസ് എ മസ്റ്റ് റീഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും മൈക്രോ സർവീസിലോട്ട് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ആൻഡ് ചെക്ക് ദ എഞ്ചിനീയറിംഗ് ബ്ലോഗ് ഫ്രം ഊബർ. അപ്പോൾ മൈക്രോ സർവീസ് എന്താണെന്ന് ഓൾറെഡി ആൾക്കാർ പറഞ്ഞു. യു സ്പ്ലിറ്റ് ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷണൽ മൊഡ്യൂൾസ്. അത് ഓൾറെഡി മൊഡ്യൂൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ട്രഡീഷണലി സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ വാസ് ഓൾവേസ് മൊഡ്യൂൾ വൈസ്, റൈറ്റ്? മോണോലിത്ത് ആണെങ്കിലും എവറിബഡി ഡിവൈഡ്സ് ദെയർ സോഫ്റ്റ്വെയർ ഇൻ ടു മൊഡ്യൂൾസ്. പക്ഷേ ഇത്രയും നാൾ ദ കമ്മ്യൂണിക്കേഷൻ വാസ് ത്രൂ ഫങ്ഷണൽ കോൾസ് വിത്തിൻ ദ സെയിം ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ ജാവയെന്ന് ഒരു ഫങ്ഷൻ കോൾസ് അനദർ ഫങ്ഷൻ അങ്ങനെ. പക്ഷെ മൈക്രോ സർവീസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ യു സ്പ്ലിറ്റ് ദിസ് മൊഡ്യൂൾസ് ഇൻ ടു സെപ്പറേറ്റ്ലി ഡിപ്ലോയബിൾ തിങ്സ്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ I will split into 3 services. Service 1 is subscription service. Service 2 is browse and download or browse and buy. And service 3 is order. ഇതിനെ 3 സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇറ്റ് ബിക്കംസ് ടെക്നോളജി ഇൻഡിപെൻഡൻറ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ ടീമിൽ
ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആർ വെൽ വേഴ്സ്ഡ് വിത്ത് ഒരു ലാംഗ്വേജ് എങ്കിൽ ദേ ആർ ഫ്രീ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അറ്റ് ദ സെയിം ടൈം ചില യൂസ് കേസിന് സം ലാംഗ്വേജസ് ആർ മോർ പവർഫുൾ, അങ്ങനെ ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. അപ്പോൾ ഇത് ടെക്നോളജി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞു. സെക്കൻഡ്, ഇൻഡിപെൻഡൻ്റ്ലി ഡിപ്ലോയബിൾ ആൻഡ് സ്കെയിലബിൾ. അതിൻ്റെ രണ്ട് അഡ്വാൻറ്റേജസ്. വൺ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ വി വാണ്ടഡ് ദ ബ്രൗസിങ് ആൻഡ് ബൈയിങ് സർവീസ് ടു ബി സ്കെയിൽഡ് അപ്പ്. അതായത് അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ജസ്റ്റ് കീപ് സ്കെയിലിംഗ് ദാറ്റ് സർവീസ്. ആ സർവീസിന് മാത്രം വി കീപ്പ് ഓൺ ആഡിങ് മോർ സെർവേഴ്സ്. The other services which are not that important, we don't have to pay that much, we don't have to spend money there, we don't have to do a lot of R&D there. We concentrate on what is more valuable to us. This is an extension, this is an advantage that microservices provide. And third, എന്താ വെച്ചാൽ ഫോൾട്ട് ടോളറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു മെമ്മറി ഔട്ട് ബൗൺസ് വന്ന് ദ ഹോൾ സിസ്റ്റം ഗോസ് ഡൗൺ. ഇപ്പോൾ ഈ കേസിൽ നമ്മുടെ ഓർഡർ ഹിസ്റ്ററി സിസ്റ്റത്തിൽ ഒരാൾ ഒരു ബാഡ് കോഡ് എഴുതി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ആമസോൺ വെബ്സൈറ്റ് പോകുമ്പോൾ യു ക്യാൻ സ്റ്റിൽ സബ്സ്ക്രൈബ്, യു ക്യാൻ സ്റ്റിൽ ഡൗൺലോഡ് ഓർ ബൈ സ്റ്റഫ്, യു ക്യാൻ സ്റ്റിൽ ബ്രൗസ് സ്റ്റഫ്. ഓൺലി തിങ് ഈസ് പീപ്പിൾ വിൽ നോട്ട് ബി ഏബിൾ ടു സീ യുവർ ഹിസ്റ്ററി. അപ്പോൾ ദറ്റ് ഫോൾട്ട് ടോളറൻസ് ഇസ് ഹൈ ഓൺ മൈക്രോസർവീസ്. ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ മൈക്രോസർവീസ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ് ഓൾസോ. അതും ഓൾറെഡി പീപ്പിൾ കൈൻഡ് ഓഫ് വെൻ ത്രൂ. അത് ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹൗ ഡസ് ദീസ് തിങ്സ് കമ്മ്യൂണിക്കേറ്റ്? ബിക്കോസ് ദേ ആർ, ഈവൻ ദോ വി സേ ദാറ്റ് ഇത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്ലോക്കാണ് പറഞ്ഞാലും ദാറ്റ് ഈസ് നോട്ട് ട്രൂലി ഇൻഡിപെൻഡൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആമസോണിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഐ ഷുഡ് ബി എ സബ്സ്ക്രൈബർ. സോ ഈ സാധനം വാങ്ങിക്കുന്ന മൊഡ്യൂൾ ഹാസ് ടു ടോക്ക് ടു സബ്സ്ക്രിപ്ഷൻ മൊഡ്യൂൾ. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ഒരു ട്രഡീഷണൽ മോണോലിത്ത് സിസ്റ്റം ആണ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫംഗ്ഷൻ കോഡ് വിച്ച് ഈസ് സൂപ്പർ ഡ്യൂപ്പർ ഫാസ്റ്റ്. പക്ഷേ മൈക്രോ സർവീസിൽ ഇറ്റ് ഹാസ് ടു ബി a call from one service to another service, which means network is involved and something it slows down this thing, right? അപ്പോൾ അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് the landscapes comes into when you move into microservice. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ടിപ്പിക്കലി ദർ ആർ ടു വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ഒന്നിന് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, മറ്റേതിന് സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത് എന്താ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ വിൽ ഗോ ബാക്ക് ടു ദ സെയിം എക്സാമ്പിൾ. ഇപ്പം ഞാൻ ആമസോണിൽ ബ്രൗസ് ചെയ്ത് ഒരു സാധനം വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഐ ഷുഡ് ബി എ സബ്സ്ക്രൈബർ. അപ്പോൾ ഈ വാങ്ങിക്കുന്നതിന് മുന്നേ ഐ ഹാവ് ടു നോ ഇൻ റിയൽ ടൈം വെദർ ഐ എം എ സബ്സ്ക്രൈബർ ഓർ നോട്ട്. So the buying module has to call something, has to communicate with the subscription module to check my subscription status. ഇത് റിയൽ ടൈമിൽ നടക്കേണ്ട സംഭവമാണ്. this cannot be done in a non real time, right? കാരണം ബൈ ചെയ്യുന്നതിന് മുന്നേ this has to be checked. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ഈസ് ത്രൂ APIs, application interfaces. അത് there are different protocols and there is advantage of one over the other. I don't want to go into details of that. പക്ഷേ അങ്ങനെയാണ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് ഒരു സെർവർ എക്സ്പോസസ് ഇന്റർഫേസ്, ദ അതർ one service exposes an interface and the other you make use of it to get the information. That is the real time communication. Now there is another type of communication that's involved in microservices. It's called as asynchronous communication. ഇതെന്താണെന്ന് വെച്ചാൽ again going back to the same example. ഇപ്പം ഞാനൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓർഡർ ഹിസ്റ്ററി പോകുമ്പോൾ I don't have to see it immediately there. It is okay if it shows up after 5 seconds or maybe 10 seconds. It's okay. അതായത് ബൈയിങ് മൊഡ്യൂളിന് doesn't have to update that information to the other service, my history service, in the real time. It can be done in an asynchronous way. അതായത് ഒരു റിയൽ ടൈം അല്ലാത്ത പ്രോസസ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി മൈക്രോ സർവീസസ് മേക്സ് യൂസ് ഓഫ് എ ടെക്നോളജി കോൾഡ് ആസ് മെസ്സേജ് ബസ്. അത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ സർവീസ് വിൽ സെൻഡ് എ മെസ്സേജ് ടു ദ message bus. Message bus is like a train. You can say a train, okay? So I will just put a message on a train and I don't care what happened to that message. I just put that message on the train and then this train just takes it to different stops. These stops എന്ന് വെച്ചാൽ different other services. അതായത് ഈ ട്രെയിനിൽ ഇൻട്രസ്റ്റഡ് ആയ ഒരു സർവീസാണ് മൈ ഓർഡർ ഹിസ്റ്ററി. അപ്പോൾ this train will take that message to the order history at its own pace. And order history will receive that message and it will update its UI. That is how the asynchronous ഇത് നടക്കുന്നത്. ഇതാണ്
two types of communication in a microservice architecture. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ sure. ലൈക്ക് ഈ ഒരു എന്താ പറയുക, ഈ റെസ്റ്റ്ഫുൾ APIയും ഈ മൈക്രോ സർവീസസും തമ്മിലുള്ള ലൈക്ക് മേജർ ഡിഫറൻസ് എന്താ? I can go into that after some time because API എന്ന് ഞാൻ പറഞ്ഞ ഇതിലാണ് RESTful and others comes into that thing. രണ്ടിന്റെയും വർക്കിംഗ് മോഡൽ ഏകദേശം സെയിം ആണോ? റെസ്റ്റ്ഫുൾ APIയും ലൈക്ക് the microservices uses APIs. It can be RESTful or something else. Okay, so RESTful is just one type of API that microservices uses. It doesn't have to be RESTful. It can use any type of APIs, and there are specific use cases. When should you use RESTful or when should you use something else? I can talk about it right now if you want, or I can talk about it later. Yeah, it would be good if you can give some, like, at least Okay. some insight on. So yeah, I'll do that. So as I said, first communication, real-time communication API വെച്ചാണ് നടക്കേണ്ടത്. അപ്പോൾ API വെച്ച് നടക്കുമ്പോൾ API ബേസിക്കലി ഒരാളൊരു സാധനം എക്സ്പോസ് ചെയ്യുന്നു, മറ്റേ ആൾ കോൾസ് ദാറ്റ് ആൻഡ് ഗെറ്റ്സ് ദ മെസ്സേജ് ബാക്ക് ആൻഡ് ദേ ഇൻ്റർപ്രറ്റ് ദിസ് മെസ്സേജ്. അങ്ങനെ ഈ API ഡെവലപ്പ് ചെയ്യാൻ ട്രഡീഷണലി ഒത്തിരി, ഇഫ് യു ഗോ ബാക്ക് ലൈക്ക് മേ ബി 5 or 10 years, സോപ്പ് വാസ് ദ നമ്പർ വൺ. ബട്ട് സോപ്പ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. ഓക്കെ, സോപ്പിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇറ്റ് വാസ് വെരി ഹെവി വെയ്റ്റ്. I think it's still used heavily in telecommunication domain. But moving forward, most of the things are on web and this thing. So HTTP protocol വെച്ച് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയ പലതും, അങ്ങനെ പല നോർമൽ HTTP APIs ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് വാട്ട് പിക്ഡ് അപ്പ് ദ മോസ്റ്റ് ഇസ് റെസ്റ്റ്. സോ റെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ പ്രോട്ടോകോൾ, ഇറ്റ് ഈസ് it's kind of, what do I say, it's a framework or it's a set of guidelines on how you should implement your interfaces എന്ന് പറയുന്നത് ഇതാണ് റെസ്റ്റ്. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ്റർഫേസസ് ഇൻ ടുഡേയ്സ് വേൾഡ് ഈസ് റെസ്റ്റ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് നീഡ്സ് ടു മേക്ക് ദ കോൾ ഫ്രം UI. So the easiest way for a browser to request is through HTTP protocol, and REST is much more easy to manipulate and see the response and all, because REST അല്ലെങ്കിൽ ഈ റെസ്റ്റ്ഫുൾ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് പാത്ത് ബേസ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഞാനൊരു സബ്സ്ക്രൈബ് API ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ദ API വിൽ ലുക്ക് ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് പറയുന്നതിലോട്ട് പോസ്റ്റ് ചെയ്താൽ ഇറ്റ് ആഡ്സ് മീ ആസ് എ സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബ് എന്നുള്ളതിലോട്ട് HTTP ഗെറ്റ് മെത്തേഡ് ചെയ്താൽ ഇറ്റ് ഗിവ്സ് മീ ദിസ്. അങ്ങനെ ഇറ്റ്സ് എ ലോങ് ടോപ്പിക്, ബട്ട് ബേസിക്കലി റെസ്റ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ തിങ്. പക്ഷേ മൈക്രോ സർവീസസ് റെസ്റ്റ് ആണ് ഓൾവേസ് യൂസ് ചെയ്യുന്നത്? അല്ല. കാര്യം എന്താ വെച്ചാൽ റെസ്റ്റ് ഈസ് ഓൺ HTTP 1.1 ആൻഡ് റെസ്റ്റിൽ യൂസ് ചെയ്യുന്ന മെസ്സേജിങ്, ദ മോസ്റ്റ് പോപ്പുലർ മെസ്സേജിങ് ഫോർമാറ്റ് ഈസ് JSON. JSON എന്ന് വെച്ചാൽ ഒരു വിഷ്വലി കാണാൻ പറ്റുന്ന ഒരു കീ വാല്യൂ പെയർ വെച്ചാണ് എല്ലാ മെസ്സേജസും ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് റെസ്റ്റ് ഈസ് നോട്ട് വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഓഫ് ട്രാൻസ്ഫറിങ് മെസ്സേജസ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പോൾ നമ്മുടെ ബൈയിങ് മൊഡ്യൂൾ ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സബ്സ്ക്രിപ്ഷൻ മൊഡ്യൂൾ, വിച്ച് ഈസ് പ്യുവർലി ടോക്കിംഗ് ബിറ്റ്വീൻ ടു സിസ്റ്റം. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ദ ബ്രൗസർ ഹാസ് ടു നോ. അങ്ങനെ ഇൻറ്റേർണലി ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പിക്ക് ചെയ്യേണ്ടത് ഒരു മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ്. അതായത് മോർ ഫാസ്റ്റർ, അങ്ങനെ അതിനും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഓപ്ഷൻ റൈറ്റ് നൗ യൂസ്ഡ് ബൈ ലോട്ട് ഓഫ് ടെക് കമ്പനീസ് ഇസ് gRPC. RPC എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയുണ്ടാവും. ഈ റെസ്റ്റ് ഒരു റിസോഴ്സ് ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് URL / എന്നിട്ടുള്ള ഒരു പരിപാടിയാണ് റെസ്റ്റ്. പക്ഷേ RPC എന്ന് വെച്ചാൽ റിമോട്ട് പ്രൊസീജിയർ കോൾ. അതായത് ഒരു ടെക്നിക്കലി യു ആർ കോളിങ് എ മെത്തേഡ് ഓൺ എ റിമോട്ട് സെർവർ. അതാണിത്. ഇതിൻ്റെ ഒരു റാപ്പർ ഗൂഗിൾ പ്രൊവൈഡഡ്, ദാറ്റ് ഈസ് വാട്ട് gRPC ഈസ്. അതായത് ഗൂഗിളിന് ഈ പ്രശ്നങ്ങളൊക്കെ ബാക്കിയുള്ള കമ്പനികളെല്ലാം 10-15 ഇയേഴ്സ് കഴിഞ്ഞ് കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഗൂഗിൾ ഹാസ് സീൻ ഇറ്റ് മച്ച് മോർ ഏർലിയർ. കാരണം ഗൂഗിളാണ് വൺ ഓഫ് ദ മോസ്റ്റ് ലാർജസ്റ്റ് സിസ്റ്റം ഇൻ ദിസ് ഹോൾ വേൾഡ്. ഇപ്പോൾ നമ്മൾ K8 ഒക്കെ കാണുന്നത് ഈസ് എ സൊല്യൂഷൻ ഫ്രം ഗൂഗിൾ which they developed for their system to sync up or deploy and all, right? അപ്പോൾ ഗൂഗിൾ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ് gRPC. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ
The messages travel in a different format which is called as protobuf. ഇതൊക്കെ ടെക്നിക്കലി ഡീപ്പാണ് ആൻഡ് ഇറ്റ് ഈസ് it's much more efficient than a message traveling over HTTP 1.1 because gRPC uses HTTP 2.0, and technically comparing these results, people have found that gRPC is 7 times faster than REST. So having said that, ഇപ്പോൾ നമ്മളൊരു മൈക്രോ സർവീസിൽ API എടുക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മൈക്രോ സർവീസ് ഇസ് പ്യുവർലി gRPC, ബട്ട് ടെക്നിക്കലി ഒരു നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ദ യൂസ് കേസ്. What I would prefer is if the communication is from one system to another system or one module to another system, try to do it through gRPC. But if the communication is from a system to a user interface, try to use REST. കാരണം REST is much more easier for anybody to develop on or anybody to use or visualize. അതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാതെ മൈക്രോ സർവീസസ് ഇസ് നോട്ട് ടൈഡ് ടു an API, but these are the two common approaches we take. Does that answer your question? Yeah. That's not the help. ഹലോ. ഓക്കെ, സോ എല്ലാവരും ഇപ്പോൾ മൈക്രോ സർവീസസിനെ കുറിച്ചും മോണോലിത്തിക് സർവീസിനെ കുറിച്ചൊക്കെ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തു. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഇതൊരു ജനറൽ ഹിസ്റ്ററി പറഞ്ഞുതരാം അതിൻ്റെ. അതായത് ആദ്യ കാലങ്ങളിൽ ഈ അമേരിക്കയിലൊരു സംഭവമുണ്ട്, എന്താണ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ. താങ്ക്സ് ഗിവിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് നവംബറിലെങ്ങാനോ. അപ്പോൾ നവംബറിൽ നടക്കുന്ന താങ്ക്സ് ഗിവിംഗ് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ സെയിൽസാണ്. അതായത് ആ പീരീഡിലാണ് അവരെല്ലാവരും ഫാമിലീസിനും മെമ്പേഴ്സിനും എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങി ഷെയർ ചെയ്യുന്നൊരു പരിപാടിയാണ് അത്. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങി ഷെയർ ചെയ്യുന്നതിൻ്റെ ഇത് ആദ്യകാലങ്ങളിൽ അതൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നെങ്കിൽ പിന്നീട് വന്ന ജനറേഷനിൽ അതൊരു ഓൺലൈൻ ഫെസ്റ്റിവലായി മാറാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആമസോൺ തൊട്ട് വലിയ വലിയ കമ്പനീസ്, ആമസോൺ മാത്രമല്ല, ഇപ്പോൾ ബാങ്കിങ്, ഇപ്പോൾ എന്തുകൊണ്ടാ വെച്ചാൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ മണി ട്രാൻസാക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ട്രാൻസാക്ഷനും വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് എൻവയറമെൻറ്റിൽ വളരെ കൂടുതലായിട്ടുള്ള ട്രാഫിക് വരാൻ തുടങ്ങി. സോ അതാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. എല്ലാവരും ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്. പെട്ടെന്നുള്ളൊരു ഹൈ ട്രാഫിക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. പിന്നെ അതിനുശേഷം ഇതിന് അനുബന്ധമായിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മൈക്രോ സർവീസിന് പോകുന്നതിന് പോലെ തന്നെ നമ്മൾ വെബ് ടെക്നോളജിയിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ സിംഗിൾ പേജ്, ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പോകുന്ന വെബ് പേജുകളല്ല ഇപ്പോൾ നിറയെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി. അതിൽ തന്നെ സിംഗിൾ പേജിൽ കമ്പണൻറ്റ് വൈസ് ബിൽഡ് ചെയ്യാനുള്ള ടെക്നോളജി വെബിൽ വന്നു തുടങ്ങി. അതൊന്ന്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഓതൻറ്റിക്കേഷൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്കിലെ ട്രാൻസാക്ഷൻ, ഇതിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ നമ്മളൊരു ട്രാൻസാക്ഷൻ തുടങ്ങുക വെച്ചാൽ ആ സെർവറുമായിട്ട് ഒരു സെക്യൂർഡ് ഒരു ലൈൻ ഇൻബിൽഡ് ചെയ്തിട്ട് അത് അതിലൂടെയാണ് സെക്യൂറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട്. ഇൻ്റർനെറ്റ് ഒന്നും ഫെയിലായി കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റ് ആകും, വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും, അത് മൊത്തം ട്രാൻസാക്ഷൻ പോകുന്നത് വരും. പക്ഷേ ഇപ്പോൾ ഓഫ്ലൈൻ ഓതൻറ്റിക്കേഷൻ, അതായത് ഓതൻറ്റിക്കേഷൻ ടോക്കൺസ് വെച്ചിട്ടുള്ള ടെക്നിക്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഇൻ്റർനെറ്റ് കട്ടായിട്ട് പിന്നെ ഇതാകുമ്പോഴും നിങ്ങളുടെ സെഷൻ പോയിട്ടില്ല, വീണ്ടും അത് എവിടെ നിന്നാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഇതെന്താ വെച്ചാൽ ഓതൻറ്റിക്കേഷൻ വളരെ ഇത് മാറി. അതായത് ഓഫ്ലൈൻ ഓതൻറ്റിക്കേഷൻ, അതായത് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഉടനെ നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഓതൻറ്റിക്കേഷൻ ടോക്കൺ നമ്മുടെ ബ്രൗസറിലേക്ക് അയക്കും. ആ ടോക്കൺ ബ്രൗസർ വാലിഡ് ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഓതൻറ്റിക്കേഷൻ നടക്കും. സോ അങ്ങനത്തെ ടെക്നോളജിക്കലായിട്ടുള്ള ഇത് വെബിലും വന്നു. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കേസിലാണ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ മൈക്രോ സർവീസിലോട്ട് പോയത്. പിന്നെ ആസ് യൂഷ്വൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഏർലി അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ന്യൂ ടെക് കമ്പനീസ് ആയിരുന്നു, ഊബർ പോലെ, നെറ്റ്ഫ്ലിക്സ് പോലെ. കാരണം അവരുടേത്. പിന്നെ ഇതിനെല്ലാം ആക്കം കൂട്ടിയ വേറൊരു ടെക്നോളജി കൂടി ഉണ്ട്, CDN എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. CDN അതായത് CDN നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ നെറ്റ്ഫ്ലിക്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ CDN. നമ്മൾ കോൾ ചെയ്യുന്ന സർവീസ് നേരിട്ട് ചിലപ്പോൾ സെർവറിൽ പോലും എത്തൂല, അടുത്ത എഡ്ജ് പോയിന്റിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കണ്ടന്റ് എടുത്തുകൊണ്ട് വരും നെറ്റ്ഫ്ലിക്സ്. അതുകൊണ്ടാണ് നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ട്രീമിംഗ് ഒക്കെ. സോ അത്രയും പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഗ്രാജ്വലി ടെക്നോളജിയുടെ വളർച്ച. ഈ വെബ് ടെക്നോളജീസ്, അതുപോലെ ഓതൻറ്റിക്കേഷൻ മെക്കാനിസം, അതേപോലെ CDN പോലെ ഇതിന്
അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ നമ്മുടെ ലാംഗ്വേജസും കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. അതായത് ഏർലിയർ സ്റ്റേജിലെ പോലെ നമ്മൾ ഒരു സിംഗിൾ മോണോലിത്തിക് ജാർ ഫയൽ പോലെ എഴുതുന്നതിന് പകരം ഇപ്പോഴത്തെ ന്യൂ ഏജ് ലാംഗ്വേജ്, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോലാങ് പോലുള്ള ലാംഗ്വേജിൽ ക്ലാസ് തന്നെ ഇല്ല. ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവം ആ ലാംഗ്വേജിലില്ല. എന്നിട്ടും വളരെ പവർഫുള്ളായിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കതിൽ എഴുതാൻ പറ്റും. ക്ലാസ് ഇല്ല അതിൽ. സോ അങ്ങനത്തെ കുറേ ലാംഗ്വേജസിലുള്ള ചേഞ്ചസും വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഈ മൈക്രോ സർവീസിനെ ആക്കം കൂട്ടിയത്. പിന്നെ ഇനി ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ മൈക്രോ സർവീസ്. അത് ഇച്ചിരി ടഫ് ആയിരിക്കുകയാണെങ്കിലും അതിൽ പോകുന്നത്, കാരണം അതാണ് അതിൻ്റെ ഫ്യൂച്ചർ. കാരണം നമ്മൾക്ക് ഒരിക്കലും ഇതിൻ്റെ പ്രഡിക്ഷൻ അതൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് വളരെ ഹൈ ട്രാഫിക് ആയിരിക്കും, ചില സമയത്ത് ട്രാഫിക് കുറവായിരിക്കും. അപ്പോൾ മോണോലിത്തിക് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു 500 യൂസറിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു 1000-2000 ഇതിൻ്റെ ഇത് കണ്ടുവച്ചിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ മണി വൈസ് നോക്കുമ്പോഴാണെങ്കിൽ ഇച്ചിരി ട്രബിൾ എടുത്താലും മൈക്രോ സർവീസ് ആർക്കിടെക്ചറിലേക്ക് പോകാൻ തന്നെയാണ് എൻ്റെ സജഷൻ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റഡീസോ റീഡിങ്സോ ഒക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെങ്കിൽ മാർട്ടിൻ ഫൗളർ എന്ന് പറഞ്ഞൊരു ടോക്കർ ഉണ്ട്. അങ്ങനെ 2-3 പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ആ മാർട്ടിൻ ഫൗളറിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഗോ ടു പറഞ്ഞ കൺവെൻഷനിൽ അതിൽ മൈക്രോ സർവീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഫോളോ ചെയ്യുന്നത് അങ്കിൾ ബോബ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അങ്കിൾ ബോബിൻ്റെ ക്ലീൻ കോഡ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഏതൊരു ഡെവലപ്പേഴ്സും ഈ 2 പേരെ ശരിക്കും ഫോളോ ചെയ്ത് അവർ സിമ്പിൾ ആൻഡ് നോർമൽ ടെക്നിക്സ് ആണ്. പക്ഷേ ആ ക്ലീൻ കോഡ്, ക്ലീൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് അങ്കിൾ ബോബിൻ്റെ ടോക്സ് ഉണ്ട്. ഇനീഷ്യലായിട്ട് ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്ന എല്ലാവരും അത് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ദാറ്റ്സ് ഫ്രം മൈ സൈഡ്. താങ്ക് യു. പിന്നെ റെസ്റ്റും GRPCയും തമ്മിലുള്ള എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് GRPC ആക്ച്വലി 2 വേ. അതായത് ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു റിക്വസ്റ്റർ ഉണ്ടാവും, സെർവറിന് റിക്വസ്റ്റ് ചെയ്യാൻ റെസ്പോൺസ് വാങ്ങാനേ പറ്റുള്ളൂ. പക്ഷേ സെർവറിന് ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സിംഗിൾ വേ ആണ് റെസ്റ്റ് നടക്കുന്നത്. പക്ഷേ GRPC അങ്ങനെയല്ല. 2 സിസ്റ്റം തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റിക്വസ്റ്റ് റെസ്പോൺസ് നടത്താമെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. ഹലോ, ഞാൻ ഒരു ഡൗട്ട് ചെയ്യട്ടെ. ലൈക്ക് ഒരു മിനിറ്റ്, അതിന് മുന്നേ ഞാൻ ജസ്റ്റ് GRPC ക്ലാരിഫൈ ചെയ്യാം. ആരോ പറഞ്ഞു ഇറ്റ്സ് ഫോർ 2 വേ കമ്മ്യൂണിക്കേഷൻ. ബേസിക്കലി പറഞ്ഞു വെച്ചാൽ GRPC സ്റ്റാൻഡ് ഫോർ ഗൂഗിളിന്റെ റിമോട്ട് പ്രൊസീജിയർ കോൾ. അതായത് പ്രോട്ടോബഫ് വെച്ചിട്ടുള്ള ഒരു റിമോട്ട് പ്രൊസീജിയർ കോൾ ഇംപ്ലിമെന്റേഷൻ ആണ്. ഗൂഗിളിന്റെ പ്രോട്ടോബഫ് എന്നൊരു ഓബ്ജക്റ്റ് ബേസിക്കലി നമ്മൾ ഏതൊരു ഓബ്ജക്റ്റും എന്താ പറയുക ഒരു കംപ്രസ്ഡ് ഫോമിലേക്ക് നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കിയിരുന്നു. അതാണ് പ്രോട്ടോബഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി. അത് വെച്ചിട്ടുള്ള ഒരു റിമോട്ട് പ്രൊസീജിയർ എക്സിക്യൂഷൻ മെത്തേഡ് മാത്രമാണ് GRPC. പക്ഷേ റെസ്റ്റിനെക്കാട്ടിലും കൂടുതൽ അത് പെർഫോമൻസ് തരുന്നുണ്ട്. കാരണം ഡാറ്റ ഓൾറെഡി കംപ്രസ്ഡ് ആണ്. അത് ബേസിക്കലി നമ്മളൊരു മെത്തേഡ് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് നമ്മൾ ക്ലയന്റിലേക്ക് എടുക്കാൻ മാത്രമേ ചെയ്യുന്നത്. അതൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ ഒരു പുഷ് പുൾ മെത്തേഡ്, ഒരു വെബ് സോക്കറ്റ് പോലത്തെ ഒരു മെത്തേഡ് അല്ല GRPC. അത് ഫോർ എക്സാമ്പിൾ ഗോലാങ് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. GRPC ഭയങ്കരമായിട്ട് അവിടെ നേറ്റീവ് തന്നെ സപ്പോർട്ട് ചെയ്യും. GRPC സപ്പോർട്ടഡ് ബൈ ഓൾമോസ്റ്റ് ഓൾ ദി ലാംഗ്വേജസ്. പക്ഷെ GRPC നേറ്റീവ് തന്നെ, കാരണം ഗോ എന്ന ലാംഗ്വേജ് തന്നെ ഗൂഗിളിൻ്റെ ആയത് കാരണം അവർ സപ്പോർട്ട് ചെയ്യും. അതാണ് ബേസിക് ആയിട്ട് റെസ്റ്റ് എന്ന് വെച്ചാൽ നോർമൽ എന്താ പറയുക നമ്മുടെ വെബ് സർവീസ് കോൾസ് തന്നെയാണ്. ഒരു റെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോട്ടോകോൾ അല്ല, ഒരു സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ എങ്ങനെ ഒരു API റൈറ്റ് ചെയ്യണം, അതായത് എവിടെ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യണം, നമ്മുടെ കൊറി പാരാമീറ്റർ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ പുട്ട് മെത്തഡ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. GRPC എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രോട്ടോകോൾ മെക്കാനിസം. കണ്ടിന്യൂ ചെയ്തോളൂ. ഇത് ആക്ച്വലി നമ്മൾ GRPC കമ്പയർ ചെയ്യേണ്ടത് ചിലപ്പോൾ HTTPയോടെ ആയിരിക്കും റെസ്റ്റിനേക്കാൾ കൂടുതൽ. റെസ്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും പ്രോട്ടോകോൾ ശരിക്കും പറഞ്ഞാൽ GRPCയും HTTPയും ശരിക്കും പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് പ്രോട്ടോകോൾ അല്ല. GRPC runs on HTTP 2.0. REST can run on HTTP 2.0, but it right now runs on 1.1 mostly. So both of them uses the same HTTP under the hood. But the difference is, as Shiju said, the way the messages are compressed is different. Protobuf is much more efficient than the JSON or the other format that the REST standards use. Because of that, GRPC is much more faster.
but the underlying protocol is HTTP based. ഓക്കെ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ലൈക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ നമ്മളുടെ ഇപ്പൊ ഈ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി ലൈക്ക് വെബ് ആർ ടി സി അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ വീഡിയോ സ്ട്രീമിംഗ് അല്ല, ഇപ്പൊ നമ്മളുടെ സൂം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഈ ക്ലബ് ഹൗസ് പോലുള്ളത്. അപ്പൊ ഇത് ശരിക്കും ഏറ്റവും നല്ലത് ലൈക്ക് ഇത്, അതായത് ഇപ്പൊ ഈ മൈക്രോ സർവീസസ് തന്നെയാണോ, അതല്ല ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേറെ ഏതെങ്കിലും ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നുണ്ടോ? മൈക്രോ സർവീസ് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഇതിൽ 2 ഫേസ് ഉണ്ട്. ഞാൻ മുമ്പ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ പുതിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മൈക്രോ സർവീസ് ആർക്കിടെക്ചറിലേക്ക് മാറ്റാൻ തുടങ്ങി. പക്ഷേ ചില സമയത്ത് ഒരു സ്റ്റാർട്ടപ്പ്, എസ്പെഷ്യലി നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന സമയത്ത് പല കമ്പനികൾക്കും എന്താ പറയുക, ഒരു മൈക്രോ സർവീസ് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇനിഷ്യലി പോസിബിൾ ആയിരിക്കത്തില്ല. ഒന്ന്, കുറച്ചുകൂടെ എക്സ്പെൻസസ് കാണും. ഓപ്പറേഷണൽ എക്സ്പെൻസസ് കുറവാണെന്നുണ്ടെങ്കിലും ഇനിഷ്യൽ എക്സ്പെൻസസ് കൂടുതലായിരിക്കും. പിന്നെ ഡെവലപ്പർ എക്സ്പെൻസസും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇത് വരും, മൈക്രോ സർവീസ് ചെയ്യും, പിന്നെ അപ്പോഴത്തേക്ക് എന്താ പറയുക, ഇതൊരു കണ്ടക്ടറൈസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നു. ഇതൊക്കെ ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു പുതുതായിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പിന് ഇനിഷ്യലി എത്രത്തോളം, ഞാനത് ഒരു ബ്ലോഗിൽ വായിച്ചിരുന്നതാണ്, ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക് എത്രത്തോളം ഫീസിബിൾ ആണ് ഇനിഷ്യലി അത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഒരു ടൈമിൽ നിങ്ങളത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ എന്താ പറയുക, മൈക്രോ സർവീസസ് യൂസ് ചെയ്യാതെ ഒരു മോണോലിത്തായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനി ഇപ്പോൾ മൈക്രോ സർവീസ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. ഒരു സ്ട്രാഗ്ലർ പാറ്റേൺ വെച്ച് മൈക്രോ സർവീസ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. ആ ഒരു പ്രൊജക്റ്റിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊരു ഡെഫിനറ്റ് ആൻസർ. ഇനിഷ്യലി ഒരു പ്രോട്ടോടൈപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ആപ്ലിക്കേഷനായിട്ട് ചെയ്യുന്നതായിരിക്കും സ്റ്റിൽ ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത് ഫിനാൻഷ്യൽ റീസൺസ് കൊണ്ടാണ്. ടെക്നിക്കലി ഒബ്വിയസ്ലി മൈക്രോ സർവീസ് ആയിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. നിങ്ങളൊരു ടീം ഓഫ് സ്ട്രോങ് ടെക്നിക്കൽ പീപ്പിളാണ്, നിങ്ങൾക്കത് ആ ഒരു ഓപ്പറേഷൻ കോസ്റ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മൈക്രോ സർവീസ് ആർക്കിടെക്ചറിലാണ്. പക്ഷേ അതിൻ്റെ കുറേ യൂസസും കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ ഏതൊരു കേസിലാണ് ഓവർ മൈക്രോ സർവീസ് മോണോലിത്തിക് ഏത് സമയത്ത് നമ്മൾ യൂസ് ചെയ്യുക? ഈ കോസ്റ്റ് എഫിഷ്യൻറ്റ് പറഞ്ഞു, അല്ലാതെ വേറെ ഏതെങ്കിലും യൂസ് കേസിൽ നമ്മൾ മോണോലിത്തിക് പ്രിഫർ ചെയ്യാറുണ്ടോ? അതിൽ ഓക്കെ, മൈക്രോ സർവീസ് ഈസ് ന്യൂ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഫിറ്റ് എവറിബഡി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ബാക്ക് ടു ഊബറിൻ്റെ ഹിസ്റ്ററി. സോ ഊബർ ഒരു മോണോലിത്തിക്കായി തുടങ്ങിയിട്ട് ഇൻ 2015, ഐ തിങ്ക് 2015 16 ആണ് ദേ ഡിസൈഡഡ് ടു മൂവ് ടു മൈക്രോ സർവീസ്. അവർ ആ ഡിസിഷൻ എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ദേ പുട്ട് ഔട്ട് ദിസ് തിങ്, ഒരു ബ്ലോഗ് വിച്ച് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ ഫോർ മീ. കാരണം ഊബർ എന്ന് പറയുന്ന സിസ്റ്റം ഇവർ മൈക്രോ സർവീസ് ആക്കാൻ തീരുമാനിച്ചു. 1 വർഷത്തിൻ്റെ ഉള്ളിൽ ദേ ക്രിയേറ്റഡ് 600 മൈക്രോ സർവീസസ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് 5 API ഒരു സർവീസിനുണ്ടെങ്കിൽ ദേ ഹാവ് നൗ 3000 APIs which uses probably 10 or 15 languages, which has to be maintained by developers who have no idea about what other API exist in the company. So they found it very difficult to manage. ഇത് അവർ മൈക്രോ സർവീസിലോട്ട് പോയി, ബട്ട് ദേ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ്. ഒരു വലിയൊരു പ്രശ്നത്തിലാണ് അവർ ചെന്നപ്പെട്ടത്. ബട്ട് ദേ കെയിം അപ്പ് വിത്ത് സൊല്യൂഷൻസ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രോഡക്റ്റ്. ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ടു സ്മോൾ, probably you should never consider microservices. But if the product is the future outlook is probably you want to deploy it on a cloud scalable way and all, you should definitely consider microservices. And ഇപ്പോൾ മോണോലിത്ത് തുടങ്ങിയത് കൊണ്ട് യു ആർ നോട്ട് ടൈഡ് ടു ഇറ്റ്. ഐ ഹാവ് എ വെരി വെരി ഡീറ്റെയിൽഡ് കേസ് സ്റ്റഡി, ഞങ്ങൾ എങ്ങനെ വി വെൻ ഫ്രം മോണോലിത്ത് ടു മൈക്രോ സർവീസ്. ഐ ക്യാൻ ഗോ ഓൺ ദാറ്റ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് അനദർ 10-15 minutes. പക്ഷേ if people are interested, I can go with that. But in general, there is no hard and fast rule. The best way would be, read through internet, because there are so many case studies out there. ഏത് ടൈപ്പിൽ ഏത് കമ്പനിക്ക് it did not fit well and what they had to go through. Okay, so that's my comment on that.
നിസാം, ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളാണ് ജോണാണ് പറഞ്ഞത് എനിക്കറിയില്ല, അതായത് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിരുന്നാണ് ഒരു മോണോലിത്തിക് ആർക്കിടെക്ചർ മൈക്രോ സർവീസിലോട്ട് മൈഗ്രേറ്റ് അതെ. ചെയ്ത എക്സ്പീരിയൻസ്. ഓക്കെ ഫൈൻ. അതിൽ നിങ്ങൾ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഫേസ് ചെയ്തത്? കോമൺ ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസാണ് വരുന്നത്? ഒന്നൊന്ന് ബ്രീഫ് ചെയ്യാം. Okay, I can go and it's going to take time. So, first of all, ഞങ്ങൾ probably 2 years back, എൻ്റെ കമ്പനി വാസ് എ ഓൺ പ്രിമിസ് സോഫ്റ്റ്വെയർ പ്രൊവൈഡർ. അതായത് ഇപ്പോൾ നമ്മുടെ customers were enterprises, so we go install the thing there and they are happy to use. പക്ഷേ നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ഓഫ് യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി ക്ലൗഡിലോട്ട് പോകാൻ തീരുമാനിച്ചത്. ക്ലൗഡിലോട്ട് പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി വാങ്ങുന്നതിനേക്കാളും കൂടുതൽ കസ്റ്റമേഴ്സ് ചീപ്പറായിട്ട് വി ക്യാൻ റീച്ച്. ഇറ്റ്സ് എ അനലിറ്റിക്സ് കമ്പനി, അനലിറ്റിക്സ് വിഷ്വലൈസേഷൻ കമ്പനി, സോ വി കുഡ് റീച്ച് സ്മോൾ ബിസിനസ്സസ് ത്രൂ ക്ലൗഡ്. അങ്ങനെയായിരുന്നു അതിൻ്റെ ബേസിക് ഞങ്ങളുടെ മോട്ടിവേഷൻ അതായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് മോസ്റ്റ്ലി റിട്ടൺ ഇൻ ജാവ ആൻഡ് ദെൻ ദർ ഇസ് സം പാർട്ട് ഓഫ് പൈത്തൺ, സം പാർട്ട് ഓഫ് C++, ആൻഡ് പോസ്റ്റ്ഗ്രസ് ആസ് എ ഡാറ്റാബേസ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ദ ബിൽഡ് ടേക്സ് 30 minutes. അതായത് തിങ്ക് അബൌട്ട് ദിസ്, ഒരു ഡെവലപ്പർ ആണെങ്കിൽ യു വാണ്ട് ടു പുൾ ദ ന്യൂ കോഡ് ആൻഡ് ക്രിയേറ്റ് യുവർ EXE or whatever ഇൻസ്റ്റാളബിൾ, ഇറ്റ് ടേക്സ് 30 minutes. ദാറ്റ്സ് ഹെൽ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് വി ആർ ഷുവർ ദാറ്റ് വി വാണ്ട് ടു ഗോ ടു ക്ലൗഡ്. പക്ഷേ ക്ലൗഡിലോട്ട് വി വാണ്ട് ടു ഗോ ടു മൈക്രോ സർവീസസ്. ദാറ്റ് ഈസ് എ സൊല്യൂഷൻ. അപ്പോൾ there are two approaches you can take. You stop all the development. You decide, okay, we are going to split our monolith into microservice right now. In the next 2 years, there won't be new feature coming out of us. We are just going to do this and push a version. അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, യു ആർ കോമ്പീറ്റിംഗ് വിത്ത് സംബഡി എൽസ്. നിങ്ങൾ 2 വർഷം യു ആർ സ്റ്റാഗ്നേറ്റിംഗ് യുവർ കമ്പനി, യു ആർ സ്റ്റാഗ്നേറ്റിംഗ് യുവർ പ്രോഡക്റ്റ്. സോ ഐ വുഡ് നെവർ റെക്കമെൻഡ് എ വേ വെയർ ഇൻ യു ഡിസൈഡ് ടു സ്പ്ലിറ്റ് യുവർ monolith into microservice and take that as a goal. So that does not work. And അങ്ങനത്തെ അപ്രോച്ചിൻ്റെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, യുവർ സ്കിൽ സെറ്റ് ഈസ് വെരി ബാഡ്. നിങ്ങൾക്ക് ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യാൻ CI/CD ഒക്കെ ഇതിൻ്റെ വളരെ ഇൻറ്റഗ്രേറ്റ് പാർട്ടാണ്. അതിൻ്റെ ഒന്നും സ്കിൽ സെറ്റ് ആ കമ്പനിക്ക് ആ സമയത്ത് ഉണ്ടാവണമെന്നില്ല. ആൻഡ് വി ആർ മോർ യൂസ് ടു ദിസ് ഇൻസ്റ്റാളിങ് പോസ്റ്റ്ഗ്രസ് ബൈ അവർ സെൽഫ് ആൻഡ് മാനേജിങ് ഇറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ഞങ്ങളുടെ സ്കിൽ സെറ്റും ഒരു മൈക്രോ സർവീസ് സ്കെയിലബിൾ സിസ്റ്റത്തിൻ്റെ സ്കിൽ സെറ്റും ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ വി എയ്തർ ഹാവ് ടു ഫയർ ദ ഹോൾ ടീം, ഹയർ എ ന്യൂ ടീം, or we have to again take another hit on this transformation. So that is a bad way of going to microservices. So what we did instead is, we did keep our monolith as it is. ഞങ്ങൾ പറഞ്ഞു, okay, we don't want to change anything for the time being. എന്നിട്ട് അടുത്ത 6 മാസത്തിൽ we are introducing a couple of new features or new services into our system. We started with those services as microservices. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ കോസ്റ്റ് എന്താ വരുന്നത് വെച്ചാൽ, ഈ സർവീസസ് ഹാസ് ടു ടോക്ക് ടു മോണോലിത്ത്, റൈറ്റ്? അത് എന്തായാലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. സോ മോണോലിത്തിൽ വി മെയ്ഡ് ഓൺലി മിനിമൽ ചേഞ്ച്. ഇതിനെ ഈ പുതിയ സർവീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മൈക്രോ സർവീസസ് മാത്രം ആഡ് ചെയ്ത് മോണോലിത്തിൽ APIs ഓപ്പൺ ചെയ്തിട്ട് ദേ സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ആൻഡ് those two teams became the pioneers of our microservice whole architecture. So they learned that, a small set of people in the company learned how the whole thing is done, and they hired CI/CD experts, and they took this pioneer experience and they delivered their thing as this is risk free also. The worst case what's going to happen, ഞങ്ങളുടെ ആ സർവീസ് ചിലപ്പോൾ കുറച്ച് ദിവസം it might not run. So that is what we did. And since we wanted to migrate to cloud and also support our on-prem customers, we have 2 modes of deployment. One mode is for our on-prem premises customers. What we do is, ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ്, ഒരു build system pulls out all these monoliths, all these microservices from their dependent services and bring them back to our monolith executable and combine them. That's one flow, so that we still are doing our support and we are still with our on-premise customers without impacting them. So they still see the system as a monolith being installed, and underlying adinte agathu we are communicating using gRPC and all, but those customers still get the new features. They are still happy with us. On the other side, what we did is we took our monolith into the cloud. When we took the monolith into the cloud,
we mostly went for EC2 instances and started installing. We did not use a lot of those managed service. We did not have those expertise. What we have as expertise is ഒരു കമ്പ്യൂട്ടർ ഒരു ലിനക്സ് മെഷീൻ കിട്ടിയാൽ അതിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ കോൺഫിഗർ ചെയ്യണം എന്നുള്ള എക്സ്പെർട്ടീസ് ഞങ്ങൾക്ക് കയ്യിലുള്ളതുകൊണ്ട് വി ടുക്ക് ദിസ് മോണോലിത്ത് ഇൻ ടു ക്ലൗഡ് ആൻഡ് only the new microservices actually followed the CI/CD and all those things. So once this was set, every learning that we have, we documented it. Our ചെറിയ രണ്ട് teams to initiate to document it, and then slowly, for example, ഞങ്ങളുടെ ഒരു core service, subscription service-നെ we decided to split the subscription service. അത് ആ സമയമാകുമ്പോഴേക്കും what do we have? We already have expertise in how to write more microservices. We already have expertise in how to deploy microservices. We already have lot of things that we did wrong. So adini shesham it becomes easy, every release maybe one team splits it and the other team follows. Angane vannu kayubo the impact to the customer, the impact to the company, the impact to the software delivery schedule adellam was minimally impacted, in the sense that we were able to deliver what we wanted to do, but gradually the system became a monolithic vettipolich. It became a totally, ഇപ്പോൾ we are on K8s, so totally microservice ആയി മാറി. ഇതാണ് ഞങ്ങൾ ഫോളോ ചെയ്തൊരു അപ്രോച്ച്. ഇതിലേക്ക് ആഡ് ചെയ്യാണ് നൈസം. ഐ തിങ്ക് ഞാനും ഒരു കോർപ്പറേറ്റ് കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ കമ്പനീസ് ഫോളോസ് ദ സെയിം മെക്കാനിസം. അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു ലെഗസി പ്രൊഡക്റ്റ് ആണ്. അത് ഓൾമോസ്റ്റ് ലൈക്ക് 20 years ഓൾഡ് ഉള്ള ഒരു C++ എഴുതിയൊരു അപ്ലിക്കേഷൻ. ഇറ്റ്സ് എ ഹ്യൂജ് മോണോലിത്ത് അപ്ലിക്കേഷൻ. ഇറ്റ്സ് ഹ്യൂജ്. അതായത് അതിന്റെ കോഡ് ബേസ് എന്ന് പറഞ്ഞാൽ മൾട്ടി-മില്യൺ കോഡ് ഉണ്ടായിരിക്കും അതിൽ. അത്രയും വലിയൊരു അപ്ലിക്കേഷനിലാണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത് പ്രൊഡക്റ്റ്. അത് ഒരു 15 വർഷം കൊണ്ട് എഴുതിണ്ടാക്കിയ കോഡാണ്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് വെച്ചാൽ, ഇപ്പോൾ ഒരു മോണോലിത്ത് അപ്ലിക്കേഷനിൽ എസ്പെഷ്യലി ദ ഡാറ്റ ലെയർ, നമ്മുടെ സർവീസസ് ഈ ഡാറ്റേനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്സസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചേഞ്ച് എവിടെയെങ്കിലും വരുത്തുമ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. റിഗ്രഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. അപ്പോൾ നമ്മളൊരു റിലീസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രെഡിക്റ്റബിലിറ്റി പോവും. അതായത് നമ്മൾ പറയും നമുക്കിപ്പോൾ എസ്പെഷ്യലി നമ്മൾ അജയിലും അല്ലെങ്കിൽ സ്ക്രം ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് പ്രെഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ഡെഡ് ലൈൻ നമുക്ക് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ അസ് അറ്റ്ലീസ്റ്റ് ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മൾ സെയിം അപ്രോച്ച് ആസ് നിസാം ടോൾഡ്, ലൈക്ക് ഇപ്പോൾ എന്തൊരു പുതിയ സർവീസ് എഴുതുന്നോ അത് നമ്മൾ മൈക്രോ സർവീസിലേക്ക് മാറ്റും. എന്നിട്ട് ഈ മോണോലിത്തിക് അപ്ലിക്കേഷൻ ഒരു ബാക്ക് എൻഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു പുതിയ അപ്ലിക്കേഷൻ മൈക്രോ സർവീസിൽ എഴുതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു വെച്ച് ചോദിച്ചാൽ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് നമുക്ക് ഹൗ ഫാസ്റ്റ് വി കൻ ഡെലിവർ. ഈ മൈക്രോ സർവീസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്റർഡിപെൻഡന്റ് ആണ്. അതായത് നമ്മളൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു ഡിഫറെന്റ് സർവീസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഓൺലി ത്രൂ API അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന്റെ ഡാറ്റ ലെയർ എന്ന് പറഞ്ഞു വെച്ചാൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിരിക്കണം. ഇതിന്റെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു വെച്ചാൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളിതിനെ ഒരു മൈക്രോ സർവീസിനെ കംപ്ലീറ്റ്ലി നമുക്ക് മോക്ക് ചെയ്യാം. ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഒരു മൈക്രോ സർവീസ് മാത്രം നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അതിനെ മാത്രമായിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. അത് അപ്പോൾ തന്നെ ഒരു ഫുൾ ഒരു 8 GB സൈസുള്ള ഒരു എന്താ പറയുക, അതാണ് ഞങ്ങളുടെ റിലീസ് റിലീസ് പ്രൊഡക്റ്റിന്റെ സൈസാണ് ഞാൻ പറയുന്നത് 8 GB. അപ്പോൾ അത്രയും സൈസുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമർക്ക് ഡെപ്ലോയ് ചെയ്യുന്നതിന്റെ എല്ലാ ഹാസിൽസും ഒരു സിമ്പിൾ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ലൈക്ക് 2 MB 3 MB ഉള്ള ഒരു ഫയല് ഡെപ്ലോയ് ചെയ്യുന്ന ഒരു ഇത്. അതുപോലെ തന്നെയാണ് പറഞ്ഞത്, വെരി ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം ആണ് CI/CD. നമുക്കിത് എങ്ങനെ എസ്പെഷ്യലി ഓട്ടോമേറ്റ് ചെയ്തെടുക്കാം, നമ്മുടെ CI/CD പൈപ്പ് ലൈൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. അത് മോണോലിത്തിൽ മോണോലിത്ത് സർവീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പഴയ ആർക്കിടെക്ചർ ആണെങ്കിൽ തന്നെ അതിൽ ഒരുപാട് യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ ഒരുപാട് ഓട്ടോമേഷൻ ഉണ്ടായിരിക്കില്ല അതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് വന്നു. ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഞാൻ പറയാം. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മളൊരു മൈക്രോ സർവീസ് സക്സസ്ഫുള്ളി ഡെപ്ലോയ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സൈഡിൽ നമ്മൾ ഒരുപാട് ചെയ്തുണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 മൈക്രോ സർവീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇനീഷ്യലി വളരെ ഈസി ആയിട്ട് നമ്മൾ വെബ് സർവീസിനെ എസ്പെഷ്യലി gRPC യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിനൊരു പെർഫോമൻസ് ഡ്രോബാക്ക് ഉണ്ട്. കാരണം 2 സർവീസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒരു എക്സ്റ്റേണൽ ക്ലയന്റ് നമ്മുടെ സർവീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സെയിം API ആകുമ്പോൾ തന്നെ അതിനൊരു പെർഫോമൻസ് ഡീഗ്രഡേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ ഡാറ്റാബേസ് എങ്ങനെയാണ് ചോക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ ഇന്റേണലി ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ എടുത്തത് RabbitMQ ആണ് എടുത്തത്. അപ്പോൾ
ഈ മെസ്സേജുകൾ ഈ മൈക്രോ സർവീസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ ബേസിക്കലി ത്രൂ RabbitMQ ആയിരിക്കാം. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ തന്നെ രണ്ട് മൈക്രോ സർവീസ് ഫോർ എക്സാമ്പിൾ അതിനൊരു കാഷിംഗ് മെക്കാനിസം ആവശ്യമായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ നമുക്ക് റെഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഇൻ മെമ്മറി കാഷിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസിന്റെ ആവശ്യം വരും. അപ്പോൾ അതൊരു എക്സ്ട്രാ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് നമുക്ക് വരും. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു വെച്ചാൽ ഫോർ എക്സാമ്പിൾ സം കേസസ് നമ്മൾക്ക് എന്താ പറയാ ഒരു പർട്ടിക്കുലർ സർവീസ് ഹാസ് ടു ബി ആക്ടഡ് ആസ് എ മാസ്റ്റർ ഫോർ സം സിനാരിയോസ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു നമ്മൾ ഇത്ര കാലം വർക്ക് ചെയ്തത് ഒരു മോണോലിത്ത് ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചില യൂസ് കേസ് എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാറ്റിനും ഹൊറിസോണ്ടൽ, കാരണം എസ്പെഷ്യലി നമ്മൾ മൈക്രോ സർവീസ് പറയുമ്പോൾ യു ക്യാൻ ഡെപ്ലോയ് ഇറ്റ് ഇൻ ഹൊറിസോണ്ടലി സ്കെയിലബിൾ. അതായത് എത്ര മെഷീനിലും ഡെപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വി ഹാവ് 5 നോഡ്സ്. 5 നോഡിൽ നമ്മൾ ഡെപ്ലോയ് ചെയ്താൽ ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ ഹൈ അവൈലബിൾ ആൻഡ് ഹൊറിസോണ്ടലി സ്കെയിലബിൾ. അങ്ങനത്തെ ഒരു കേസ് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോഡ് ഷുഡ് ആക്ട് ആസ് എ മാസ്റ്റർ. അപ്പൊ അങ്ങനത്തെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക നമ്മളൊരു ലീഡർ ഇലക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അൽഗോരിതംസ്, അതുപോലെ തന്നെ അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് സൂക്കീപ്പർ വെച്ചിട്ടുള്ള ഒരു മെക്കാനിസം ആയിരുന്നു. അപ്പോൾ ആ സൂക്കീപ്പർ അഗൈൻ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂസേജ്. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ് ദി സർവീസസ്. അതൊരു അടുത്തൊരു ഇതാണ്. കാരണം ഇപ്പൊ മുന്നേ നമുക്ക് സിംഗിൾ ഒരു ആപ്ലിക്കേഷൻ മാത്രം മോണിറ്റർ ചെയ്താൽ മതിയായിരുന്നു അതിന്റെ എല്ലാ APIയും. ഇപ്പോൾ നമുക്ക് ഡിഫറെന്റ് നോഡില് ഡിഫറെന്റ് മൈക്രോ സർവീസസ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇത് മോണിറ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൺസൂൾ എന്ന് പറഞ്ഞിട്ട് ഹാഷി കോർപ്പിന്റെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ ബേസിക്കലി അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ സർവീസസ് എങ്ങനെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതും അങ്ങനെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും ഒരു ഹെവിലി എന്താ പറയാ റിസോഴ്സസ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാവുമ്പോഴേക്കും, അതുപോലെ തന്നെ ഇതെല്ലാം പറഞ്ഞു വെച്ചാൽ ഡിഫറെന്റ് എന്താ പറയുക കംപ്ലീറ്റ് ഡിഫറെന്റ് ടെക്നോളജീസ് ആയിരിക്കാം. അപ്പൊ ആ ടെക്നോളജികളുടെ നോ ഹൗ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഹെവി റിക്വയർമെന്റ് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഫേസ് ചെയ്തു. അപ്പൊ അതിന്റെ ഞാൻ മൈക്രോ സർവീസിന്റെ ഒരു ഡൗൺ സൈഡ് ആയിട്ട് കാണുന്നത് അതാണ്. ബട്ട് വൺസ് വി ഹാവ് ദാറ്റ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ CI/CD പൈപ്പ് ലൈൻ ഇസ് റെഡി, ഇത്രയും റെഡി ആയി കഴിഞ്ഞു വെച്ചാൽ മൈക്രോ സർവീസ് ഇസ് മച്ച് ഈസിയർ ടു ഡെപ്ലോയ്. നമ്മളിപ്പോൾ ഒരു സിംഗിൾ മൈക്രോ സർവീസ് മാത്രമായിട്ടാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. നമുക്ക് യാതൊരു ഒരു പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും നമ്മുടെ ഡിഫക്റ്റ് ഒരു പ്രൊഡക്റ്റ് കണ്ടുവച്ചാൽ നമുക്കൊരു ഫുൾ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഈസിലി നമ്മളൊരു മൈക്രോ സർവീസ് റീപ്ലേസ് ചെയ്യുന്നു, പ്രോബ്ലം സോൾവ്. അതാണ് ഇതിന്റെ ഒരു ഹൈ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത്. താങ്ക് യു. ഈ ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് നമ്മൾ ഗ്രാജുവലി മാറുമ്പോൾ അതിന് കൂടെയാണ്, അതോടെ ഞാൻ ഇതിനെ കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ ഗ്രാജുവലി ആയിട്ട് മാറ്റുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ നിസാം പറഞ്ഞു നമുക്ക് ആദ്യം ഒരു മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന് നിങ്ങൾ ഫസ്റ്റ് ഒരു പോർഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ പുതിയ റിക്വയർമെന്റ് വരുമ്പോൾ അതിന്റെ സർവീസസ് മാത്രം നിങ്ങൾ ഒരു മൈക്രോ സർവീസ് ആയിട്ട് ചെയ്തു തുടങ്ങി, അങ്ങനെ 1 by 1 ആയിട്ട് ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സാധാരണ കേസിൽ നമ്മൾ ഒരു മൈക്രോ സർവീസിന് ഒരു ഡാറ്റാബേസ് എന്നുള്ള കോൺസെപ്റ്റ് ആണല്ലോ, അത് മാൻഡേറ്ററി അല്ല, എന്നാൽ പോലും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കേസിൽ ഈ ഡാറ്റ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് DB എന്നുള്ള ഡാറ്റയും നിങ്ങൾ പുതിയ സർവീസ് ഉണ്ടാകുന്ന ഡാറ്റയും ആ ഒരു ഡാറ്റ മാനേജ്മെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പറയാമോ? അതാണ് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഈ ഒത്തിരി കാര്യങ്ങൾ we have to access from the database or whatever, right? So we made a hard and fast rule saying no microservice will access the database of the monolith. If you need data from monolith, you write a microservice, you write an API on monolith. അപ്പോൾ ഞങ്ങൾ ഈ മോണോലിത്തിൽ ഇതൊരു എക്സ്ട്രാ കോസ്റ്റ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ മോണോലിത്തിൽ ഒരു മൈക്രോ സർവീസ്, ഒരു GRPC ക്ലയൻറ്റ് ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഇഫ് ഐ വാണ്ട് ടു ഗെറ്റ് മൈ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ്, we will write those minimal APIs on monolith. അങ്ങനെ ആണ് ചെയ്തത്. അത് എന്തുകൊണ്ട് ചെയ്തത് വെച്ചാൽ we didn't want to break the whole system at a later point when we decide to split the database. അപ്പോൾ ഇന്ന് ഞാൻ ആ ഡാറ്റാബേസിൽ ആക്സസ് ചെയ്ത ഒരു ഡിസൈനിൽ പോയിരുന്നെങ്കിൽ at some point when the subscription becomes a microservice of its own, they will move their data to their microservice, so my service will break. So we decided a very strict rule that nobody is allowed to access data directly. You should go through APIs. So the interim solution was, till the microservice of subscription is ready, interim solution is we expose a subscription API on this thing. What it does is അതൊരു ചെറിയൊരു മൈക്രോസർവീസ് ക്ലയൻറ്റ്, ഒരു മൈക്രോസർവീസ് ഒരു GRPC സെർവർ കോഡ് അവിടെ ഉണ്ട്, ആൻഡ് ദാറ്റ് കോഡ്
calls the existing Java methods. So cost is not too much, but this is the approach we followed. Okay, താങ്ക് യു. ഓക്കെ, നിങ്ങളിപ്പം ചോദിച്ചു തന്നെ ഇപ്പോൾ മോണോലിത്തേക്ക് നിന്ന് മൈക്രോ സർവീസിലേക്ക് പോകാമെന്ന് പറയുന്നതുണ്ടല്ലോ, ഇത് ഒരു ടെക്നിക്കൽ എന്താ പറയുക, ടെക്നിക്കൽ ഡിസിഷൻ മാത്രമല്ല. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ വർക്ക് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് അവർ ഇൻഷുറൻസ് ക്ലയൻറ്റാണ്, അമേരിക്കൻ. അപ്പോൾ അവർക്കുള്ള ഡാറ്റ എന്ന് പറയുന്നത് 200 വർഷം പഴക്കമുള്ള സാധനം. മെയിൻ ഫ്രെയിമിൽ കിടക്കുന്ന ഡാറ്റ വരെ ആണ് നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ആ കമ്പനി എങ്ങനെയാണ് ചെയ്തത് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ്ലി എല്ലാവരും കൂടെ തീരുമാനിക്കുകയല്ല നമ്മളിന്ന് മോണോലിത്തിക്കാണ് നാളെ മൈക്രോ സർവീസിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് തീരുമാനം. ആദ്യം കമ്പനി ഇൻവോൾവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ മോണോലിത്തിക് അപ്ലിക്കേഷൻസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ വലിയ മോണോലിത്തിക്കിൽ നിന്ന് കണ്ടുപിടിക്കുക ചെയ്ത്, പിന്നെ കമ്പനി അജൈൽ മെത്തഡോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ടീംസാക്കി ഞങ്ങളുടെ എൻറ്റയർ ഫ്ലോറിനെ തിരിച്ച് ഈച്ച് ആൻഡ് എവരി ടീംസാക്കി മാറ്റുക ചെയ്തു. ഇനി ഈ ടീംസിൽ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് അവർ കമ്പനി ചെയ്തതെന്ന് വെച്ചാൽ ഡെവോപ്സ് പ്രാക്ടീസസ് കൊണ്ടുവരിക. അജൈൽ കോഡിങ്ങിൽ കൊണ്ടുവന്ന് 4 മാസത്തിൽ 3.5 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഡെവോപ്സ് പ്രാക്ടീസും കൂടെ കൊണ്ടുവന്നു. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങളുടെ സക്സസ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു മോണോലിത്തിക് സാധനത്തിനെ ഡീകപ്പിൾ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ലിസ്റ്റ് ഡൗൺ ചെയ്യാണ് ചെയ്ത്. ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന അതിലാണ്. അതായത് മോണോലിത്തിക്കിൽ എന്തൊക്കെ നമുക്ക് ഡീകപ്പിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വൻ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി. ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഡാറ്റ കിടക്കുന്നതെന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം ഇല്ല കിടക്കുന്നത്. അതായത് അത്രയും ലെഗസി ആയിട്ടുള്ള ഡാറ്റ കിടക്കുന്നത്. ഇതിനൊരു മൈഗ്രേഷൻ ചെയ്യുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടായത് കാരണം ആ ഡാറ്റയിലോട്ട് ആദ്യം ഉണ്ടാക്കിയത് ഒരു കേർഡ് സർവീസ്, അതായത് ക്രിയേറ്റ് അപ്ഡേറ്റ് റേറ്റ് എന്ന് പറഞ്ഞ റീഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു കേർഡ് സർവീസസ് ഉണ്ടാക്കിയത്. ആ സർവീസസ് ഉണ്ടാക്കിയതിന് ശേഷം അതും ഒരു MQ സർവീസാണ് ഉള്ളത്. അതായത് മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക, അങ്ങനത്തെ ഒരു സർവീസാണ് അത് ഉണ്ടാക്കിയത്. കാരണം മെയിൻ ഫ്രെയിമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഇതുണ്ടാക്കിയത്. പിന്നെ ഈ ഡീകപ്പിൾ ചെയ്ത, അതായത് ലിസ്റ്റ് ഉണ്ടാക്കിയ ഓരോരോ സർവീസിനും ഫ്രണ്ട് എൻഡ് സർവീസിനും ഇതിലൂടെ ഡാറ്റ ആക്സസ് കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ ലോജിക്സ് പയ്യെ മോണോലിത്തിക്സ് നിന്ന് ഓരോന്നോരോന്നായി എടുത്തു മാറ്റിയാണ് പിന്നെ ചെയ്തത്. ഇതിന് ഏറ്റവും സഹായിച്ചത് ഈ ഡെവോപ്സ് പ്രാക്ടീസാണ്. കാരണം ഓരോ കമ്പോണൻ്റ്, ഒരു ചെറിയ കമ്പോണൻറ്റിൻ്റെ CI/CD പൈപ്പ് ലൈനാണ് ആദ്യം ഞങ്ങൾ ഇൻസ്റ്റാൾ ഇത് ചെയ്തത്. അതിനുശേഷം അത് ഫുള്ളി ഫങ്ഷൻ ആയതിനു ശേഷം ആണ് ഓരോരോ കമ്പോണൻ്റായിട്ട് നമ്മൾ എടുത്ത് മൈഗ്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനീഷ്യലി ഈ ബാങ്കിന് ആകെക്കൂടി ഉണ്ടായിരുന്ന ഇൻഷുറൻസ് കസ്റ്റമേഴ്സിന് ആകെക്കൂടി ഉണ്ടായിരുന്ന അവരൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രണ്ട് എൻഡ് മാത്രം, അത് ഉപയോഗിക്കുന്ന വളരെ പ്രായം ചെന്ന ഏജൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കേ അത് യൂസ് ചെയ്യാൻ അറിയുള്ളൂ. ഇപ്പോൾ മൊബൈൽ ഫ്രണ്ട് എൻഡ് ഉണ്ട്, വെബ് ഫ്രണ്ട് എൻഡ് ഉണ്ട്, അതായത് ഡിവൈസ് കോമ്പാറ്റബിൾ ആയിട്ട് പല ഫ്രണ്ട് എൻഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് എൻഡ്സിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കമ്പനി ഗ്രാജുവലായിട്ട് കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടാവണം, പ്രോസസ് ഷിഫ്റ്റായിട്ട് ഏജൈൽ കൊണ്ടുവരണം, പിന്നെ ഡെവോപ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കണം. ആ പൈപ്പ് ലൈനിൽ നമ്മുടെ മോണോലിത്തിക്കിൽ കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോരോ കമ്പോണൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കണം. ആ സക്സസ് സ്റ്റോറിയാണ് പിന്നെ അടുത്ത കമ്പോണൻസിനെ ഗൈഡ് ചെയ്യുന്നത്. അത് പിന്നെ ഓരോരോ യൂസർ സ്റ്റോറി ആയിട്ട് നമ്മൾ അജൈൽ പ്രോസസ്സ് വഴി നമുക്ക് ഗ്രാജുവലി നമ്മുടെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ കമ്പനി ട്രാൻസ്ഫോം ചെയ്യാണ്. നമ്മൾ അന്ന് ഒരു സിംഗിൾ ഫ്ലോർ ഓഫ് ബഞ്ച് ഓഫ് 100 ഡെവലപ്പേഴ്സിന് ഒരു സിംഗിൾ ഫ്ലോർ ഓഫ് ഡിഫറെൻറ്റ് ടീംസ് വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് സർവീസസ്. സോ അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കും എല്ലാ കമ്പനീസും യൂസ് ചെയ്യുക. അത് ഗ്രാജുവലി സ്റ്റെപ്പ് വെച്ച്, അതായത് ഒരു ദിവസം തന്നെ നമ്മൾ അല്ലെങ്കിൽ 2 മാസത്തിൽ ഇന്ന് മോണോലിത്തിക്കാണ് നമ്മൾ തന്നെ ആദ്യം കമ്പനി ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഡെവോപ്സ് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ ഡെവോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡെവോപ്സ് കൾച്ചർ കൊണ്ടുവന്നതിന് ശേഷമേ ഈ മൈക്രോ സർവീസിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇന്ന് കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോണോലിത്തിക് അപ്ലിക്കേഷന് മൈക്രോ സർവീസിലേക്ക് പോകരുത്. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, കൾച്ചറൽ ഷിഫ്റ്റാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. വൺസ് യു ലാൻഡ് ദർ പിന്നെ എല്ലാം എന്താ പറയുക, ഒരു സപ്ലൈ ചെയിൻ പോലെ ആയിരിക്കും. അത് ഇങ്ങനെ എണ്ണയിട്ട് യന്ത്രം പോലെ ഓടിക്കൊണ്ടേയിരിക്കും. സോ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് കമ്പനിയിലും കുറേ ചേഞ്ചസ് വേണ്ടി വരും.
ഇതിലും ഫസ്റ്റ് വേണ്ടത് ബിസിനസ് ബൈ എന്നുള്ളതാണ്. ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു കമ്പനി ആയിരുന്നു. ഒരു 20-25 വർഷമായിട്ടുള്ളൊരു ഇ കൊമേഴ്സ് കമ്പനിയായിരുന്നു. അവരിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ എന്താ പറയുക, ബിസിനസ്സായിട്ട് തന്നെ എടുത്ത ഡിസിഷനാണ് ഇത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു 2018 സമയത്ത് കമ്പനി ഒരു 2-3 ബില്യൺ പ്രദാനം ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അവരൊരു എക്സിറ്റിന് ട്രൈ ചെയ്തു. അവർ നോക്കിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ സ്റ്റോർ, US തന്നെ ഉള്ള ഒരു ഓൺലൈൻ പ്രസൻസ് വലുതായിട്ടില്ലാത്ത ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ സ്റ്റോർ ഇവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ ടെക് സ്റ്റാക്ക് നോക്കി. അപ്പോൾ അണ്ടർ ദ ഹുഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലൊരു 20-25 വർഷമായിട്ടുള്ള ഇതായതുകൊണ്ട് ഒരുപാട് പഴയ എന്താ പറയുക, കോഡ് അത്ര ഹെൽത്തി അല്ല, അതിങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബാക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ബാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബിസിനസ്സിന് ശരിക്കും പറഞ്ഞത്, കാരണം അവരൊരു എക്സിറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെ നിൽക്കുകയായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളുടെ ആ ഒരു കമ്പനിയിൽ ശരിക്കും മൈക്രോ സർവീസ് ആ ഒരു ആർക്കിടെക്ചറിലേക്ക് മൂവ് ചെയ്തത്. ഇപ്പം മൂവ് ചെയ്തതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ പോലെ സിമിലറാണ്. പക്ഷേ അവിടെ ഇപ്പോഴും ഒരു മോണലിത്തും ഉണ്ട്, പുതിയ ഫീച്ചേഴ്സ് എല്ലാം മൈക്രോ സർവീസസ് ആണ്. അതേപോലെ തന്നെ ആ ഒരു ഷോപ്പിംഗ് സൈറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. പക്ഷെ അതിൽ തന്നെ ഇപ്പോൾ മോഡലിത്തായിട്ടുണ്ടാക്കുന്നതിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാങ്കുലർ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് മൈക്രോ സർവീസിലേക്ക് മൂവ് ചെയ്യും. നമ്മളൊരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ റീഫാക്ടറിങ് ആവശ്യമുണ്ടെങ്കിൽ അതൊരു മൈക്രോ സർവീസ് പാറ്റേൺ ആയിട്ട് അതിന് ആ ഒരു കമ്പോണന്റിനെ മാറ്റും. കാരണം പുതിയ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, ഈ കോഡ് ബേസ് വലുതാക്കുന്നില്ല. അതാണ് ഇവരെടുത്ത ഒരു അപ്രോച്ച്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ശരിക്കും നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നിന്നാണ് ഈ ഒരു ബൈൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു ക്ലിനിക്കൽ റിസർച്ച് സൈഡിലുള്ള ഒരു സ്റ്റാർട്ടപ്പിലാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനൊരു എക്സിറ്റിൻ്റെ ഇങ്ങനൊരു ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അവരൊരു മോണലിത്താണ്, അഗൈൻ ജാവ ആപ്ലിക്കേഷനാണ്. പക്ഷെ അവർ ഒരു CTO അല്ലെങ്കിൽ ആ സമയത്ത് ടെക്നിക്കൽ കോമ്പൗണ്ടറാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അന്ന് ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ ഫുള്ളി യൂസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ജാവയും സ്പ്രിങ് പോലും അല്ല, സ്ട്രക്സ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ORM കാര്യങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് ലിമിറ്റേഷൻസ് വന്നു. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഒരുപാട് പെർഫോമൻസ് ലെവൽ ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഇത് ഇന്നതാണ് നമ്മളുടെ ഇഷ്യൂസ്, ഇന്നതാണ് സൊല്യൂഷൻ, ഇതിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ്സിനെ കൺവിൻസ് ചെയ്തത്. നമുക്ക് 2 യൂസ് കേസ് ആയിരുന്നു. പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ആജയിലൊക്കെ ആയിരുന്നു രണ്ടിടത്ത് നിന്നിരുന്നത്. ആജയിലായിരുന്നു, എല്ലാം ക്രോസ് ഫങ്ഷണൽ പ്രോഡക്റ്റ് ടീംസ് ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ബിസിനസ് ബൈ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. കാരണം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പുതിയ ഫീച്ചർ ഷിപ്പ് ചെയ്യുക, എസ്പെഷ്യലി സ്റ്റാർട്ടപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പീറ്റിംഗ് സ്പേസിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ മുമ്പ് അവർ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റൈലാകുകയാണ്. നമ്മുടെ ഫീച്ചേഴ്സ് ഷിപ്പ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഒരു ടെക് ഡെപ്റ്റ് അഡ്രസ് ചെയ്യുകയാണെന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യുകയാണ്. ഇത് നമ്മുടെ പ്രോഡക്റ്റിനെ സ്മൂത്തർ ആക്കും. പക്ഷേ ബിസിനസ് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പുതിയ ഫീച്ചർ കിട്ടിയാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എന്താ പറയുക, കമ്പ്യൂട്ടറിനേക്കാളും മുമ്പിൽ പോകാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്യാതെ നമ്മൾ പുറകിൽ പോകും എന്നുള്ളൊരു വലിയൊരു കൺസേൺ ഇതിനകത്തുണ്ടാകും. അപ്പോൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫീച്ചർ ഒരു റിയൽ വേൾഡ് സിനാരിയോ, എസ്പെഷ്യലി സ്റ്റാർട്ടപ്സ് പോലെ ഉള്ള കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തത്തില്ല. ഒരുപാട് പണ്ടുള്ള വലിയ കമ്പനികളൊക്കെ ആയിരുന്നു, ആമസോൺ പോലത്തെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ രണ്ടും പാരലായിട്ട് ബാക്കി ഒരു എന്താ പറയുക, കമ്പനിയുടെ സൈക്കിൾസ് അനുസരിച്ചാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ അതോ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണോ സ്വിച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. കാരണം ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരുപാടുണ്ട്. ഞാൻ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് GCP-യിലാണ്. പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓൺ പ്രമിസ് ആയിരുന്നു. അപ്പോൾ ഈവൻ കുബർനെറ്റീസിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ തന്നെ കുബർനെറ്റീസ് ആക്ച്വലി ഓൺ പ്രമിസ് തന്നെയാണ്. ഇവരെ എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ഒരു പൈപ്പ് ലൈൻ, ഒരു ടീം, ഒരു ഡെവോപ്സ് ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഓരോ ടീമും ഇപ്പോൾ വോൾട്ട്, റാപ്പിഡ് MQ അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ യൂസ് ചെയ്യുന്നത്, പച്ചപ്പൾസർ, ഓരോ ടീം ഓണർഷിപ്പ് എടുത്തിട്ട് ഇതിന്റെ ഒരു CI/CD പൈപ്പ് ലൈനും കുബർനെറ്റീസ് ഇതിന്റെ കാര്യങ്ങൾ ഈ ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു 4 ടീം ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തു. അപ്പോൾ പക്ഷെ അതേ സമയത്ത് തന്നെ പാരലായിട്ട് മറ്റ് പ്രോഡക്റ്റ് ടീമുകൾ അവരുടെ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ ഒരു വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ. കാരണം ഇതെല്ലാം ഓരോരോ കമ്പനിയുടെ സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഈ ഒരു അപ്രോച്ചുകളൊക്കെ. പക്ഷെ പൊതുവെ ഈ പറഞ്ഞ പോലെ മൈക്രോ സർവീസിനെ മൂവ് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്ട്രാക്കുലർ പാറ്റേൺ ആണ്. അതായത് ഈ ചോക്കിയർ എന്ന് പറയുന്നത് ഓരോരോ കാര്യങ്ങളെ നമ്മൾ മെല്ലെ മൂവ് ചെയ്ത് ഫൈനലി ഈ ഒരു മോണോലിത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുക. ആ ഒരു അപ്രോച്ചാണ് ഇതിൽ യൂഷ്വലായിട്ട് ഫോളോ. യൊഹാൻ പറഞ്ഞതിനോട് ഒരു ചെറിയൊരു പോയിന്റും കൂടി ആഡ് ചെയ്യാം. എൻ്റെ ഒരു ഞങ്ങളുടെ സ്ക്രം മാസ്റ്റർ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്ന ഒരു പോയിന്റ് ആണത്. അതായത് ഈ സ്റ്റാർട്ടപ്സിന് പൊതുവേ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഡേ അവർ മൈക്രോ സർവീസസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റാർട്ടപ്സ് വരുമ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കൊണ്ടായിരിക്കും അവർ വരുന്നത്. ആ ഐഡിയ ക്ലിക്ക് ആവുമോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തുണ്ടാവില്ല. സോ അപ്പം നമ്മൾ അപ്പം തന്നെ ഈ മൈക്രോ സർവീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 പേരോ അല്ലെങ്കിൽ ഒരു 4 പേരൊക്കെ ആയിരിക്കും ഈ ടീം ഉണ്ടായിരിക്കുന്നത്, ഈ സ്റ്റാർട്ടപ്പിന്റെ ടീം. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ഈ മൈക്രോ സർവീസ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു എന്താ പറയുക, നമ്മൾ സ്ക്രം മാസ്റ്റർ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്, മൈക്രോ സർവീസ് ടാക്സ് എന്ന് പുള്ളി പറയാം ഇടയ്ക്കിടയ്ക്ക്. എന്നുവെച്ചാൽ ആ ടാക്സ് ഭയങ്കര കൂടുതലാണ്. കാരണം എന്താ, ഡെവോപ്സിന് വേണ്ടി ഒരാൾ ഇരിക്കേണ്ടി വരും, പിന്നെ ഈ പറഞ്ഞിടക്ക് സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ഇരിക്കേണ്ടി വരും, പിന്നെ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി കുറെ പേര്. അപ്പം അൺവാണ്ടഡ് ആയിട്ട് ഈ ഒരു ഐഡിയ എനിക്ക് മാർക്കറ്റിൽ എത്തിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ അതൊന്നും ഒരു സ്റ്റാർട്ടപ്പുകാർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഊബർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ എല്ലാ കാറുകളും അവർ എടുത്തിട്ടില്ലായിരുന്നു. അവർ ജസ്റ്റ് ലിമോസിൻസിന് വേണ്ടി മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വേറൊരു കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലിക്കർക്കാർ സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈൻ ഗെയിംസ് ആയിട്ടാണ്. അപ്പൊ അവര് ആദ്യം വന്ന ഒരു ഐഡിയ ആയിട്ട് ആയിരിക്കില്ല ഈ സ്റ്റാർട്ടപ്പ് കുറച്ച് കഴിയുമ്പോൾ മാറുക. അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കില്ല ചിലപ്പം. പിന്നെ നമ്മളൊരു 6 months കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പം തോന്നും മാർക്കറ്റിൽ ഇതായിരിക്കും വർക്ക്ഔട്ട് ആവുക. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റേഷൻ സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഐഡിയ ആണെങ്കിൽ just start with monolithic and slowly once you are ready like you can easily move it. അപ്പോൾ കുറച്ച് എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെറും പ്ലെയിൻ മോണലിത്തിക്ക് പോകാതെ കുറച്ച് സ്ട്രക്ചർഡ് ആയിട്ടുള്ള മോണലിത്തിക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ DB മാത്രം നമ്മൾ മാനേജ് ചെയ്താൽ മതി പിന്നെ ഒരു ലേറ്റർ സ്റ്റേജിൽ മൈക്രോ സർവീസ് ആവാൻ നേരത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൊല്യൂഷൻ. പറഞ്ഞത് കറക്റ്റ് ആണ്. ഓപ്പറേഷണൽ എക്സ്പെൻസസ് ഒരുപാട് കൂടും. അതൊരു കാര്യം കെവിൻ, നമുക്ക് 12:11 നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട് പോകണം. നമ്മൾ എക്സ്പ്ലനേഷൻ നിർത്തിയിട്ട് എന്താ കെവിൻ പറയുന്നത്? അതെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ ആർക്കിടെക്ചർ, മൈക്രോ സർവീസ് ആർക്കിടെക്ചർ, അതിന്റെ ബെനിഫിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി മൈക്രോ സർവീസ് ആർക്കിടെക്ചറിലോട്ട് ഒരാൾ വരാൻ താല്പര്യപ്പെടുവാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ സ്കിൽ സെറ്റ് ഉണ്ടാക്കണം, ഏതൊക്കെ ടൂൾസ്, ടെക്നോളജീസ് ഒക്കെ ഒരു മിനിമം അവയർനെസ് ഉണ്ടാവണം, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇപ്പോൾ മൈക്രോ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിഷ്യലി ഇത് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഇത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ചെറിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഡെവോപ്പ് സൈഡിലുള്ള ടൂൾസാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ഒരു ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നത് അവിടെ. അപ്പോൾ ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ പലരും മോണോലിത്തുകൾ എഴുതിയിരുന്നുണ്ടെങ്കിലും അവർ ഇതുപോലെ തന്നെ ഓട്ടോമേഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഡെവലപ്പേഴ്സ് തന്നെ ചെയ്തു പോകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് സൈഡിൽ വർക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും. പക്ഷേ എന്താ പറയുക, ലാംഗ്വേജ് ഇപ്പോൾ ഓട്ടോമേഷൻ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ഇപ്പോൾ പറഞ്ഞു ഓരോ ആപ്ലിക്കേഷൻസ് നമുക്ക് മോക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കോൺട്രാക്ട് ടെസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മോണോലിത്തിൽ മൈക്രോ സർവീസിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കൺസെപ്റ്റായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഒരുപാട് അപ്രോച്ചസ് ഉണ്ട്. ഞങ്ങൾ പിന്നെ എന്താ പറയുക ബിഹേവിയർ ഡ്രിവൺ ടെസ്റ്റിംഗിലേക്ക് മൂവ് ചെയ്തു. കാരണം വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ സ്റ്റോറീസ് നമ്മൾ എങ്ങനെയാണ് ഒരു ഫീച്ചർ, കാരണം ഒരു സെപ്പറേറ്റ് ഒരു QA പ്രോസസ് ഇല്ല, ഓട്ടോമേറ്റ് ചെയ്ത ടെസ്റ്റുകളാണ്. അപ്പോൾ എന്താ പറയുക ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി നമ്മുടെ ഫീച്ചർ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തത്, ഇതൊരു റിക്വയർമെൻ്റ് അല്ല, ഇതൊക്കെ നമ്മുടെ പ്രോസസ്സിനെ ബെറ്റർ ആക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ മുമ്പ് ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഡിഫർ ചെയ്തുകൊണ്ട് ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മോണിറ്ററിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം പുതിയ ടൂളുകളുണ്ട്. ഞങ്ങളിപ്പം ഡിപ്രലിക്കും ഗ്രാഫാനയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് എന്താ പറയുക ഒരു മോണിറ്ററിംഗ് ഇതായിരുന്നു. നമ്മൾ എസ്പെഷ്യലി ഒരു മോണലിത്തുള്ള സമയത്ത് നമ്മളൊരു മോണിറ്ററിംഗ് അപ്രോച്ച് ആയിരുന്നു. എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും. പക്ഷേ മൈക്രോ സർവീസ് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ കറന്റ് ഒരു ഒബ്സർവ് ചെയ്യുന്ന പാറ്റേൺ ആണ്, ഒബ്സർവബിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു
മോണിറ്ററിങ്ങിനേക്കാൾ കുറച്ചുകൂടെ കോസ്റ്റ് കുറവാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ കുബർനെറ്റിസ് പോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇനിഷ്യലി ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള എക്സ്പെൻസസ് കുറവാണ്. കാരണം നമ്മൾ ആദ്യം ഈ എന്താ പറയുക മൈക്രോ സർവീസസിലേക്ക് വന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം പറഞ്ഞ ഇനിഷ്യൽ ടാക്സ് ആണിത്, ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈസ് ഓഫ് റിലീസ് നമ്മളൊരു ഫീച്ചർ നമ്മൾ ഷിപ്പ് ചെയ്യുന്ന ടൈമും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറയും. ഈ ഒരു എല്ലാം ഒരു നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് അതുവരെ ഈ പറഞ്ഞ പോലുള്ള ഒരു ഇനിഷ്യൽ ഇഷ്യൂ കാണും. ടൂൾസ് ഇൻ ദ സെൻസ് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഡെവോപ്പ് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ കണ്ടെയ്നർ സ്റ്റോക്കർ ഇതുപോലത്തെ കാര്യങ്ങൾ വരും. നമ്മൾ പിന്നെ അതായത് നമ്മൾ ഒരുപാട് ഡിപ്ലോയ് ചെയ്യണം. നമ്മൾ മുമ്പത്തെ പോലെ ടൈപ്പിൻ്റെ ഒരു ഡിപ്ലോയ്മെൻ്റ് അല്ല. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അത് എന്താ പറയുക അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ CI/CD പോസിബിൾ ആയിരിക്കും. കാരണം നമ്മൾ സീറോ ഡൗൺ ടൈമിൽ തന്നെ നമ്മൾ ഒരുപാട് യൂസേജ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. സീറോ ഡൗൺ ടൈമിൽ തന്നെ ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പാറ്റേൺസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ നവനീത് പറഞ്ഞൊരു പോയിന്റ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നവനീത് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പിന് ഇപ്പോൾ ബേസിക്കലി മൈക്രോ സർവീസിൽ ഇംപ്ലിമെന്റിനേക്കാളും കൂടുതൽ മോണോലിത്ത് അത് സ്ലൈറ്റ് ഡിഫർ ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം സർവീസ് അവൈലബിൾ ആണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും എൻ്റെ ഒരു CI/CD പൈപ്പ് ലൈൻ ഇൻഹൗസോ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ മെഷീനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ either circle.ca അല്ലെങ്കിൽ ട്രാവിസ് CA വെച്ചിട്ടോ ചെയ്യാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ സോഴ്സ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഗോയിങ് ടു ബി GitHub. അതുപോലെ തന്നെ അപ്പോൾ ഡെപ്ലോയ്മെന്റ് either GCP Azure അതല്ലെങ്കിൽ ഹീറോക്ക് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലായിരിക്കും. എൻ്റെ ഫുൾ പൈപ്പ് ലൈൻ നമ്മൾ ഓൺലൈൻ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മെഷീനിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജസ്റ്റ് ബെയർ കോഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡോക്കറിന്റെ ഇത് ചെയ്യാന്നല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ ആസ് എ ഡെവലപ്പർ ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പഴയ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതിന്റെ എന്താ പറയാ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് റെഡിസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ റാബിറ്റ് നമുക്ക് യൂസ് ചെയ്യണം. ഇതെല്ലാം സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെ അറിയണം, അതല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ വേണം. അതിന്റെ ഇപ്പൊ എല്ലാം ഡോക്കേഴ്സ് ഡയറക്ട്ലി അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് വേണ്ട സാധനം എടുക്കുന്ന ഒരു ഡോക്കറിന്റെ ഇമേജ് എടുക്കുന്നു, നമ്മൾ അതിന്റെ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഡെവലപ്മെന്റ് എസ്പെഷ്യലി ഡോക്കറും കണ്ടെയ്നറൈസേഷൻ വന്നതിന് ശേഷം ഡെവലപ്മെന്റ് ലൈഫ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയർ ആയിട്ട് മാറി. നമ്മുടെ മെഷീനിൽ നമുക്ക് ജസ്റ്റ് ഹലോ ജസ്റ്റ് നമ്മളെ കോഡ് മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉള്ളൂ. കാരണം ഇപ്പോഴും ഞാനൊരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഈവൺ സ്മോൾ പ്രൊജക്ട് വരെ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് പൈപ്പ് ലൈൻ ആണ്. GitHub സോഴ്സ് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ട്രാവിസോ അല്ലെങ്കിൽ സർക്കിൾ സിയോ അതിന്റെ CI/CD ആയിട്ടുണ്ടായിരിക്കാം. അതൊരു സ്റ്റേജിങ്ങിനും അതിന് പ്രൊഡക്ഷനും വേണ്ടി ചിലപ്പോൾ ഹെറോക്കോ യൂസ് ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ കേസ് പറയാണ്. അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇപ്പൊ ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും പേഴ്സണലി ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കിലാണ്. കാരണം മേ ബി ഞാൻ മൈക്രോ സർവീസിന്റെ ഒരു അഡ്വാൻറ്റേജസ് കണ്ടത് കൊണ്ടായിരിക്കാം. കാരണം അല്ലെങ്കിൽ ഒരു മോണോലിത്തിൽ ഞാൻ എത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഒരു പ്രൊജക്ട് എന്നോട് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ യു ഗോ ഫോർ ദിസ് എന്നേ പറയുള്ളൂ. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. മേ ബി ആൾക്കാരുടെ എക്സ്പീരിയൻസ് മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ ഒപ്പീനിയനും മാറാം. അതിനൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ rather than splitting up into microservices, നമുക്കൊരു മാനേജ്ഡ് സർവീസ് ഇപ്പൊ GCP-ലാണെങ്കിലോ AWS-ലാണെങ്കിലോ ഇലാസ്റ്റിക് ബീൻസ്റ്റോക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്കെയിൽ ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പ്യുവർലി കോസ്റ്റ് സ്റ്റാൻഡ് പോയിന്റിൽ സംസാരിക്കുന്നത്, ടെക്നിക്കൽ അല്ല. നമ്മളിപ്പോ ഒരു ചെറിയ ടീമാണെങ്കിൽ rather than hiring a developer ഈ AWS-ന്റെ ബില്ല് കെട്ടുന്നതായിരിക്കും വുഡ് ബി ചീപ്പർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ പറയും. അതെ, ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. മനസ്സിലായിട്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. നമ്മളിപ്പോ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ആണെന്ന് വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് നമ്മളിപ്പോ ഒരു മൈക്രോ സർവീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് മൈക്രോ സർവീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ യൂസ് എ മാനേജ്ഡ് സർവീസ് വിച്ച് വിൽ സ്കെയിൽ അപ്പ് തിങ്സ് ഓട്ടോമാറ്റിക്കലി ഫോർ അസ്. അങ്ങനെ വരുന്ന സിനാരിയോയില് അറ്റ് വാട്ട് പോയിന്റ് ഷുഡ് വി ഡിസൈഡ് ടു മൂവ് എ മൈക്രോ സർവീസ്, അല്ലെങ്കിൽ ഈസ് ഇറ്റ് വെർത്ത് ഇറ്റ്? വെറും പൈസയുടെ ആസ്പെക്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ
മൈക്രോ സർവീസ് സ്കേലബിലിറ്റിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മൈക്രോ സർവീസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമറിന് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലീസ് സൈക്കിൾ 2 months ആണ്, 3 months ആണ്, നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ ഡിഫക്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേങ്കിൽ ഞാൻ പറയാം, ഞങ്ങൾ മോസ്റ്റ്ലി ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് കോഡ് ബേസ് കൂടി വരുമ്പോഴും ഡാറ്റ ഡിപ്പെൻഡൻസി ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡാറ്റ ഡിപ്പെൻഡൻസി വരുന്ന കേസിലും അതൊരു എന്താ പറയുക ഇനോർഗാനിക് ഗ്രോത്ത് ആയി മാറും നമ്മുടെ പ്രൊജക്ട് കുറച്ചു കാലം കഴിഞ്ഞു വെച്ചാൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അതുപോലെ തന്നെ ഒരു കേസ് പറഞ്ഞില്ലേ, കോമ്പണന്റ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക. ഇങ്ങനൊരു അവസ്ഥ വരും എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം നിങ്ങൾ എത്രത്തോളം വിഷനാണ് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിലേക്ക് ഉള്ളത്. അത് ഫോർ എക്സാമ്പിൾ 5 years down ലൈൻ ഹൗ ദിസ് പ്രൊജക്ട് ഈസ് ഗോയിങ് ടു ബി. അപ്പൊ അങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൈക്രോ സർവീസ് നല്ലതാവാം. നമ്മളൊരു മോണോലിത്ത് ബാഡ്, മൈക്രോ സർവീസ് ഗുഡ് എന്നൊരു അപ്രോച്ച് അല്ല പറയുന്നത്. രണ്ടിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നില്ല മോണോലിത്ത് നിങ്ങളുടെ പ്രൊജക്ട് ഫോർ എക്സാമ്പിൾ ഒരു ലെറ്റ്സ് 2 lakhs 3 lakhs കോഡ് നമ്പർ ഓഫ് ലൈൻസ് കൂടുതൽ കൂടാൻ പോകുന്നില്ല എന്നാണ് ഷുവർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൈക്രോ സർവീസസിന്റെ ഒരു ഓവർ ഹെഡ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്കൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു മോണോലിത്ത് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ മൈക്രോ സർവീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഈ മോണോലിത്ത് ആപ്ലിക്കേഷൻ നമ്മൾ ഒരു സ്ഥലത്തെ ലോഗിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ മൈക്രോ സർവീസും ചിലപ്പോൾ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ആവാം, ഡിഫറെന്റ് ഡാറ്റാ ബേസസ് ആവാം. അപ്പോൾ ഓരോ സർവീസസിലേക്കും നമ്മൾ ആ ഒരു ഒതന്റിക്കേഷൻ മെക്കാനിസം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക? ഞങ്ങൾ ചെയ്ത കാര്യം പറയാൻ പറ്റും. അതായത് ബേസിക്കലി നമ്മൾ ഇൻഡിവിജ്വൽ സർവീസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള റൂട്ട് ആയിരിക്കും. അതായത് നമ്മൾ ആ പോർട്ട് നമ്പർ നമ്മൾ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മെസ്സേജിങ് ക്യൂരിങ് മെക്കാനിസം എടുക്കുകയാണോ, അതല്ലെങ്കിൽ 0MQ ബേസ്ഡ് മെക്കാനിസം എടുക്കുകയാണോ, അല്ലെങ്കിൽ GRPCയുടെ പോർട്ട് ആണെങ്കിലും അത് നമ്മൾ പുറത്തേക്ക് ഒരിക്കലും എക്സ്പോസ് ചെയ്യാൻ പോകുന്നില്ല. അതായത് നമ്മുടെ ഓൺ പ്രൈമേഴ്സ് ചെയ്യുന്ന ആ പോർട്ട് ഒരിക്കലും എക്സ്പോസ് ചെയ്യാൻ പോകുന്നില്ല. അതാണ് ഒരു കാര്യം. ഇനി ഇൻ കേസ് നമ്മൾ API വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ പോലും ഇത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത മെക്കാനിസം ഓപ്പൺ ID എന്ന് പറഞ്ഞിട്ടാണ്. അത് കീ ക്ലോക്ക് എനിക്ക് അറിഞ്ഞൂടാ എത്ര പേര് കീ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. കീ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ID പ്രൊവൈഡർ ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ സർവീസ് യൂസർ ഉണ്ടായിരിക്കും. ആ സർവീസ് യൂസർ വെച്ചിട്ടാണ് ഇൻഡിവിജ്വൽ സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് നമ്മൾ JWT എന്നൊക്കെ പറഞ്ഞ ഒരു ഓപ്പൺ ID ടോക്കൺ പ്രൊവൈഡർ ആണ് ഈ കീ ക്ലോക്ക് എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ വേറെ എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കാം. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒതന്റിക്കേഷൻ സിസ്റ്റം എങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ, ഞങ്ങളൊരു API ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ മൈക്രോ സർവീസസും ഈ API ഗേറ്റ്വേയിലൂടെയാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഒതന്റിക്കേഷൻ മൈക്രോ സർവീസും കൂടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ JWT പോലെ തന്നെ ഒരു കസ്റ്റം ഒതന്റിക്കേഷൻ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ API ഗേറ്റ്വേയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് API ഗേറ്റ്വേയിലേക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് ഈ ഒതന്റിക്കേഷൻ മൈക്രോ സർവീസ് ആയിട്ട് മേക്ക് ഷുവർ ചെയ്യും ദിസ് ടോക്കൺ ഈസ് വാലിഡ് ഓർ നോട്ട്. എന്നിട്ട് മാത്രമാണ് ഏത് റൂട്ടിലേക്കാണോ നിങ്ങൾ ഏത് സർവീസാണോ നിങ്ങൾക്ക് ആവശ്യം അതിലേക്ക് റൂട്ട് ചെയ്ത് വിടത്തുള്ളൂ. അത് വൺ മെക്കാനിസം വി ആർ യൂസിങ്. പിന്നെ മൈക്രോ സർവീസസ് അതായത് സിംഗിൾ പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാക്കി സർവീസസിനെ അവിടെ നിന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിൽ ആണോ ചെയ്യുന്നത്? അതെ അതെ, എല്ലാ മൈക്രോ സർവീസസും ആക്സസ് ചെയ്യുന്നത് ഈ API ഗേറ്റ്വേയിലൂടെ ആയിരിക്കും. അന്നേരം നമുക്ക് ഈ മൈക്രോ സർവീസസിന് നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഈ മൈക്രോ സർവീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ API ഗേറ്റ്വേയും മൈക്രോ സർവീസും തമ്മിൽ കണക്ഷൻ ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് ഇപ്പൊ ഒരു API കോള് വരുവാണെങ്കിൽ അത് ഈ API ഗേറ്റ്വേ ത്രൂ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഈ API ഗേറ്റ്വേ നമ്മുടെ ഒതന്റിക്കേഷൻ സെർവറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം ഈ APIയിൽ വരുന്ന ഹെഡറിലുള്ള ടോക്കൺ ഇറ്റ്സ് ലൈക്ക് എ കസ്റ്റം ടോക്കൺ, നോട്ട് ലൈക്ക് എ JWT ടോക്കൺ. ഈ കസ്റ്റം ടോക്കൺ നമ്മുടെ ഒതന്റിക്കേഷൻ സെർവർ മേക്ക് ഷുവർ ഇറ്റ് ഇസ് എ വാലിഡ് ഓർ നോട്ട് എങ്കിൽ മാത്രമാണ് അത് ഈ കറസ്പോണ്ടിങ് മൈക്രോ സർവീസിലേക്ക് റൂട്ട് ചെയ്ത് കൊടുത്തുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്.
നല്ലൊരു പോയിന്റ് ആണ്. വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു API ഗേറ്റ്വേ ഉണ്ട്. പക്ഷേ നമ്മൾ API ഗേറ്റ്വേ വെച്ച് റൗട്ട് ചെയ്യുന്നത് നമ്മൾ UI ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു യൂസർ ഒതൻറ്റിക്കേഷൻ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ സർവീസ് ടു സർവീസ് ഒതൻറ്റിക്കേഷൻ ഉണ്ട്. സർവീസ് ടു സർവീസ് ഒതൻറ്റിക്കേഷൻ ഇനിഷ്യലി ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സർവീസ് ഒതൻറ്റിക്കേഷൻ ഇല്ലായിരുന്നു. കാരണം എല്ലാം ഒരു ഫയർവാളിന് നമ്മൾ ഓൺ പ്രെമിസ് ആയിരുന്നു, കുബർനെറ്റിസും കാര്യങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ഒരു ഫയർവാളിന് പുറകിലായിരുന്നു. അപ്പോൾ ഇനിഷ്യലി സർവീസ് ഒതൻറ്റിക്കേഷൻ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ O2.0 പോലുള്ള കാര്യങ്ങൾ വെച്ച് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സർവീസ് ഒതൻറ്റിക്കേഷൻ പിന്നെ ഹാൻഡിൽ ചെയ്തു. ഇത് ഇപ്പം മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞ പോലെ ഇനിഷ്യലി നമുക്കൊരു API ഗേറ്റ്വേ വെച്ചിട്ടാണ് ഒരു സൂൾ റൂട്ട്സ് വെച്ചിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് റൗട്ട് ചെയ്യുക. ഒതൻറ്റിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പാറ്റേൺ ആയിരുന്നു നമ്മൾ ഇനിഷ്യലി യൂസ് ചെയ്തിരുന്നത്. അതാണ് ഇപ്പൊ ജസ്റ്റ് അനദർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നീഡാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു മൈക്രോ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒതന്റിക്കേഷൻ മൈക്രോ സർവീസ് ഉണ്ട്, പിന്നെ വേറൊരു അപ്ലിക്കേഷൻ സർവീസ്, വേറൊരു മൈക്രോ സർവീസ് ഉണ്ട് ടു പ്രൊവൈഡ് അനദർ അപ്ലിക്കേഷൻ സർവീസ്. ഇപ്പൊ യൂസർ പ്രോബബ്ലി ഒതന്റിക്കേറ്റ് വിത്ത് വൺ API, അതായത് നമ്മുടെ ഒതന്റിക്കേഷൻ മൈക്രോ സർവീസ് ആയിട്ടാണ് ഒതന്റിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നൗ ദി യൂസർ ഈസ് ഗോയിങ് ടു അനദർ മൈക്രോ സർവീസ് ടു ആക്സസ് സംതിങ്. നമ്മളിത് എങ്ങനെ ഈ യൂസർ വാലിഡ് ആണ് എന്ന് നോക്കാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒരു യൂസ് കേസ് ആണ്. ഇപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തന്നെ മൾട്ടിപ്പിൾ അപ്രോച്ചസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഞങ്ങൾ അപ്രോച്ച് ചെയ്തത് JWT ആണ്. പക്ഷേ ഒരു കസ്റ്റമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു കസ്റ്റം ഇംപ്ലിമെന്റേഷനിലെ മോസ്റ്റ് കേസസ് അവിടെ ഒരു സെഷൻ ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. കാരണം വെൻ ദ യൂസർ ലോഗ്സ് ഇൻ വിൽ ക്രിയേറ്റ് എ സെഷൻ ഓബ്ജക്റ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും, ഈ സെഷൻ ഓബ്ജക്റ്റ് എവിടെ വേണ്ടത് എന്നുള്ളത്. ഈ സെഷൻ ഓബ്ജക്റ്റ് ഇൻ കേസ് നമ്മൾ ഡാറ്റാബേസിലാണ് സേവ് ചെയ്യുന്നത്, അതായത് ഒതന്റിക്കേഷൻ എന്താ പറയാ ഡാറ്റാബേസ് തന്നെ സെഷൻ ഓബ്ജക്റ്റ് ഉള്ളത്. അപ്പൊ എവറി ടൈം ഒരു യൂസർ ഒരു ന്യൂ മൈക്രോ സർവീസിലേക്ക് ടോക്കൺ ചെല്ലുന്ന സമയത്ത് ആ ഒതന്റിക്കേഷനിൽ വാലിഡേറ്റ് ഈ ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു API കോൾ വിളിക്കണം. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിഗ്രഡേഷൻ ഈ മൈക്രോ സർവീസ് ഡ്രോബാക്ക് ആയിട്ട് വരും. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറലി നമ്മളൊരു ഇൻ മെമ്മറി ക്യാഷ് മെക്കാനിസത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ റെഡീസ് എന്ന് പറഞ്ഞൊരു ഇൻ മെമ്മറി ക്യാഷ് ഉണ്ടായിരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ സെഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് റെഡീസിലേക്ക് ഇടും. അപ്പോൾ whenever a service is looking for this token, initially he will check at whether നമ്മുടെ റെഡീസിൽ ഈ സെഷൻ അവൈലബിൾ ഉണ്ടോ ഈ പർട്ടിക്കുലർ യൂസർക്ക് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഡാറ്റാബേസിൽ പോയിട്ട് ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്തിട്ട് നേരെ ഫെച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇത് റെഡീസിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ വേറെ യൂസ് വരുന്ന സമയത്ത് ഫസ്റ്റ് യു ചെക്ക് വെദർ റെഡീസ് ദിസ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ, സെഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് അവൈലബിൾ. അതല്ലെങ്കിൽ നമ്മൾ സഡൻലി നമുക്കൊരു പെർഫോമൻസ് ഡിഗ്രേഷൻ നടക്കാം. ജസ്റ്റ് ഒരു കേസ് പറഞ്ഞത് മാത്രം, നമ്മൾ എങ്ങനെയാണ് അഡീഷണൽ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ ആവശ്യം വരുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പം ഈ ഓതന്റിക്കേഷൻ പോലെ തന്നെ ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ അതേപോലെ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ മൈക്രോ സർവീസസ് തന്നെ ഇപ്പം ഇഫ് യു ആർ യൂസിങ് SQL or something and also know about Node.js I'm asking, so we have almost 10 or 15 micro services like for separate like readers, writers, something like that. അങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതിന്റെ ഒക്കെ ചില കാര്യങ്ങൾ ലൈക്ക് മോഡൽസ് അങ്ങനത്തെ കുറച്ച് ഫയൽസ് ഉണ്ടാവുമല്ലോ. അപ്പം ഇതിന്റെ മുന്നേ ഒരു PHPയുടെ കോഡ് ബേസ് ആയിരുന്നു ഞങ്ങളത് ഉണ്ടായിരുന്നത്. അപ്പൊ PHP സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് മൾട്ടിപ്പിൾ മൈക്രോ സർവീസസ് ആക്കി മാറ്റിയേക്കണം. അതായത് ഇപ്പോൾ റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ആൻഡ് ഓൾസോ ഓതന്റിക്കേഷൻ മെക്കാനിസംസ് ലൈക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു API ഗേറ്റ്വേ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം ഇപ്പം ഞങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൈഗ്രേഷൻ ഇപ്പോഴും ഞങ്ങൾ PHPനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ? അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇപ്പൊ മൊഡ്യൂൾസിലാണെങ്കിലും ഈ മോഡൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസിലും സെയിം ആയിരിക്കും ഞങ്ങളുടെ കേസിൽ. സോ ഇതുപോലെ അപ്പൊ ഇതൊരു റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഡേറ്റയുടെ റെപ്പിറ്റേഷൻ ആണോ ചോദിച്ചത്? എനിക്കിത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. മോഡൽ ക്ലാസസിന്റെ റെപ്പിറ്റേഷൻ ആണ് ഉദ്ദേശിച്ചത്. ഐ മീൻ എല്ലാ മൈക്രോ സർവീസിലും സെയിം മോഡൽ ക്ലാസസ് വരുന്നുണ്ടല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കേസിൽ ഇപ്പം മൈക്രോ സർവീസിൽ നമ്മളെല്ലാ മൈക്രോ സർവീസിലും ഈ മോഡൽ ക്ലാസസ് കീപ്പ് ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. മുമ്പ് ഇങ്ങനെ ക്ലയൻസ് ഷിപ്പ് ചെയ്യുന്ന കേസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അത് ഓക്കെ അല്ല പറയൂ, ആരോ പറയാമെന്നാണ് തോന്നുന്നു. എനിക്ക് PHPയുടെ കേസ് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ജനറലി കോഡ് ഡ്യൂപ്ലിക്കേഷൻ ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോമ്പോണൻസിന്റെ ഒരു ലൈബ്രറി ഉണ്ടാകും ഫസ്റ്റ്. അവിടെ ആയിരിക്കും നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കോഡുകളെല്ലാം ഉണ്ടാവുക. അതേ കോഡിൽ നിന്നായിരിക്കും ബാക്കിയുള്ള എല്ലാ മൈക്രോ സർവീസും എന്താ പറയുക ഡിറൈവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ
ഒരു ആ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ഒരു കോമ്പോണന്റ് ആയിരിക്കും ആക്ച്വലി ദ ബിഗ്ഗസ്റ്റ് വൺ. പിന്നെ ഉണ്ടാക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പാക്ട് ആയിരിക്കും. അതിന്റെ ഓൺലി ബിസിനസ് ലോജിക്കും അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. കാരണം പിന്നെ അടുത്തൊരു പോയിന്റ് നോക്കുന്നത് എന്താ വെച്ചാല് മൈക്രോ സർവീസ് യൂസ് പറയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ ഇറ്റ്സ് ഓൺ ഡാറ്റ, വേറൊരു ഡാറ്റ വരുന്നില്ല. അങ്ങനെ വരുന്ന കേസ് ആണെങ്കിൽ ദർ ഇസ് സംതിങ് റോങ്. നമ്മൾ ആർക്കിടെക്ചർ ചെയ്ത് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം ഇഫ് യു ഹാവ് എ ഡാറ്റ ഡിപെൻഡൻസി ബിറ്റ്വീൻ ടു മൈക്രോ സർവീസസ്. അതെ, അത് ഞാൻ കുറച്ച് ഡിസ്അഗ്രി ചെയ്യും. നമ്മൾ ഇപ്പോൾ ഡാറ്റാബേസ് സർവീസ് പാറ്റേൺ ആണ് ഡാറ്റ ഓണർഷിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഈ സോഴ്സ് ഇവന്റ് പാറ്റേൺ പോലത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ സ്റ്റിൽ. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 2 ആപ്ലിക്കേഷൻസ് ഒരു എന്താ പറയുക, ഓക്കെ 2 മൈക്രോ സർവീസ് ഉണ്ട്, രണ്ടും അതിൻ്റെ തന്നെ ഡാറ്റാബേസസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ 2 HTTP കോൾസും അതിൻ്റെ 2ൻ്റെ ഡാറ്റാബേസ് ക്വറി നമ്മളിത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് പെർഫോമൻസ് ഇഷ്യൂ വരും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എന്താ പറയുക 2 ആപ്ലിക്കേഷൻ്റെയും എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. നമ്മളതിനെ 2ആയിട്ട് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇവന്റ് സോഴ്സ് പാറ്റേൺ യൂസ് ചെയ്യുമല്ലോ. അതായത് ഒരു ചേഞ്ച് ഡേറ്റ ക്യാപ്ചർ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഈ ഡേറ്റേൻ്റെ ഒരു റീഡ് ഓൺലി വ്യൂ നമ്മൾ മറ്റേ ആപ്ലിക്കേഷനിലേക്കോ, അതായത് ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യും. അങ്ങനെയുള്ള പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. അതൊരു ഓണർഷിപ്പ് അല്ല, ഈ പറഞ്ഞ പോലെ ഒരു റീഡ് ഓൺലി വ്യൂ ആണ്, ഡേറ്റയുടെ ഒരു റീഡ് ഓൺലി വ്യൂ ആണ് റിയൽ ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു എന്താ പറയുക അത് നമ്മൾ ക്വറി ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഇതുമുണ്ട്. അപ്പം ആ ഒരു പറഞ്ഞ പാറ്റേൺ ഉണ്ട്. ഞാൻ ഷിജു പറഞ്ഞതിനോട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. അതെ, പക്ഷെ അത് ബേസിക്കലി അങ്ങനത്തെ അതൊരു എന്താ പറയാ ഓവർകിൽ അല്ലേ. കാരണം നമുക്ക് അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, ഡാറ്റ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒരു മൈക്രോ സർവീസ് എങ്ങനെ വേണം എന്നുള്ളത്. അത് ആ മൈക്രോ സർവീസ് അപ്പോൾ അങ്ങനെ ഡാറ്റ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി സിംഗിൾ മൈക്രോ സർവീസ്. അല്ല, അത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോളിഡ് പ്രിൻസിപ്പിൾ സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ വെച്ച് തന്നെയാണ് നമ്മളിത് പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 2 സെപ്പറേറ്റ് ട്രാൻസാക്ഷൻസ് ആണ്, രണ്ടും എന്താ പറയുക 2 സെപ്പറേറ്റ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ അല്ല. അപ്പോൾ നമുക്കതൊരു ലോജിക് മൈക്രോ സർവീസിനെ ഒരു കമ്പൈൻ ചെയ്യുന്നതിന് ഇതില്ല. നമ്മൾ ഈ റെസ്റ്റ്ഫുൾ പ്രാക്ടീസ് പറയുന്ന പോലെ തന്നെയാണ്, ഒരു പ്രിൻസിപ്പിളാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി വേൾഡ് അല്ല. ഇൻ ദ സെൻസ് ആപ്ലിക്കേഷൻ വർക്ക് ആവാതിരിക്കില്ല, പക്ഷെ ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേണിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാറ്റേൺ ആണ് ഈ സോഴ്സ് ഇവന്റ് പാറ്റേൺ. അതായത് നമ്മൾ ഇൻഫർമേഷനെ അതായത് ഇങ്ങനെ നമുക്ക് 2 ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ പെർഫോമൻസ് നമുക്കൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഡേറ്റേനെ ഒരു റീഡ് ഓൺലി വ്യൂ മറ്റടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യും. അത് ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ്. അല്ല, പക്ഷേ ഞാനൊരു പ്രോബ്ലം ജസ്റ്റ് പറയാണ്. കാരണം നമ്മൾ മൈക്രോ സർവീസിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു വെച്ചാൽ വി ഹാവ് ടു ഇൻഡിപെൻഡന്റ്ലി ഡെപ്ലോയബിൾ റിലീസബിൾ ആയിട്ടുള്ളായിരിക്കുന്ന ഒരു സർവീസ് ആയിരിക്കണം. ദ മൊമെന്റ് വി ഇൻട്രൊഡ്യൂസ് എ ഡാറ്റ ഡിപെൻഡൻസി ആ റൂള് ബ്രേക്ക് ആയി പോയി. കാരണം ഒരു ഡാറ്റാബേസ് ഇൻ കേസ് എന്തെങ്കിലും മോഡിഫൈ ചെയ്തു കരുതുക, അപ്പോൾ മറ്റേ സർവീസ് ഈ 2 സർവീസ് ടുഗദറെ നമുക്ക് പിന്നെ റിലീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവിടെ നമ്മൾ മൈക്രോ സർവീസിന്റെ പ്രിൻസിപ്പിളെ ബ്രേക്ക് ചെയ്തു. അല്ല, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ സ്കീം അങ്ങനെ ഇത് ചെയ്യണമെന്നില്ല. അത് ഒന്നീ പറഞ്ഞ പോലെ ഇതൊരു കോൺട്രാക്റ്റിൻ്റെതായിട്ടുള്ളൊരു ഇഷ്യൂ അതിനകത്ത് വരും. ഒബ്വിയസ്ലി പറഞ്ഞ പോലെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡേറ്റ അങ്ങനെ തന്നെ ഇത് ചെയ്യല്ല. ഒരു CDCയിൽ നമുക്കൊരു കൺസ്യൂമർ കാണും, ആ ഒരു കൺസ്യൂമർ ആയിരിക്കും സേവ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ് അത് നമ്മൾ എന്താ പറയുക അതിനെ ഇപ്പം ഈ ഒരു ഇഷ്യൂ ഇപ്പം നമ്മൾ 2 ഇപ്പം സ്കീമ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു എൻ പോയിന്റ് ഇതിൽ നമ്മളൊരു പുതിയ ഡേറ്റ പോയിന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ റെസ്റ്റ് എൻ പോയിന്റ് ചെയ്യും, നമ്മളെ റെസ്റ്റ് എൻ പോയിന്റ് വഴിയാണ് ഡേറ്റ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതല്ല എന്റെ ക്വസ്റ്റ്യൻ അതല്ല, സോറി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ആണ്. ഇൻ കേസ് ഇപ്പം നമ്മളൊരു ഡാറ്റാബേസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് മൈക്രോ സർവീസ് 2. അവിടെ ഒരു കോഡ് ഡാറ്റാബേസിന്റെ സ്കീമ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഡാറ്റാബേസിന്റെ സ്കീമ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് മൈക്രോ സർവീസ് 1? മൈക്രോ സർവീസ് 1 റിലീസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഒരു CDC ഫ്ലോ ചെയ്യുകയാണെങ്കിൽ CDC ഫസ്റ്റ് മൈക്രോ സർവീസിനകത്തായിരിക്കത്തില്ല, അതൊരു സെപ്പറേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. അത് എന്താ പറയുക ആ CDCയിൽ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും.
നമ്മൾ ആ ഒരു സ്കീമ ചേഞ്ച് ഫസ്റ്റ് വൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞത് ഒരു കേസിൽ നമ്മൾ ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അത് ഡേറ്റാബേസ് സ്കീമ നമ്മൾ ചേഞ്ച് ചെയ്തു, ഇങ്ങനെ പറഞ്ഞ പോലെ ഡേറ്റാബേസിനെ ഫസ്റ്റിലേക്ക് മൂവ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ഫീൽഡ് ഇതിനകത്ത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചു, അതായത് നിങ്ങൾ ഇപ്പോൾ ഇതിന് പകരം CDCക്ക് പകരം നിങ്ങൾ റെസ്റ്റ്ഫുൾ എൻഡ് പോയിന്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അപ്പോൾ കോൺട്രാക്ട് ചേഞ്ച് ആവും. അതായത് ആ ഒരു ഫീൽഡ് കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ട് ചേഞ്ച് ആവും. നിങ്ങൾ അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഏതൊരു നിങ്ങളൊരു പുതിയ വേർഷൻ്റെ എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ എൻഡ് പോയിന്റ് അപ്ഡേറ്റ് ചെയ്ത് കൺസ്യൂമർ പ്രൊഡ്യൂസറും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ പറഞ്ഞ കേസ് ഇതിനെ കാണും. അതായത് ഇങ്ങനൊരു ഇല്ലല്ലോ അതൊരു റൈറ്റ് ആയിട്ടുള്ള തോന്നിയില്ല എനിക്ക്. കാരണം നമ്മൾ മൈക്രോ സർവീസിൽ ഒരു പുതിയ API റിലീസ് ചെയ്യുന്ന സമയത്ത് either we will have version 2 of API and version 1 API will be still compatible. I am not forced, അതായത് എനിക്ക് അഡീഷണൽ ഫങ്ഷനാലിറ്റി കിട്ടില്ല, പക്ഷെങ്കിൽ എൻ്റെ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി ഞാൻ എൻഷുർഡ് ആണ്. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഡാറ്റാബേസ് മോഡിഫൈ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മളിപ്പോൾ മൈക്രോ സർവീസ് 1ന്റെ ഡാറ്റ മോഡിഫൈ ചെയ്തെന്ന് കരുതിയിട്ട് ഇഫ് ഐ എം ഫോഴ്സിങ് മൈക്രോസോഫ്റ്റ് 1 ടു റിലീസ്, ബേസിക്കലി മൈക്രോ സർവീസ് ആർക്കിടെക്ചർ നമ്മൾ ഫെയിലായി. അതാണ് ഞാൻ പറഞ്ഞത്, മൈക്രോസർവീസ് 1 റിലീസ് ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആയി നമ്മളൊരു CDC ഫ്ലോയുടെ കാര്യമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. അത് മൈക്രോസർവീസ് 1ലുള്ള കാര്യമല്ല. നമുക്ക് ഫസ്റ്റിലേക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഇപ്പോൾ ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആയിട്ട് എൻഡ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ CDC ഫ്ലോയിൽ നമുക്ക് ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അതായത് വരുന്ന ഒരു ഫീൽഡ്സ് തന്നെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഇത് നമുക്ക് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആ ഒരു ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ല സോറി, ചിലപ്പോൾ ഞാൻ സാധാരണ ഡാറ്റ ലെയറിൽ അധികം വർക്ക് ചെയ്യാറില്ല, അതുകൊണ്ടുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. പക്ഷേങ്കിൽ ഐ മീൻ നമ്മുടെ കേസിൽ നമ്മൾ ജനറലി അങ്ങനത്തെ ഒരു കേസ് പറയുമ്പോൾ പറയും ദിസ് ഈസ് എ മെസ്സപ്പ്, നമ്മളിങ്ങനെ ചെയ്യരുത്. അതായത് കാരണം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതാണ് ബേസിക്കലി. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഡെപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു അലവൻസ് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഡൗൺ ദ ലൈൻ വിത്തിൻ 3 months or 6 months അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസി ആയിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ഹാർഡ് ആൻഡ് സ്ട്രിക്റ്റ് റൂളാണ്. ഒരു മൈക്രോ സർവീസ് ഒരിക്കലും ഈച്ച് മൈക്രോ സർവീസ് ഈസിലി റീപ്ലേസബിൾ. അതായത് നമ്മൾ ഒരെണ്ണം വേർഷൻ 1 ആയിരിക്കുമ്പോഴും മറ്റേത് വേർഷൻ 2 ആയാലും യു ഷുഡ് നോട്ട് ഫേസ് എനി പ്രോബ്ലം. ആ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എൻഷുർ ചെയ്താൽ മാത്രമേ നമ്മൾ റിലീസ് ചെയ്യാറുള്ളൂ. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ CDC വെച്ച് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ API വേർഷനിങ്ങിനോട് ഓപ്പോസ്, അത് വേറെ എൻ്റർലി ഡിഫറെൻറ്റ് ഡിസ്കഷനാണ്. ഞാൻ API വേർഷനിങ്ങിനോട് അത്രയും ഇതുള്ള ഒരാളല്ല. ഞാൻ എന്താ പറയുക, അതിനെ കുറച്ച് എതിർക്കുന്ന ആളാണ്. പക്ഷേ ഇത് വേറെ ഡിസ്കഷനാണ്. എനിവേ ഞാൻ ഈ പറഞ്ഞ പോലെ CDC ഫ്ലോ വെച്ച് ഞാൻ ഈ പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യാതെ തന്നെ, കാരണം ഈ ഒരു ഇന്റർമീഡിയറ്റ് പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു CDCയുടെ കൺസ്യൂമറിലായിരിക്കും. അതായത് ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DPCM പോലത്തെ ഒരു ടൂൾ ഉണ്ടായിരിക്കും. അത് ഈ ചേഞ്ച് ഡേറ്റ ക്യാപ്ചർ ചെയ്യും, കാഫ്കയിലേക്ക് ഇടും. അതിനൊരു കൺസ്യൂമർ കാണും. ആ ഒരു കൺസ്യൂമർ ആയിരിക്കും ഇതിലേക്ക് ഡേറ്റ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമ്മളൊരു വെർഷൻ പോയിന്റ് ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഫീച്ചർ വന്നാൽ ഇഗ്നോർ ചെയ്യുള്ളൂ. ആ ഒരു സിമിലർ ഇത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. സോ റിലീസ് ചെയ്യേണ്ട വരുന്നില്ല, റിലീസ് ചെയ്യേണ്ട. സോ നിങ്ങൾ ബേസിക്കലി ചെയ്യുന്നത് ഒരു പബ്സബ് ആർക്കിടെക്ചർ വേറെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതെ ഇത് ഇങ്ങനത്തെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് പെർഫോമൻസും ഇഷ്യൂ ആണ്. അതായത് നമുക്ക് എന്റെ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ഒരു ഇത് വരാമെങ്കിൽ ഓൾറെഡി നമ്മുടെ പെർഫോമൻസ് ഫോർ എക്സാമ്പിൾ നമുക്കറിയില്ല നമ്മൾ എത്രയ്ക്ക് മെസ്സേജ് ക്യൂഡ് ആണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. സംതിങ് ഐ തിങ്ക് നമ്മളിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഫീൽ ചെയ്യുക, അതായത് there is something wrong in our architecture എന്നുള്ളത് അല്ലെ. മേ ബി ഞാൻ ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ്. ഞാൻ ഇത് ചെയ്യുന്നതല്ല, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇവന്റ് സോഴ്സ് പാറ്റേൺ എന്ന് പറയുന്നത്. അതെ ഡെഫിനറ്റ്ലി മറ്റേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, എസ്പെഷ്യലി റാബിറ്റ് വെച്ചിട്ട്. പക്ഷേ എങ്കിൽ ഡാറ്റ ഒരിക്കലും നമ്മൾ എന്താ പറയാ ഇന്റർഡിപെൻഡൻസി അലോ ചെയ്യാറില്ല. ഫോർ വാട്ട് എവർ റീസൺ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ റീമോഡൽ ചെയ്യാറുള്ളത്.
ഓഫ് കോഴ്സ് ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായി നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ ഇപ്പോൾ ചില കേസസിൽ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ മൈക്രോ സർവീസിൻ്റെ ഒരു ബൗണ്ടർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് നിർത്താൻ പറ്റാത്തുള്ള രീതിയിൽ, ആ ഒരു ബിസിനസ് കേസിൽ നിർത്താൻ പറ്റാത്തുള്ള രീതിയിലുള്ള ഒരു 2 ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ ചെറിയ നാനോ സർവീസ് ലെവലിലേക്ക് നമ്മൾ പോകാമെന്നല്ല, പക്ഷേ ഒരു മൈക്രോ സർവീസിൻ്റെ ലെവലിൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. 2 സെപ്പറേറ്റ് ട്രാൻസാക്ഷനാണ്. നമുക്കൊരു ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പളിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കത് ഒരു മൈക്രോ സർവീസ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, എൻഡ് ഓഫ് ദി വേൾഡ് അല്ല എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കത് പറഞ്ഞു എനിക്ക് മനസ്സിലായി. വേണമെന്നുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ വരുന്ന കേസസിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പാറ്റേൺ ആണിത്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്റർഡിപെൻഡൻസി ഇല്ല. അഗൈൻ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ എൻപോയിന്റ് മെഷറിംഗ് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇത്. അഗൈൻ ജസ്റ്റ് പ്രിഫറൻസ് ആണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാറ്റേണിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയുള്ള കേസ് വരാറുണ്ട്. അതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വരാറുണ്ട്. ക്ലിയർ ആണ്. താങ്ക് യു. Going back to Srirag's original question, എനിക്ക് PHPനെ കുറിച്ച് വല്ലതും അറിയില്ല, ബട്ട് ഐ തിങ്ക് മോഡൽ ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്ലാസ് ഇൻ ജാവ, റൈറ്റ്? സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആസ് ഷിജു സെഡ്, കോമൺ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ദ കോഡ് ദാറ്റ് ഇസ് ആക്സസ്ഡ് ബൈ മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ആർ മൂവ്ഡ് ടു എ കോമൺ റെപ്പോസിറ്ററി which is consumed by others as a library. For example, if TypeScript anenge, we have definition files sitting on a different repository which is consumed by all 3 services which needs it. Java anenge, it's a separate library which gets pulled in as a jar by 3 services. So we don't maintain local copies of these files, rather we maintain one copy of this file which is consumed by multiple services. ഹലോ. ഹലോ. ഓക്കെ, ഇപ്പൊ ഈ മോഡൽ ക്ലാസ്സസിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ലിസൺ ഓഡിയൻസിലോ ഡയറക്റ്റ് മെസ്സേജ് പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടത്, അത് ജസ്റ്റ് ഷെയർ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം JFrog എന്ന് പറഞ്ഞൊരു റെപ്പോസിറ്ററി ഉണ്ട്. ഐ മീൻ ഇറ്റ്സ് ലൈക്ക് എ സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ മോഡൽ ക്ലാസ്സസിനെ അതിനകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഇപ്പൊ ജാവ ആണെങ്കിൽ ജസ്റ്റ് മാനുവലിലേക്ക് ഇതിന്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺലോഡ് ആവും. മീൻസ് ലൈക്ക് സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി. അപ്പൊ നിങ്ങൾക്ക് ആ JFrog എന്ന് പറഞ്ഞ് ഒരു ജാവയ്ക്ക് മാത്രമല്ല, ഇതൊരു പോളിഗ്ലോട്ടാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പം PHP അല്ലെങ്കിൽ നോട്ട് ജേഴ്സ് എന്തിന്റെയും മോഡൽ ക്ലാസ്സസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ലൈബ്രറി പോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. JFrog ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. മാത്യൂസ്, ഞാനത് പറയാൻ പറയായിരുന്നു. JFrog അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ ഉപയോഗിച്ചത് നെക്സസ് OS എന്ന് പറയും. നെക്സസിന്റെ ഒരു നെക്സസ് ഭയങ്കര JFrogനെക്കാട്ടും എനിക്ക് ഒന്ന് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് ഇതുപോലെ പോളിഗ്ലോട്ട് ആണ് എല്ലാ. പിന്നെ അതിന്റെ വേറെ യൂസ് വെച്ചാൽ ഇപ്പൊ ഗിറ്റ്ഹബിൽ നിന്ന് എടുത്ത ഗിറ്റ്ഹബിൽ നിന്ന് എനിക്കിപ്പോൾ ആ ഒരു ലൈബ്രറി വേണ്ട, അതിലൊരു മോഡിഫിക്കേഷൻ ചെയ്ത് എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ അതും ചെയ്യാം. ആ ഗിറ്റ്ഹബിൽ നിന്ന് എടുത്ത ലൈബ്രറിനെ മോഡിഫൈ ചെയ്ത് എൻ്റെ ലൈബ്രറിയിൽ എനിക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെ കുറെ പരിപാടി നടക്കും. JFrogന് ഈ ഓപ്പൺ നെക്സസ് അത് നല്ലൊരു സംഭവമാണ്. നവനീത്, ഞങ്ങൾ യൂസ് ചെയ്യുന്നത് JFrog ആണ്. അപ്പൊ ഞങ്ങൾ .NET ടെക്നോളജീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ന്യൂഗറ്റ് പാക്കേജസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മോഡൽ ക്ലാസ്സസ് അല്ലെങ്കിൽ ഡൊമൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു സെപ്പറേറ്റ് ന്യൂഗറ്റ് പാക്കേജ് ആക്കി ഈ പറഞ്ഞ JFrogനകത്തോട്ട് പുഷ് ചെയ്യുക, റെപ്പോസിറ്ററി ഇടുക ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ഏതൊക്കെ മൊഡ്യൂൾസിന് ആവശ്യമുണ്ടോ അവിടുന്ന് നമുക്ക് ഈ ന്യൂഗറ്റ് പാക്കേജ് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. യെസ് സെയിം ഹിയർ. ന്യൂഗറ്റ് പാക്കേജസ് ഞങ്ങൾ നെക്സസിൽ ന്യൂഗറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ വേറെ റീസൺ കൂടി ഉണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഫയർവാൾ പ്രോക്സിയുടെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം എപ്പോഴും ഈ പ്രോക്സി എല്ലാവരുടെ മെഷീൻസിലും കോൺഫിഗർ ചെയ്ത് ഈ ലൈബ്രറീസ് യൂസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇന്റർനെറ്റ് ഞങ്ങൾ ചുമ്മാ യൂസ് ചെയ്യണ്ടേ. വെറുതെ എപ്പോഴും ഓരോ ലൈബ്രറി ഓരോ ഡെവലപ്പർ ബിൽഡ് ചെയ്യാൻ നേരത്തെ അവർ ചുമ്മാ ഇന്റർനെറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യണം. അത് സ്ലോറും കൂടിയാണ്. അപ്പം ഞങ്ങൾ ഈ അവരുടെ എല്ലാ മേവൻ റെപ്പോസിറ്ററി ആണെങ്കിലും ന്യൂഗറ്റിന്റെ റെപ്പോസിറ്ററി ആണെങ്കിലും അതിന്റെ IP മാറ്റി ഞങ്ങളുടെ സെൻട്രൽ റെപ്പോസിറ്ററിയുടെ ഇത് കൊടുക്കുന്നു. അവിടെ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യും. സോ ഭയങ്കര സ്പീഡാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. യെസ്. ഓക്കെ, എനിക്ക് ഒരു കാര്യം, നമ്മൾ ഈ JFrog ആയിരുന്നു, നമ്മൾ പണ്ട് JFrog ആയിരുന്നു, പിന്നെ നെക്സസ് ആയി. നമ്മുടെ ഇതേ ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് പൊതുവെ മേവൻ പ്രോജക്ട്സ് നമ്മൾ ഡിപ്പെൻഡൻസീസ് കോൾ ചെയ്യും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പം നമ്മൾ ഈ മൈക്രോ സർവീസ്, എനിക്ക് ആക്ച്വലി ഷിജുവും ജുഹോനെ ഇടയ്ക്ക് സംസാരിച്ച ഒരു ആർക്കിടെക്ചറിൽ എനിക്ക് ചെറിയൊരു കോൺഫ്ലിക്റ്റ് പറയാനുണ്ട്. കാരണം ജോഹാൻ പറഞ്ഞ റിക്വയർമെൻറ്റ് ഭയങ്കര കോമൺ ആണ്, എല്ലാവർക്കും ആ യൂസ് കേസ് ഉണ്ട്.
അപ്പോൾ നമ്മളൊരു OSG ആർക്കിടെക്ചർ ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഇത് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഉണ്ട്, മൊഡ്യൂൾ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പം എന്തായാലും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അതൊരു മൈക്രോ സർവീസിന് ഒരു കോൺഫ്ലിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? ജോഹൻ പറഞ്ഞ അതിനകത്ത് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഡിപ്പെൻഡൻസീസ് വന്നു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുമല്ലേ. അതായത് ഒരെണ്ണം മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. സിംഗിൾ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഷിജു പറഞ്ഞതുപോലെ ഒരു ആർക്കിടെക്ചർ ആണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. മറ്റേ ഇന്റർ ഡിപ്പെൻഡൻസീസ് വന്നാൽ അതെനിക്കൊരു വർക്ക് അറൗണ്ട് പോലെയാണ് തോന്നിയത്. ഫ്യൂച്ചറിൽ അതുകൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. മറ്റേ ഷിജു പറഞ്ഞ അപ്രോച്ച് സിംഗിൾ റെസ്പോൺസിബിലിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുകയാണെങ്കിൽ അതൊരു ക്ലീൻ അപ്രോച്ച് ആയിരിക്കും. അത് ഒരെണ്ണത്തിലുള്ള ചേഞ്ച് മറ്റേതിനെ ബ്രേക്ക് ചെയ്യത്തില്ല, വളരെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഞാൻ ആക്ച്വലി പറഞ്ഞ തിരിച്ചാണ്. ജോഹൻ പറഞ്ഞ പ്രിൻസിപ്പിൾ നമുക്ക് പലരും അപ്ലൈ ചെയ്യേണ്ടി വരും എന്നതായിരുന്നു എൻ്റെ ഒരു പോസിബിലിറ്റി. കാരണം നമ്മൾ OSG ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വരത്തില്ല. കാരണം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് വേർഷനാണ് എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരു API വേർഷനിങ് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ടിപ്പിക്കൽ മൈക്രോ സർവീസിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റും നമുക്കവിടെ ഇൻവോൾവ് അല്ല. അപ്പോൾ ഒരു ടിപ്പിക്കൽ മോണോലിത്ത് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് മൈക്രോ സർവീസിൽ പോകണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ OSG ആർക്കിടെക്ചർ. അതായിരിക്കും ഒരു ബെറ്റർ പ്രാക്ടീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. API വേർഷനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചെയ്തേ പറ്റൂ. ഞാൻ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റം ടോക്കൺ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ചെയ്തതെന്ന് വിചാരിക്കാം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓതൻറ്റിക്കേഷൻ സർവീസിൽ. പിന്നെ സൂൺ ആഫ്റ്റർ 6 months ഇൻട്രൊഡ്യൂസ് JWT. ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ ഷുഡ് യു ഹാവ് ക്ലയൻസ് സം ഓഫ് സർവീസസ് സ്റ്റിൽ സപ്പോർട്ട് ദ കസ്റ്റം ടോക്കൺ ഇംപ്ലിമെൻറ്റേഷൻ. അത് കൂടാണ്ട് തന്നെ JWT ടോക്കൺ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേർഷൻ മറ്റേ വേറൊരു API ആക്കിയിട്ട് V2 ആക്കിയിട്ടോ അല്ലെങ്കിൽ ആണ് ആ ഇത് റിലീസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, ഓൾറെഡി എനി മൈക്രോ സർവീസ് എനിബഡി യൂസിങ് ദാറ്റ് ക്യാൻ യൂസ്. പുതിയൊരു ക്ലയൻറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ V2 ക്ലയൻറ്റിൽ പോയിട്ട് ന്യൂ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് സാധാരണ ചെയ്യാറ്. മറ്റേ ആപ്ലിക്കേഷൻ ഇപ്പം ഞാൻ പറയുന്ന കേസിലെന്ന് വെച്ചാൽ ഞങ്ങൾ മൾട്ടിപ്പിൾ വേർഷൻസ് ഓഫ് API ഓൺ ദ സ്പാൻ ഓഫ് 3 years or 4 years റിലീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു പിന്നെ കൾച്ചർ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമർ നമ്മുടെ ബിഹൈൻഡിലാണ് ഇത് പ്രൊഡക്റ്റ് എന്താ പറയുക റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സമയത്ത് എസ്പെഷ്യലി നമുക്ക് ഷോർട്ട് കട്ട് എടുത്തേ പറ്റൂ. അതായത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂള് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കമ്പനികൾ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റാണ്, അത് വർഷങ്ങളെ കൊണ്ട് ഇനിയും ഒരുപാട് വർഷങ്ങൾ റൺ ചെയ്യാൻ വേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഷോർട്ട് കട്ടുകൾ പ്രിഫർ ചെയ്യാറില്ല. കാരണം അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ലീനിയൻസി ചില കാര്യങ്ങളോട് ലീനിയൻ്റ് ആയത് കൊണ്ട് പിന്നീട് ഉണ്ടായി വന്ന അതിൻ്റെ റിപ്പർക്കഷൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഹ്യൂജ് ആയിരുന്നു. കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നത് കൊണ്ടായത് കാരണം തന്നെ നമ്മളിപ്പോൾ ഉള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെ ഒരു ഇതുണ്ടോ, there is something wrong, you should നമ്മൾ റീതിങ്ക് ചെയ്യണം. പ്രോബ്ലം യെസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ പ്രോബ്ലം ആൻഡ് ഡെഫിനറ്റ്ലി ദർ ഇസ് എ സൊല്യൂഷൻസ്. പക്ഷേങ്കിൽ ആ സൊല്യൂഷൻ പോവാണ്ട് വാട്ട് ഈസ് യുവർ ബെറ്റർ സൊല്യൂഷൻ, അവിടെ ഡെഫിനറ്റ്ലി കോസ്റ്റ് ഒരു ഫാക്ടറാണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും. പക്ഷെ ആ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് മൈ ഫേം ഇസ് റെഡി ടു ഇൻവെസ്റ്റ്. പക്ഷെ ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ലിബർട്ടി ഉണ്ടാവണം എന്നില്ല. അങ്ങനത്തെ ഒരു കേസിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇങ്ങനത്തെ വഴികൾ തന്നെ എടുക്കേണ്ടി വരുന്നുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. ഐ സപ്പോർട്ട് ജോഹൻ വെൻ ഈ സെയിങ്. പക്ഷെ ഇതെല്ലാം യൂസ് കേസുകളാണ് കാരണം നമ്മുടെ സർക്കംസ്റ്റാൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിപ്പിക്കുന്നത്. API വേർഷിങ്ങിന്റെ കാര്യത്തിലുള്ളത് ഒരു സെക്കൻഡ്, പക്ഷേ API വേർഷിങ്ങിന്റെ കാര്യത്തിലുള്ളത് ഇതൊരു റിലീജിയസ് ഡിബേറ്റ് പോലത്തെ കാര്യമാണ്. ഇപ്പം പലരും അഗ്രി ചെയ്യും. ഈ പറഞ്ഞ പോലെ പല കേസിലും ആവശ്യമാണ് ഈ പറഞ്ഞ പോലെ ഒതന്റിക്കേഷൻ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഡൗൺ സൈഡ് നമ്മൾ എസ്പെഷ്യലി ഒരു പബ്ലിക് ഫേസിങ് API വരുമ്പോഴത്തേക്ക് നമ്മളൊരു ആളുകൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു പബ്ലിക് ഫേസിങ് API കൊടുത്ത് അതിനേക്കാളും ഇന്റഗ്രേറ്റ് ചെയ്തൊരു വേർഷൻ അതിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഞാനിത് ഒരു എന്താ പറയുക റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഡിസ്കഷനിൽ ഒരാൾ സംസാരിച്ച കൂടെയാണ്. അപ്പോൾ ഐ മീൻ ഇവിടെ ക്ലബ് ഹൗസിലല്ല, ഒരു ടെക്നിക്കൽ ഒരു ലീഡർ സംസാരിച്ചാണ്. അപ്പം പുള്ളി പറഞ്ഞത് ഇതൊരു റിലീജിയസ് ഡിബേറ്റ് ആണ്. അഗൈൻ ആളുകളുടെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ ഒരു കോമൺ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പബ്ലിക് API എക്സ്പോസ് ചെയ്യുമ്പോൾ ഇതിൽ ആളുകളോട് നമ്മൾ ഇതൊരു ഫസ്റ്റ് വേർഷൻ ആണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇതിലോട്ട് അടുത്ത വേർഷൻ വരാമെന്നും
ഈ വരുന്ന വേർഷനിൽ എന്താ പറയുക, അപ്പോൾ ശരിക്കും ആളുകൾ ഇതിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡെഫ് ടൈം ഇത് ചെയ്ത് അടുത്തൊരു ഇതിലേക്ക് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആണ്. പക്ഷേ ഒബ്വിയസ്ലി പെർഫോമൻസ് ഇഷ്യൂസും ഇതൊക്കെ എന്തെങ്കിലും റീസൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് വേർഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് വേർഷനിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നതെന്ന്. അത് പലപ്പോഴും ഒരു ഡിസ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു ഐഡിയ ആണ് പുള്ളി അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റീസണാണ് API വേർഷനിങ്ങിനെ ഒപ്പോസ് ചെയ്തിട്ട് പറഞ്ഞത്. അഗൈൻ ഇതൊരു പറഞ്ഞ പോലെ റിലീജിയസ് കാര്യമാണ്. ആളുകളുടെ ചോയ്സും ഇതിനകത്ത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം API വേർഷനിങ് തെറ്റാണെന്നല്ല പറയുന്നത്, API വേർഷനിങ് ചെയ്യുന്നത് കണ്ട് ഞാൻ പേഴ്സണലി ഈ പറഞ്ഞ ഒരു അപ്രോച്ചാണ്. അതായത് നമ്മളൊരു API ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം നമ്മളുടെ എന്താ പറയുക, ഓക്കെ നമുക്ക് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ മാക്സിമം ഈ പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ API ഡിസൈൻ ചെയ്യുക. ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു APIയിലെ ചേഞ്ചസ് ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ചെയ്തിട്ട്, അതായത് സർവീസ് ലെയറിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് പെർഫോമൻസ് ചേഞ്ചസ് ഒക്കെ സർവീസ് ലെയർ തന്നെ മാക്സിമൈസ് ചെയ്തിട്ട്, ഒക്കെ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആൻഡ് അത് അൺഅവോയ്ഡബിൾ ആകുന്ന കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മാക്സിമം ഇത് പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചാണ് ഇതിൽ എന്താ പറയുക പുള്ളി പറഞ്ഞത്. ഞാൻ അതിനോട് ആക്ച്വലി ചെയ്തു. അത് പേഴ്സണൽ ചോയ്സ് ആണ്. ഞാനത് API വേർഷനിങ് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ API വേർഷനിങ്ങിന്റെ ഒരു യൂസ് കേസ് പറയാം. റീസെന്റ് ഒരു 1 വീക്ക് ആയിട്ട് മാക്സിമം 2 വീക്സിനുള്ളിൽ നടന്ന സംഭവം. ഞങ്ങളുടെ കമ്പനിയിൽ ഇത് ഞാൻ പറഞ്ഞത് സ്ട്രീമിംഗ് ആണ്. അപ്പോൾ ബേസിക്കലി നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ഈ API വേർഷനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റീസൺ ആസ് നമ്മൾ പുതിയൊരു ലൈസൻസിങ് സ്ട്രാറ്റജി കൊണ്ടുവന്നു. അതായത് ഈ നമ്മുടെ എൻക്രിപ്റ്റഡ് കണ്ടന്റ് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലെയർ, നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് പ്ലേ ചെയ്യുമ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും, ഒരു ലൈസൻസിന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ ആ ലൈസൻസിങ്ങിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ബാക്ക് എൻഡ് തന്നെ മാറ്റി. ബേസിക്കലി മാറ്റിയത് ഒരു വൈഡ് വൈനോ അങ്ങനെ നോർമൽ DRMs നിന്ന് മാറി അയച്ചോട്ട് DRMലോട്ട് മാറി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിത് ഫുൾ എൻറ്റയർ ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ പുതിയൊരു API വേർഷൻ ഉണ്ട്. ഇതല്ലാതെ ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുതിയൊരു API വേർഷൻ ഉണ്ടാക്കി ആ ലൈസൻസിങ് ആ പുതിയ വേർഷനിൽ ക്ലിക്ക് ചെയ്ത് ആ പുതിയ ലൈസൻസിങ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ലൈസൻസിങ്ങിൽ ചെക്ക് ചെയ്യുന്നു, പുതിയ ലൈസൻസ് എടുക്കുന്നു, പ്ലേ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്നത് പോലും കൺട്രോൾ ഗ്രൂപ്പിനാണ്. ഫുൾ കസ്റ്റമേഴ്സ്, അതായത് ഞങ്ങൾക്കിപ്പോൾ 400 അല്ലെങ്കിൽ 500,000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലൊരു കൺട്രോൾ ഗ്രൂപ്പ് എടുക്കും. ഒരു 100,000 ആൾക്കാർക്ക് മാത്രമേ ഡിപ്ലോയ് നോക്കൂ. കാരണം എന്താ, അവർക്ക് ഇഷ്യൂസ് ആണ്. കാരണം ഇത്രയും കസ്റ്റമേഴ്സിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ്. ഷെയർസിന്റെ വാല്യൂ ഒക്കെ താഴെ പോകും. അതുകൊണ്ട് ഞാൻ 100,000 സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ ഒരു ചെറിയൊരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരിൽ മാത്രം ഈ ആപ്പ് വിത്ത് ന്യൂ API ഡിപ്ലോയ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട്സ് നോക്കിയിട്ടായിരിക്കും ഞങ്ങൾ മറ്റേ പഴയ വേർഷനിലോട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇതൊരു API വേർഷനിങ്ങിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മൈക്രോ സർവീസസ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം. അത് ഒരു മൈക്രോ സർവീസിലെ ആക്ഷൻ പെർഫോം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് വേറൊരു മൈക്രോ സർവീസിലും കൂടി ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെനാരിയോയിൽ എന്താണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാൻ വരുന്നു, നൈസാം നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യു ക്യാൻ കണ്ടിന്യൂ നൈസാം. ഐ വാസ് ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ്. അത് ഇങ്ങനെ മൈക്രോ സർവീസസ് തമ്മിൽ മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ there are 2 methods. One is synchronous method and the other is asynchronous method. അതായത് ഒന്ന് റിയൽ ടൈമിൽ യു സെൻഡ് എ റിക്വസ്റ്റ് ആൻഡ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് റിക്വസ്റ്റ് റീച്ച് ദെയർ ആൻഡ് യു ഗെറ്റ് എ റെസ്പോൺസ് ആൻഡ് ഡു ദാറ്റ് ഈസ് വാട്ട് ദ API ഈസ്. സോ ഇപ്പോൾ ഒരു സിമ്പിൾ കേസ് പറയുകയാണെങ്കിൽ, ഞാനൊരു ആമസോണിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഓൾഡ് ആമസോൺ. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന മൈക്രോ സർവീസ് ഹസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ആം എ സബ്സ്ക്രൈബർ ഓഫ് ആമസോൺ. അപ്പോൾ അവർ ഒരു റിയൽ ടൈമിൽ സബ്സ്ക്രിപ്ഷൻ മൈക്രോ സർവീസിനെ വിളിച്ചിട്ട് എൻ്റെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് നോക്കി, ഇഫ് ദ ഫൈൻഡ് ഇറ്റ് ഈസ് ഓക്കെ ദെൻ വി ഗോ ഹെഡ് വിത്ത് ദ ബൈയിങ് തിങ്. അതാണ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് വൺ തിങ്. അവിടെ സർവീസ് ടു സർവീസ് കമ്മ്യൂണിക്കേഷനാണ്. യു ക്യാൻ യൂസ് എനി APIs. കോമൺലി യൂസ് gRPC ആണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പെർഫോമൻസ്, ബട്ട് യു ക്യാൻ യൂസ് REST ഇഫ് യു വാണ്ട്. ആൻഡ് അതിൻ്റെ ഒത്തിരി ടേംസ് ഓൾറെഡി ഷിജു ഒക്കെ പറഞ്ഞു. അത് ഹൗ ഡു ദിസ് സർവീസസ് കമ്മ്യൂണിക്കേറ്റ് ടു ഈച്ച് അതർ വിത്ത് എ ട്രസ്റ്റഡ് കോൺട്രാക്ട്. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ
ടോക്കൺ ഷെയർ ചെയ്യുന്ന അങ്ങനെ പലതുണ്ട്. അത് ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി സർവീസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ നീഡ് ഫോർ എ റിയൽ ടൈം അപ്ഡേറ്റ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ടു സെൻഡ് ദാറ്റ് മെസ്സേജ് ടു മൈ ഹിസ്റ്ററി സർവീസ് ഓർ ഓർഡർ ഹിസ്റ്ററി സർവീസിലോട്ട് എനിക്ക് ആ മെസ്സേജ് അയക്കണം. പക്ഷേ ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ദാറ്റ് അത് ഈ സെക്കൻഡിൽ അവിടെ പോയി ഓർഡർ അപ്ഡേറ്റ് ചെയ്യുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഈ അസിൻക്രണസ് ആയിട്ട് അതല്ലെങ്കിൽ നോൺ റിയൽ ടൈം ആയിട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നതിന് യൂഷ്വലി വി യൂസ് സംതിങ് കോൾഡ് ആസ് മെസ്സേജ് ക്യൂ. മെസ്സേജ് ക്യൂ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ് വൺ മോർ ടൈം. മെസ്സേജ് ക്യൂവിന് ഒത്തിരി ഇംപ്ലിമെൻറ്റേഷൻസ്, ബട്ട് ഇൻ ലേമാൻസ് ടേം അതിനൊരു ട്രെയിൻ പോലെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ പർച്ചേസ് സർവീസ് ഞാനൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനിൽ ഒരു മെസ്സേജ് ഇടും, ഓക്കെ നൈസാം ബോട്ട് ലെറ്റ്സ് എ ടീ-ഷർട്ട്. അപ്പോൾ ഈ ട്രെയിനിൽ കുറേ ആൾക്കാർ ട്രെയിനിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതായത് ട്രെയിനിലുള്ള സ്റ്റോപ്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിലൊരു സ്റ്റോപ്പാണ് ഹിസ്റ്ററി സർവീസ്. അപ്പോൾ ഈ ട്രെയിൻ വിൽ ടേക്ക് ദാറ്റ് മെസ്സേജ് ടു ദ ഹിസ്റ്ററി സർവീസ് ആൻഡ് ഡെലിവർ അറ്റ് ഇറ്റ്സ് ഓൺ പേസ്. അത് ചിലപ്പോൾ ദർ മൈറ്റ് ബി സം millisecond delay, there might be some this thing, but ultimately the train is responsible to deliver that message, and there is no waiting from the subscription system. Purchase system doesn't have to know whether it got delivered at what time. അതിൻ്റെ ഇതെന്താ വെച്ചാൽ ഈ മെസ്സേജ് ബസ് ഈസ് കേപ്പബിൾ ഓഫ് റീട്രൈയിങ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ടു ഇറ്റ് വിൽ എൻഷുർ ദാറ്റ് ദ മെസ്സേജ് ഗെറ്റ്സ് ഡെലിവേർഡ് അറ്റ് സം പോയിന്റ്. അപ്പോൾ യൂസർ ഇൻ്റർഫേസിൽ പ്രോബബ്ലി നമ്മളൊരു സാധനം വാങ്ങിച്ച ഉടനെ ഹിസ്റ്ററി പോയി നോക്കിയാൽ ഇറ്റ് മൈറ്റ് നോട്ട് അപ്പിയർ ദെയർ, ബട്ട് ഇവൻച്വലി ഇറ്റ് വിൽ അപ്പിയർ ദെയർ. ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് ഓഫ് മെസ്സേജിങ് നടക്കുന്നത് ഈ സർവീസസിൻ്റെ അക്രോസ്. ഓക്കെ, മനസ്സിലായി. ഒരു വേറൊരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രോജക്റ്റിൽ RabbitMQ യൂസ് ചെയ്യുന്നത്, അതേപോലെ മാസ് ട്രാൻസിറ്റ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ നോർമലി ചെയ്യുന്നത് ഓരോ മെസ്സേജ് അതിലോട്ട് പുഷ് ചെയ്യുന്നു, അവിടെ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ എനിക്കൊരു അഷ്യൂർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഷ്യൂർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ അഷ്യൂർ ഫംഗ്ഷനിൽ നിന്ന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് RabbitMQ പബ്ലിക്കലി ആക്സസിബിൾ ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് വേ ആണോ, അതോ ഇൻസ്റ്റഡ് ഞാൻ ആ അഷ്യൂർ ഫംഗ്ഷനിൽ നിന്നും ഒരു API വിളിക്കുന്നതാണോ, ഏതാണ് ഫോളോ ചെയ്യേണ്ട ഒരു കറക്റ്റ് വേ? എനിക്ക് എക്സാക്ട്ലി മനസ്സിലായില്ല, ഓർ പ്രോബബ്ലി ഐ എം നോട്ട് എക്യുപ്ഡ് ടു ആൻസർ ദിസ്, കാരണം ഞാൻ RabbitMQ യൂസ് ചെയ്തില്ല. പക്ഷേ മെസ്സേജ് ക്യൂ പബ്ലിക് ആക്കണം എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെസ്സേജ് ക്യൂ ഷുഡ് ജസ്റ്റ് ലിവ് വിത്ത് മെസ്സേജ് ബസ് ഷുഡ് ലിവ് വിത്തിൻ യുവർ സിസ്റ്റം. എക്സാക്ട്ലി അതാണ് ഇന്റർവ്യൂവിൽ പറയുന്നത്. കാരണം വി ആർ യൂസിങ് RabbitMQ എന്ന് പറഞ്ഞു വെച്ചാൽ ബേസിക് നമ്മുടെ ഇന്റേണൽ മെസ്സേജിങ് മെക്കാനിസം മാത്രമായിട്ട് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ. അതൊരു എന്താ പറയുക, വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ യു ഹാവ് ടു ക്രിയേറ്റ് അനദർ കൺസ്യൂമർ ഫോർ ഇറ്റ് ആൻഡ് എക്സ്പോസ് എൻ API. അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ യൂസ് കേസ്, ഫോർ എക്സാമ്പിൾ സം പീപ്പിൾ യൂസ് RabbitMQ ഈവൺ ആസ് എ ഇൻ മെമ്മറി ക്യാഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് യൂസ് സംതിങ് ലൈക്ക് Redis. എന്താണ് നിങ്ങളുടെ പർപ്പസ് വെച്ചിട്ട്? കാരണം ആ ഡാറ്റ അതേസമയം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻ മെമ്മറി ക്യാഷിലേക്ക് പുഷ് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ഒരു സർവീസിന് റേഡിയോയും ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ദ യൂസ് കേസ്, ബട്ട് ഡെഫിനറ്റ്ലി RabbitMQ അതുപോലെ തന്നെ നമ്മൾ Redis എന്നൊക്കെ യൂസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഷുഡ് ബി ഇന്റേണൽ, ഷുഡ് നോട്ട് ബി എക്സ്പോസ് ടു any other person. It create problems in the future at least. Okay, thank you. ഇതെല്ലാം ജസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിനൊന്നും ഫോർ എക്സാമ്പിൾ നമുക്ക് ടെക്നിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാണ്ടിരിക്കാം, പക്ഷേ എങ്കിൽ യു വിൽ ഫേസ് പ്രോബ്ലംസ്. അതായത് എന്താ പറയുക, അതാണ് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഇതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആസ് ജോയിൻ സെഡ്, അതൊന്നും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് അല്ല. ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നത്, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരാൾ ക്ലീൻ കോഡ്, ക്ലീൻ ആർക്കിടെക്ചർ, പിന്നെ റോബർട്ട് സി മാർട്ടിൻ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ റോബർട്ട് സി മാർട്ടിന്റെ ക്ലീൻ ആർക്കിടെക്ചർ പ്രിൻസിപ്പിൾ ഇതൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. നമ്മുടെ ഉണ്ടാക്കുക, എക്സ്പോസ് ചെയ്യുക, ഇതൊക്കെ ശരിക്കും പ്രിൻസിപ്പിൾ തന്നെയാണ്. അവിടെ നമ്മൾ പറയുന്നത് റിലീജിയസ് ആണ് എന്നുള്ളത്.
നമ്മള് എന്താ പറയാ, റോബർട്ട് മാർട്ടിൻ ഫ്ലവറിന്റെ ബുക്ക് ഒരു അല്ലെങ്കിൽ ഒരു ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒന്നും അല്ലല്ലോ. അതൊക്കെ അതാണ് അത് തന്നെയാണ് പറഞ്ഞത്. ബുക്കാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത് ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും, വേറൊന്ന് ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതാണ് അതിന്റെ ഒരു ഇത്. ഞാൻ ഈ ഒരു കേസിലല്ല പറഞ്ഞത്, ബിലേറ്റ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞ പൊതുവെ ആ ഒരു പോളിസി വെച്ചിട്ടാണ് പറഞ്ഞത്. യൂഷ്വലി ഇതുപോലുള്ള പ്രാക്ടീസസ് എന്ന് പറയുന്നത്, കാരണം ഒപ്പോസിങ് വേറൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും. കാരണം ഞാനിപ്പോൾ റെസ്പെക്ട് ഇതിന്റെ പറഞ്ഞപ്പോൾ ഞാൻ ആ പേര് പറഞ്ഞു പോയത്, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്, ഇതിന്റെ റിലേറ്റഡ് അല്ല. പക്ഷേ റോയ് ഫീൽഡിംഗ് എന്ന് പറയുന്ന ആൾ, പുള്ളിയാണ് ഈ റെസോൾ പ്രാക്ടീസസ് റെസ്റ്റ് എൻഡ് പോയിന്റ് ഇത് ചെയ്തത്. പുള്ളിയാണ് ഈ പറഞ്ഞൊരു കാര്യം പറഞ്ഞത്. അതായത് നിങ്ങൾ ട്രൂലി ഒരു പുതിയൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ അത് മാൻഡേറ്ററി ആണോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ്? മാൻഡേറ്ററി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പഴയ എൻഡ് പോയിന്റ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം ഒരു മാൻഡേറ്ററി ഫീൽഡ് ഇല്ലല്ലോ. ഇതാണ് അവർ റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ പലരും പറഞ്ഞു റിയൽ വേൾഡ് സെനാരിയോസ് അവർക്ക് ഇത് ആവശ്യമായിട്ടുള്ളത്. സോ ഇത് അഗൈൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സെൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. റിലീജിയസ് ഇൻ ദ സെൻസ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ പുള്ളി പറഞ്ഞ ഒരു പ്രിൻസിപ്പിളിൽ നിന്നിട്ടുള്ളതാണ്. ഞാനത് മാക്സിമം അത് ആ ഒരു ഇതിൽ തന്നെ പോകാൻ നോക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ റിയൽ വേൾഡ് സെനാരിയോസിൽ ചിലപ്പോൾ നമ്മൾ തന്നെ അത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കാണും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സ്റ്റേറ്റ് മെഷീൻസ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. AWSന്റെ സ്റ്റേറ്റ് മെഷീൻസ് ആണോ? അല്ല, ഇപ്പൊ ഞാൻ ഓട്ടോമാറ്റോണിമസ് സ്റ്റേറ്റ് മെഷീൻസ് ആണ് യൂസ് ചെയ്തത്. അത് മാസ് ട്രാൻസിറ്റിന്റെ ഒരു സ്റ്റേറ്റ് മെഷീനാണ്. അപ്പോ അതാരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അതിലൊരു ഡൗട്ടിനായിരുന്നു. ഞാൻ AWSന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അത് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റേറ്റ് മെഷീൻ വെച്ചിട്ട് നമ്മുടെ ഇപ്പൊ ഒരു മൈക്രോ സർവീസിലോട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റേറ്റ് മെഷീനിൽ ഇത് ട്രാക്ക് ചെയ്യുന്നത്, അത് അങ്ങോട്ട് പോയി അതിന്റെ റെസ്പോൺസ് കറക്റ്റ് ആണെങ്കിൽ അത് ക്യാച്ച് ചെയ്തിട്ട് അടുത്ത മൈക്രോ സർവീസിലോട്ട് എന്തെങ്കിലും പുഷ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നു. അതാണ് ഈ സ്റ്റേറ്റ് മെഷീനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ അത് റിവേർട്ട് ചെയ്യുന്ന കേസസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇല്ല ഇത് ഞങ്ങൾ യൂസ് ചെയ്ത കേസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ AWSന്റെ സ്റ്റെപ്പ് ഫങ്ഷൻസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്താ പറയുക, അതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാംഡസ്, അതായത് സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള AWS ലാംഡാസിനാണ് നമ്മൾ കോൾ ചെയ്തിരുന്നത്. ലാംഡാസിന് സ്റ്റേറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ഒരു വർക്ക് ഫ്ലോയോട് സിമിലർ ആണ്. ഒരു മൈക്രോ സർവീസ് ഓർക്കസ്ട്രേഷൻ പോലത്തെ കാര്യങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് യൂസ് ചെയ്തത് ടെമ്പോറൽ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അവർ പഴയ ഗൈഡൻസ് എന്ന് പറയുന്ന ഊപ്പർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അവരാണെന്നുണ്ടെങ്കിലും വർക്ക് ഫ്ലോ ആക്ടിവിറ്റീസും വെച്ചിട്ട് മൈക്രോ സർവീസ് ഓർക്കസ്ട്രേഷൻ ടെമ്പോറലുണ്ട്. അതിന് അല്ലെന്നുണ്ടെങ്കിൽ എനിവേ ടെമ്പോറൽ വെച്ച് തന്നെ പറയാം. അതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തത്, അതായത് വർക്ക് ഫ്ലോ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ഇതുപോലത്തെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞതിൽ ഇത് പോസിബിളാണ്. സ്റ്റേറ്റ് മെഷീൻസ് ഇതിനു വേണ്ടി മൈക്രോ സർവീസ് കോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തത് ഈ പറഞ്ഞ പോലെ AWS ഫ്ലോ വെച്ചിട്ടാണ്. കാരണം ഒരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുക, സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പർപ്പസിലാണ് നമ്മളത് യൂസ് ചെയ്തത്. കാരണം മൈക്രോ സർവീസ് ഓൾറെഡി സ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. ഞാൻ ആ ഒരു ഇതിലല്ല ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ടോപ്പിക് ആയിട്ട് തോന്നി. ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയാം. ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും സ്റ്റേറ്റ് മെഷീൻസിനെ പറ്റിയിട്ട്. ഈ സ്റ്റേറ്റ് മെഷീൻ സഫാൻ ഉദ്ദേശിക്കുന്ന ഈ മറ്റേ സാഗ പാറ്റേൺസ് ആണോ? അതെ. ഓക്കെ, സാഗ പാറ്റേൺസിനെ കുറിച്ച് അല്ലേ? സാഗ പാറ്റേൺ സ്റ്റേറ്റ് മെഷീൻ സെപ്പറേറ്റ് അല്ലേ? സാഗ പാറ്റേൺസ് വെച്ചല്ലേ സ്റ്റേറ്റ് മെഷീൻസ് നമുക്ക് സെയിം സ്റ്റേറ്റ് മെഷീൻസ് ബേസിക്കലി എന്താ കുറെ റിക്വസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് മെഷീൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു BPMN പോലത്തെ ഒരു മോഡലിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇന്നൊരു സ്റ്റേജാണ്, ഇന്നൊരു സ്റ്റേജിൽ നമ്മൾ ശരിക്കും ഒരു ഡേറ്റ ഒരു നമ്മളിങ്ങനെ പാസ് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു ഡേറ്റ ഫ്ലോയിൽ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ എന്താ പറയുക, ഏത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ നടത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തപ്പോൾ ഒരു ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. ഒരു ഫൈനലി ഒരു ഫിനിഷ് ഒരു സ്റ്റേജിലേക്ക് ട്രാൻസാക്ഷൻ തന്നെയാണ്. ശരിയാണ്, ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ആലോചിക്കാം. അതെ, ഞാൻ അതാ വിചാരിച്ചത്. കാരണം ബേസിക്കലി ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് കഴിഞ്ഞിട്ട് സഫാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ക്യൂവിലിടും. അങ്ങനെയല്ല, ഒരു എങ്ങനെയോ അതിനെ
അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു സാഗ പാറ്റേൺ ആയിട്ടാണ് തോന്നുന്നത്, സാഗ പാറ്റേൺ ഒരു ഇംപ്ലിമെന്റേഷൻ ആയിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നൈസാം എനിക്ക് സാഗ പാറ്റേണിനെ കുറിച്ച് അധികം അറിയില്ല, പക്ഷേ ഇന്റർവ്യൂസിനൊക്കെ വേണ്ടി അത് വായിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നൈസാം ഇതിനിടയ്ക്ക് മെൻഷൻ ചെയ്ത പോലെ ഒരു ഓർമ്മ. നൈസാം, വിൽ യു ബി ഏബിൾ ടു ഹെൽപ്പ്? ഞാൻ എക്സാക്ട്ലി ഞാനിത് യൂസ് ചെയ്തില്ല, ബട്ട് since the discussion is about this, probably this is one of the biggest drawbacks of microservices. For example, ഇപ്പോൾ നമ്മളൊരു ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ലൈക്ക് it has to call microservice 1, then call microservice 2 and microservice 3. What happens if microservice 3 fails? How do we roll back? അതാണ് ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു മോണോലിക് സിസ്റ്റം ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. പ്രോബബ്ലി നമ്മൾ ഹൈബർനേറ്റിൽ ഒരു ട്രാൻസാക്ഷൻ വെച്ചാൽ ഇതെല്ലാം ചെയ്യുന്നത്. യു ജസ്റ്റ് റോൾ ബാക്ക് ദ ട്രാൻസാക്ഷൻ, യു ആർ ഡൺ. മൈക്രോസർവീസിൽ ഇറ്റ്സ് എ വെരി ചലഞ്ചിങ് പാറ്റേൺ. A lot of times you design microservice so that the rollback is not needed. പിന്നെ there are offline cleanup mechanisms that you can adopt, like real time rollback ചെയ്യാതെ you run something offline which checks this incomplete states and rollback. അല്ലാതെ ഈ റിയൽ ടൈമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ it's pretty difficult. You should have an API which is rollbackable. അതായത് ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അത് കംപ്ലീറ്റ് ആയി കമ്മിറ്റ് ആവാത്തൊരു സ്റ്റേറ്റിൽ നിങ്ങളുടെ ഇൻസേർട്ട് API മൈറ്റ് നീഡ് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് വെൻ ഇറ്റ് ഹാസ് ടു ബി റോൾ ബാക്ക്, ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് റിവേർട്ടിംഗ് ബാക്ക് ആൻഡ് ഓൾ ദോസ് തിങ്സ്. This practically we have experienced it, and it's really something that I hate about microservices. ഇപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിസ് ഇസ് എ കോമൺ പ്രോബ്ലം. ഞങ്ങൾ ഇപ്പോൾ നിസാം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ഹാവ് ഷെഡ്യൂളേഴ്സ്, ലൈക്ക് .NET വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കോഡ്സിന്റെ ഷെഡ്യൂളേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വി കോൾ ഇറ്റ് പൈപ്പ് ലൈൻസ് ബേസിക്കലി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൈപ്പ് ലൈൻ വരുന്ന സ്റ്റേറ്റിൽ ഒരു പൈപ്പ് ലൈൻ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് മാറും. എന്നിട്ട് DB അപ്ഡേറ്റ് ചെയ്യണം. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു റാബിറ്റേബിൾക്ക് ഒരു മെസ്സേജ് പുഷ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് അതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ ആ സ്റ്റാറ്റസ് 2ലേക്ക് മാറും. അത് കഴിഞ്ഞ് സ്റ്റാറ്റസ് 3ലേക്ക് മാറും. അത് ഷെഡ്യൂളർ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചോദിച്ചാൽ, ആൻഡ് വി ഹാവ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓൾസോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ജോബ് ഷെഡ്യൂളർ എന്ത് ചോദിച്ചാൽ ബേസിക്കലി ചെക്ക് ദ സ്റ്റാറ്റസ് periodically every 15 minutes or something, and if it is in the intermediate state, അതായത് ചില ട്രാൻസാക്ഷൻസ് ഇൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അതിനെ സേഫ് ആയിട്ടുള്ള റൂട്ടീൻസ് ഉണ്ടായിരിക്കും അതിനെ റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഓൾറെഡി ആരെങ്കിലും ഈ പ്രോബ്ലം, ദിസ് ഇസ് വെരി ക്രൂഡ് സൊല്യൂഷൻ, നോട്ട് എ എഫിഷ്യന്റ് ഓർ ബെസ്റ്റ് സൊല്യൂഷൻ. എന്തെങ്കിലും ബെസ്റ്റ് വേ ഇതിനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി റിയലി ഗുഡ്. ജിജോയാണ്. ആക്ച്വലി നമുക്കിവിടെ നോട്ട് ഡെവലപ്പറാണ് AWS ഡിപ്ലോയ് ചെയ്യുന്നതൊക്കെ. സോ ആക്ച്വലി ഞാൻ ഈ സ്റ്റേറ്റ് മെഷീൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട്. പ്രോബ്ലം ഇതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് AWS-നകത്തുള്ള ഫീച്ചറാണ്. പല സ്റ്റേജുകൾ ഡിഫൈൻ ചെയ്തിട്ട് ആ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഫെയിലർ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ സ്റ്റേജിൽ റീട്രൈ ചെയ്യിക്കാൻ പറ്റും. അല്ലെ എക്സെപ്ഷൻ ആണെങ്കിൽ നമുക്ക് മറ്റൊരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ് മെഷീൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു ഗ്രാഫിക്കൽ വ്യൂ കൂടെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മൾ ETL ടൂൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി നമ്മൾ ലാംഡ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളൊരു സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ലാംഡയെ കോൾ ചെയ്യുകയാണ്. ലാംഡയെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലാംഡ ഫെയിലർ ആവുകയാണ്. ഫോർ എക്സാമ്പിൾ സെർവർ ഡൗൺ ആയിരിക്കാം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫെച്ച് ചെയ്യുന്ന ഡാറ്റ സെർവർ ഡൗൺ ആയിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഇഷ്യൂ ഉണ്ടാവാം. അതിന് ഫെയിലിയർ റെസ്പോൺസ് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും റീട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വീണ്ടും ഒരു 2-3 ടൈംസ് റീട്രൈ ചെയ്തതിനു ശേഷം നമുക്ക് വേറെ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇത് നെക്സ്റ്റ് സ്റ്റേജിലേക്കല്ല, അതായത് 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്തതിനു ശേഷവും സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട പാത്ത് 2-3 അല്ല, ലാസ്റ്റ് സ്റ്റേറ്റിലേക്കാണ് പോകണമെങ്കിൽ നമുക്ക് അത് റീഡയറക്ട് ചെയ്യാൻ പറ്റും. സോ അതായത് ഈ സ്റ്റെപ്പുകൾ നമുക്ക് ഡിഫൈൻ ചെയ്ത് പ്രോസസ്സിന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റും. ഈ ഇൻഫർമേഷൻ മതിയാണെങ്കിൽ ഓൺ പ്രൈമൈസിൽ എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ നവനീത്? എനിബഡി ക്യാൻ ഹെൽപ്പ്, ബിക്കോസ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഓൺ പ്രൈമൈസ് സൊല്യൂഷൻസ് ആണ്. എനിക്ക് ജിജോ പറഞ്ഞ സാധനം മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഞങ്ങൾ DSTV നൗവില് ഇതേ പരിപാടിയാണ്. AWS സ്റ്റെപ്പ് ഫംഗ്ഷൻസ് വെച്ചിട്ട് അവർ ഓർക്കസ്ട്രേറ്റർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓൺ പ്രൈമൈസ് ആർക്കെങ്കിലും സൊല്യൂഷൻസ്, ഏതെങ്കിലും തേർഡ് പാർട്ടി ലൈബ്രറീസ്?
So we have a scope, okay? ഹലോ ഹലോ ഷിജു പറഞ്ഞോ, കേൾക്കാം. കെവിൻ ബ്രോ ആണ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു സ്കോപ്പ് ഇവിടെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എല്ലാവരും സ്റ്റംബിൾഡ് അപ്പോൺ. നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ബട്ട് വി ഡോണ്ട് ഹാവ് ഐ ഡോണ്ട് നോ സൊല്യൂഷൻ ഇല്ല. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ഐ ആം ജസ്റ്റ് സേയിങ് സൊല്യൂഷൻ ഇല്ലാത്തതായിരിക്കില്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോമറ്റോണിമസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഉണ്ട്. അത് ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ അതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിലും ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റ് വെച്ചിട്ട് മാനേജ് ചെയ്യുന്നത്. പക്ഷെ അതിന് റിവേർട്ട് ചെയ്യുന്ന കേസ് എങ്ങനെയാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അല്ല ഷിജു, ഞാൻ പറയട്ടെ, ഇപ്പം ഈ സാഗ പാറ്റേണിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഓൺ പ്രെം ആണോ ക്ലൗഡ്. ഇപ്പൊ ക്ലൗഡിലാകുമ്പോൾ അവരിത് റാപ്പ് ചെയ്ത് AWS സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു സാധനമുണ്ട്, ഗൂഗിളിനുണ്ട്. അഷറിൽ എനിക്ക് തോന്നുന്നില്ല സ്റ്റെപ്പ് ഇതുപോലെ സ്റ്റേറ്റ് മെഷീൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന്. ലോജിക് ആപ്സ് ഉണ്ട്, പക്ഷേ ലോജിക് ആപ്സ് ഇസ് ബിറ്റ് മോർ ഡിഫറെന്റ്. ഓൺ പ്രെമിൽ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഓർക്കസ്ട്രേറ്റർ ആണെങ്കിൽ എന്താ വേണ്ടത്? ഒരാൾ ഒരു സെൻട്രലൈസ്ഡ് ഒരു മനുഷ്യൻ വേണം ടു ബേസിക്കലി എന്ത് മെസ്സേജ് കിട്ടിയാലും we need to send it to some other service, wait for their response, write it back somewhere. അപ്പം ഒരു മെസ്സേജ് ബ്രോക്കർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ? വെറുതെ ഒരു RabbitMQ അല്ലെങ്കിൽ ഒരു കാസ്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ we can implement the same pattern, right? പറഞ്ഞ പോലെ സാഗയിൽ ഇത് ചെയ്യാൻ പറ്റും. സാഗയിൽ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനൊരു റിവേർട്ട് ഇപ്പോൾ ഒരു മെസ്സേജിങ് സിസ്റ്റം വെച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെസ്സേജിങ് സിസ്റ്റം വെച്ച് നമ്മൾ ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ഇഷ്യൂ എന്നൊരു ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു റിവേർട്ട് ചെയ്യാനുള്ള ഒരു മെസ്സേജ് കൂടി ഇത് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാം. പിന്നെ ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് എനിക്കത് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. കാരണം അതിൻ്റെ ഒരു 2 phase കമ്മിറ്റ് അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഫസ്റ്റ് ഫേസിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യത്തില്ല, നമ്മൾ പ്രിപ്പറേഷൻ മാത്രം ചെയ്യും. അതായത് നമ്മൾ ഇത് പോസിബിൾ ആണോ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് സെക്കൻഡ് ഫേസിൽ കമ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയുണ്ട്. പക്ഷേ അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്, ഒറ്റയ്ക്ക് ലോക്ക് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ രണ്ട് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ എന്താ പറയുക, പെർഫോമൻസ് കുറച്ചുകൂടെ ഇമ്പാക്ട് ചെയ്യും. ശരിക്കും സാഗ പാറ്റേൺ തന്നെ ആയിരിക്കും റിയൽ ടൈമിൽ കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ഒരു 2 phase കമ്മിറ്റ് അങ്ങനെ എന്തോ ആണ് ഒരു പ്രോസസ്സിന്റെ പേര്. ഒരു ഫസ്റ്റ് ഒരു പ്രിപ്പറേഷൻ, സെക്കൻഡ് ഒരു കമ്മിറ്റുമായിട്ട്, അതായത് 2 phase ആയിട്ട് ഇതിനെ ആഡ് ചെയ്യുന്ന സിസ്റ്റം കൂടെ ഉണ്ട്. കുറച്ചുകൂടെ ഒരു അല്ല, എനിക്ക് ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ റിവേർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ് കൂടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെനാരിയോയിൽ നമുക്ക് അതിലേക്ക് നമുക്ക് സ്റ്റേറ്റിനെ നമുക്ക് റിഡയറക്ട് ചെയ്തൂടെ? അതെ, എക്സാക്ട്ലി. അത് തന്നെയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ സാഗ വെച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഇങ്ങനൊരു ഫെയിലിയർ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷനൊക്കെ AWSൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഫെയിലിയർ കേസ് വരുമ്പോഴത്തേക്ക് നമുക്കാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അതുപോലെ നമുക്കൊരു റിവേർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഇത് ചെയ്താൽ മതി. സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഓൺ പ്രെമിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സെൻട്രൽ ഓർക്കസ്ട്രേറ്റർ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർക്കസ്ട്രേറ്റർ ഇപ്പോൾ ഒരു ഫെയിലിയർ കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, റിവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്ത് ആ ഒരു ഇത് ഹാൻഡിൽ ചെയ്താൽ മതിയായിരുന്നു. ഹലോ ഹലോ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, നമ്മൾ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളുടെയൊക്കെ ഈ ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓഡിയൻസിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽത്തി ടോക്ക് കണ്ടിട്ട് ഐ ഫീൽ സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ടൈം ഒന്ന് ആക്ച്വലി 1 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടൈം കഴിയുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വെക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. എന്ത് പറയുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം? കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ആയിട്ട് വരാൻ പറ്റും. തീർച്ചയായും നല്ലൊരു നല്ലൊരു സംഭവമാണ്. തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ചിലപ്പോൾ ബെനിഫിറ്റ് ആയിരിക്കും നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിലൊക്കെ, സിറ്റുവേഷനിലൊക്കെ. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ നെക്സ്റ്റ് വെനസ്ഡേ വരെയുള്ള ടോപ്പിക്സ്, നമ്മൾ വെനസ്ഡേ ടു വെനസ്ഡേ വരെയുള്ള ടോപ്പിക്കാണ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി. നമ്മുടെ ചാനലിൽ പോയിട്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റിലും ചാനലിലും അവൈലബിൾ ആണ്. ആ വെനസ്ഡേ വരെയുള്ളത് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് തേഴ്സ്ഡേ സെയിം ടൈം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. എന്ത് പറയുന്നു? അതുപോലെ കെവിൻ ബ്രോ,
കെവിൻ വീക്കെൻഡ്സ് പോസിബിൾ ആണോ? കാര്യം വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി സ്വീറ്റ്. എന്താ പറയുന്നത്, അടുത്ത സൺഡേ സെയിം ടൈം, നെക്സ്റ്റ് വീക്ക് സെയിം ടൈം. അതുപോലെ കേട്ടോ, നമ്മുടെ ഇന്നലത്തെ ടോപ്പിക് ഉണ്ടല്ലോ, നമ്മുടെ മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതും നമ്മൾ ബേസിക്കലി അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത്. അത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. നമുക്ക് അധികം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് അതർ അജണ്ട ഉള്ളത് കാരണം തന്നെ. അതും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. മെഷീൻ ലേണിംഗ് ഇന്നലെ ഈവനിങ്ങത്തെ സെഷനിലല്ലായിരുന്നോ? അതെ അതെ, നമുക്ക് വളരെ കുറച്ച് നേരമാണ് സംസാരിക്കാൻ നെക്സ്റ്റ് വീക്ക് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. സാറ്റർഡേ ഈവനിങ് മെഷീൻ ലേണിംഗ് ആൻഡ് സൺഡേ മോർണിംഗ് ഇത് നമ്മുടെ മൈക്രോ ആർക്കിടെക്ചർ പോരെ? ഓക്കെ. എത്ര മണിക്കാണ് സമയം? സെയിം ടൈം. ML ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഈവനിങ് 8 to 10 ആൻഡ് മൈക്രോ സർവീസസ് സെക്കൻഡ് പാർട്ട് മോർണിംഗ് ഈ പറഞ്ഞ പോലെ 11 to 1 സൺഡേ. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സംതിങ് ഈസ് കമ്മിങ് അപ്പ്. പുതിയ കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, യൂട്യൂബ് ചാനൽ ടെക് കമ്മ്യൂണിറ്റി കേരള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതിൽ ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതങ്ങ് പറഞ്ഞോട്ടെ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ചോദിച്ചോട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അത് പറഞ്ഞു തീർത്ത് നമുക്ക് ഈ സെഷൻ ക്ലോസ് ചെയ്യാം. എന്താ? ഹലോ, എൻ്റെ ഒരു മൈക്രോസർവീസ് ഓർക്കസ്ട്രേറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഐ തോട്ട് ഇറ്റ് ബി യൂസ്ഫുൾ ഇഫ് ഐ കുഡ്. നമ്മളിപ്പം ആക്ച്വലി ഒരു പഴയ ഒരു മോണോലിത്തിക്കൽ ആപ്ലിക്കേഷനെ മൈക്രോ സർവീസസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കറന്റ്ലി. സോ വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ദാറ്റ് വി ഫേസ്ഡ് ഇസ് വി നീഡ് എ ബിസിനസ് പ്രോസസ്, റൈറ്റ്? ഇപ്പം ഒരു സർവീസ് ഒരാൾ അവിടെ നിന്ന് റിക്വസ്റ്റ്, ബേസിക്കലി നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവിഷനിങ് ആപ്ലിക്കേഷൻ. Somebody comes and requests a service to be deployed in their data center. It has to be approved in multiple cases, right? അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമ്മളൊരു ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്രോസസ്സിന്റെ അകത്ത് ഓരോ സ്റ്റേജസിലും ബേസിക്കലി ആർ റണ്ണിങ് മൈക്രോ സർവീസസ്. സോ ഇത് ദേ ആർ ലിങ്ക്ഡ് ടുഗെദർ. ലൈക്ക് ഇപ്പോൾ ഒരു സർവീസ് ഫോർ എക്സാമ്പിൾ നമ്മൾ VMware ചെയ്യുന്നത്, അപ്പം വൺസ് ദി എന്താ പറയാ റിക്വസ്റ്റ് ഇസ് ഒരു മെഷീൻ അപ്പാക്കാം, VMware ഓട്ടോമേഷൻ SDKs യൂസ് ചെയ്തിട്ട് മെഷീൻ ക്ലോൺ ചെയ്ത് റെഡിയാക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതൊരു സർവീസ് ആണ്. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി നീഡ് ടു ഗോ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി അസൈനിങ് നെറ്റ്വർക്ക്സ് ടു ദാറ്റ് മെഷീൻ, റൈറ്റ്? അപ്പം ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വൽ സർവീസസ് ആയിട്ടാണ് യൂസ് ചെയ്തത്. ആൻഡ് വി യൂസ് സംതിങ് കോൾഡ് കമുണ്ട. അതൊരു ജർമ്മൻ പ്രൊഡക്റ്റ് ആണ്. ബേസിക്കലി BPMN ബേസ്ഡ് സാധനമാണ്. BPMN പ്രോസസ് ഓട്ടോമേഷൻ ടൂൾ ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് കണ്ടന്റ് ഹിയർ ഫോർ എന്താ പറയാ മൈക്രോ സർവീസ് ഓർക്കസ്ട്രേഷൻ. സോ വെൻ യു നീഡ് ടു പുട്ട് തിങ്സ് ടുഗെദർ ഓർ ലിങ്ക് തിങ്സ് ടുഗെദർ, ലൈക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം വിളിക്കുക എന്നുള്ളൊരു കേസ്, ഐ തിങ്ക് ഈ RabbitMQ ക്യൂ സർവീസസ് അതൊക്കെ കുറച്ചധികം ഒരു ഡെവലപ്പർ ഓവർ ഹെഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു ചെറിയൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വി ആർ മോസ്റ്റ്ലി looking into like what all open source stuff is available so that we can put things together and have something running. ആ ഒരു അപ്രോച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജർമ്മൻ ക്ലയന്റ് ആണ്. ഈസ് ഓൾസോ താങ്ക് യു രാജീവ് ബ്രേക്ക് ആകുന്നുണ്ട്. താങ്ക് യു രാജീവ് ഭായ്. ഞാൻ ഒരു കാര്യം ഞാൻ രാജീവ് ഭായിയോട് ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കാര്യം. രാജീവ് ഭായ്, ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോബ്ലത്തിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ കണ്ടു, ക്ലൗഡ് ഒരു സൊല്യൂഷൻ കണ്ടു, അതുപോലെ തന്നെ എന്റർപ്രൈസ് ഇത് കണ്ടു. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി എഡിഷൻ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് അറിയാൻ വേണ്ടിയാണ്. യെസ്, നമ്മൾ കമ്മ്യൂണിറ്റി എഡിഷൻ ആണ് ഓൺ പ്രെമിസിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുക. നമ്മളൊരു സ്പ്രിംഗ് ബൂട്ട് ഓപ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോക്പിറ്റിന്റെ ഒരു ബേസിക് ഇതല്ലേ ഉള്ളൂ. അത് ശരിക്കും പറയാൻ നമ്മുടെ യൂഷ്വൽ ഇതേപോലെ തന്നെ ഒരു ഓർക്കസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് എഡിഷൻ തന്നെ, ഐ മീൻ കമ്മ്യൂണിറ്റി എഡിഷൻ തന്നെ മതി അല്ലേ?
Yeah, mostly. Enterprise കൂടുതലും analyticsന്റെ ഓഫർ ആണ് കൊടുക്കുന്നത്. I mean, most of our purpose is solved in the community edition. Okay. ഓക്കെ ഗൈസ്, താങ്ക് യു. നമ്മുടെ ഈവനിങ്